Chapter 3 Materials. Okay. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്ററാണ്. ഇത് മുതലാണ് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ചാപ്റ്റർ 1ഉം ചാപ്റ്റർ 2 നമ്മൾ കവർ ചെയ്തതാണ്. അത് രണ്ടിലും പ്രധാനമായിട്ടും തിയറി പോർഷൻസ് ആയിരുന്നു വന്നത്. ഇത് മുതലാണ് പ്രോബ്ലംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരുപാട് തിയറീസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് തിയറി പോർഷൻ നോക്കാം. ശ്രദ്ധിക്കുക, മെറ്റീരിയൽ is the most important element of cost. In any manufacturing concern, material cost constitute nearly 50 to 70% of the total cost of manufacturing. Therefore, proper planning and control of materials is quite essential. അതായത് മെറ്റീരിയലാണ് കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു എലമെൻ്റ് എന്ന് വെച്ചാൽ, അതായത് കോസ്റ്റിന് ഒരു 50 മുതൽ 70% വരെ മെറ്റീരിയലിൻ്റെ ചിലവാണ് വരിക. ഓക്കെ, ടോട്ടൽ കോസ്റ്റിൽ. അതുകൊണ്ട് തന്നെ അത് പ്ലാൻ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മെറ്റീരിയലിൻ്റെ മീനിങ് നോക്കാം. മീനിങ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ എന്താണ് മെറ്റീരിയൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ, വാട്ട് യു മീൻ ബൈ മെറ്റീരിയൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതിൽ വരുന്ന ആൻസേഴ്സാണ് എഴുതേണ്ടത്. ഓക്കെ, വാട്ട് യു മീൻ ബൈ മെറ്റീരിയൽ, മീനിങ് ഓഫ് മെറ്റീരിയൽ. പ്രൊഡക്ഷൻ ഓഫ് എനി ആർട്ടിക്കിൾ വിൽ റിക്വയർ സം ഫോം ഓഫ് മെറ്റീരിയൽ. ഏതൊരു ആർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും, ഏതൊരു ഉൽപ്പന്നം നമുക്ക് ഉണ്ടാക്കണമെങ്കിലും അതിന് മെറ്റീരിയലിൻ്റെ ആവശ്യം ഉണ്ട്. ഓക്കെ, മെറ്റീരിയൽ സബ്സ്റ്റൻസ് ഫ്രം വിച്ച് പ്രൊഡക്റ്റ് ഇസ് മെയ്ഡ്. അതായത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന സബ്സ്റ്റൻസ് ആണ് എന്ത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ. മെറ്റീരിയൽസ് ആർ ബേസിക് സബ്സ്റ്റൻസ് ദാറ്റ് ആർ ട്രാൻസ്ഫോംഡ് ഇൻ ടു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. അതായത് ഒരു സബ്സ്റ്റൻസിനെ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നതാണ് എന്ത് ചെയ്യുന്നത്, മെറ്റീരിയൽസിനെ. ഓക്കെ, അപ്പോൾ മെയിനായിട്ട് റോ മെറ്റീരിയൽസ് എന്നാണ് നമ്മൾ പറയുക, അസംസ്കൃത വസ്തുക്കൾ. മെറ്റീരിയൽസ് ഇൻക്ലൂഡ് ഫോളോയിങ്: റോ മെറ്റീരിയൽസ്, കോമ്പോണൻസ്, കൺസ്യൂമബിൾ സ്റ്റോഴ്സ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ്, ടൂൾസ്, പ്രൈമറി പാക്കിംഗ് മെറ്റീരിയൽസ്. ഓക്കെ, അതായത് റോ മെറ്റീരിയൽസ് വരും, അതായത് ഉള്ളിലടങ്ങിയിരിക്കുന്ന സാധനങ്ങൾ. അപ്പോൾ സ്റ്റീൽ റോ മെറ്റീരിയലാണ്. സ്റ്റീൽ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു കാറിൻ്റെ ബോഡി ഉണ്ടാക്കാം. ഇനി കോമ്പോണൻസ് വരും. ഓക്കെ, അപ്പോൾ കാറിൽ എന്താണ് ഒരുപാട് കോമ്പോണൻസ് ഉണ്ടാവും. അതിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഒരു സ്ക്രീൻ ഉണ്ടാവാം, ഒരു LCD അല്ലെങ്കിൽ LED ഡിസ്പ്ലേ സ്ക്രീൻ ഉണ്ടാവാം, ഒരു ക്യാമറ അറ്റാച്ച്ഡ് ഉണ്ടാവാം. അതൊക്കെ കോമ്പോണൻസ് ആണ് കാറിൻ്റെ. ഓക്കെ, അപ്പോൾ അത്തരം സാധനങ്ങൾ വരും. പിന്നെ കൺസ്യൂമബിൾ സ്റ്റോഴ്സ് ഉണ്ടാവാം. ഓക്കെ, മറ്റെന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാവാം. പിന്നെ മെയിൻ്റനൻസ് മെറ്റീരിയൽസ് ഉണ്ടാവാം, മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ്. ഇപ്പോൾ കാറിൻ്റെ കേസൊക്കെ പറയുകയാണെങ്കിൽ എന്താണ് അത് ടൂൾസും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ എന്താണ് അതിലുണ്ടാവാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്താണ് പ്രൈമറി അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസ്. മറ്റ് ചില പ്രൊഡക്റ്റുകളാണെങ്കിൽ, ചെറിയ ചെറിയ പ്രൊഡക്റ്റുകളൊക്കെ ആണെങ്കിൽ അതിൻ്റെ പാക്കിംഗ് മെറ്റീരിയൽസും അതിൽ വരും. ഓക്കെ, അപ്പോൾ അത് കാറ് പോലത്തെ പ്രൊഡക്റ്റുകൾക്കല്ല, ചെറിയ പ്രൊഡക്റ്റുകൾക്കൊക്കെ എന്താണ് പാക്കിംഗ് മെറ്റീരിയൽസ് വരും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് മെറ്റീരിയൽസിൽ അടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ. നോട്ട് ചെയ്ത് വെക്കുക. പ്രൊഡക്ഷൻ എത്ര എഴുതിയാൽ മതി മെറ്റീരിയൽ എന്താണെന്നുള്ളത് ചോദിക്കുകയാണെങ്കിൽ. ഓക്കെ, സൈഡ് ഹെഡിങ് നോക്കാം. സ്റ്റോർസ് ഇവിടെ കൊടുത്തിരിക്കുന്നു, കൺസ്യൂമബിൾ സ്റ്റോർസ് എന്നുള്ളത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണെന്നുള്ളത്. സ്റ്റോർസ് ഇൻക്ലൂഡ് നോട്ട് ഓൺലി റോ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ പ്രൊഡക്ഷൻ ബട്ട് ഓൾസോ അതർ ഐറ്റംസ് ഹെൽഡ് ഇൻ സ്റ്റോക്ക് ഇൻ ദ സ്റ്റോർ റൂം സച്ച് ആസ് കോമ്പോണൻസ്, ടൂൾസ്, പാറ്റേൺസ്, മെയിൻ്റനൻസ് മെറ്റീരിയൽസ്, കൺസ്യൂമബിൾ സ്റ്റോർസ് എക്സെട്ര. അപ്പോൾ സ്റ്റോർസ് എന്ന് വെച്ചാൽ മാനുഫാക്ചറിങ്ങിന് യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് മാത്രമല്ല, വിൽക്കാൻ വെച്ചിരിക്കുന്ന ഐറ്റംസ് ആവാം, മറ്റു കോമ്പോണൻസ് ആവാം. അതായത് സ്റ്റോറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങൾ, കൺസ്യൂം ചെയ്യാൻ സ്റ്റോറിൽ വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് ഈ കൺസ്യൂമബിൾ സ്റ്റോർ. ഓക്കെ, അത് ചിലപ്പം റോ മെറ്റീരിയൽസ് ആവാം, ഓയിൽസ് ആവാം, അങ്ങനെ ലൂബ്രിക്കൻസ് ആവാം, എന്ത് തരം ഐറ്റംസും ആവാം. ഓക്കെ, അപ്പോൾ ഈ ഉദാഹരണങ്ങളാണ് പ്രധാനമായിട്ടും എന്തിൽ വരിക, സ്റ്റോറിൽ വരിക. ഓക്കെ, അപ്പോൾ സ്റ്റോറിൽ എന്താണ് സ്റ്റോക്ക് ഇൻ പ്രോഗ്രസും വരും, അതേപോലെ ഫിനിഷ്ഡ് ഗുഡ്സും വരും. ഓക്കെ, അടുത്ത സൈഡിലേക്ക് നോക്കാം. ഇൻവെൻട്രി. അപ്പോൾ എന്താണ് ഇൻവെൻട്രി എന്ന് വെച്ചാൽ, ഓക്കെ, ഫോർ സ്മൂത്ത് റണ്ണിങ് എവറി എൻ്റർപ്രൈസ് നീഡ്സ് ഇൻവെൻട്രി. അതായത് ഒരു സ്ഥാപനത്തിൻ്റെ സുഗമമായ മുന്നോട്ട് പോകലിന് ഇൻവെൻട്രി അത്യാവശ്യമാണ്. ദ ടേം ഇൻവെൻട്രി ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ഫ്രഞ്ച് വേർഡ് ഇൻവെൻറ്റയർ ആൻഡ് ദ ലാറ്റിൻ വേർഡ് ഇൻവെൻറ്റോറിയം. ബോത്ത് മീൻ എ ലിസ്റ്റ് ഓഫ് തിങ്സ് ഫൗണ്ട്. അതായത് ഒരു ലിസ്റ്റ് ഓഫ് തിങ്സിൻ്റെ പേരാണ്, അതാണ് സൂചിപ്പിക്കുന്നത് ഇൻവെൻട്രി എന്ന വേർഡ്. ഓക്കെ, ദ ഡിക്ഷണറി മീനിങ് ഓഫ് ഇൻവെൻട്രി ഈസ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഓർ ലിസ്റ്റ് ഓഫ് ഗുഡ്സ്. ദ ടേം ഇൻവെൻട്രി simply refers to stock. In a manufacturing firm, inventory include stock of raw material, work in progress, finished goods and stores. In short, inventory includes stock of materials and store. അപ്പോൾ അതായത് മെറ്റീരിയൽസിൻ്റെ സ്റ്റോക്കും അത് സ്റ്റോറും കൂടി ചേർന്നതാണ് എന്ത് ഇൻവെൻട്രി എന്ന് വെച്ചാൽ. അപ്പോൾ അതിൽ റോ മെറ്റീരിയൽ വരും, വർക്ക് ഇൻ പ്രോഗ്രസ് വരും, ഫിനിഷ്ഡ് ഗുഡ്സ് വരും, അതേപോലെ സ്റ്റോറും വരും. ഓക്കെ, ഇനി മെറ്റീരിയലിൻ്റെ ക്ലാസിഫിക്കേഷനാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ഫ്രം ദ കോസ്റ്റ് അക്കൗണ്ടിങ് പോയിന്റ് ഓഫ് വ്യൂ, മെറ്റീരിയൽ may be classified into two, which is direct and indirect. Direct materials are those materials which are directly entering into production and become a finished good. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു, സ്റ്റീൽ ഈസ് എ ഡയറക്റ്റ് മെറ്റീരിയൽ വൈൽ പ്രൊഡ്യൂസിങ് എ കാർ ചേസ്. അതായത് കാറിനൊരു ചേസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, കാറിനൊരു ബോഡി പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്റ്റീൽ എന്താണ്, ഇറ്റ്സ് എ ഡയറക്റ്റ് മെറ്റീരിയൽ യൂസ്ഡ്. ഓക്കെ, അപ്പോൾ അതിൽ കാണാം നമുക്ക്. അതേമാതിരി വുഡ് ഈസ് എ ഡയറക്റ്റ് മെറ്റീരിയൽ വൈൽ മേക്കിംഗ് എ ഫേർണിച്ചർ. അതായത് ഒരു ഫേർണിച്ചർ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ എന്താണ്, വുഡ്
അല്ലെങ്കിൽ എന്താണ് മരം അതിൽ എന്താണ് നമുക്ക് കാണാവുന്ന ഒരു സാധനമാണ്, ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്ത സാധനമാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഡയറക്റ്റ് മെറ്റീരിയൽസ് എന്ന് വെച്ചാൽ. ഓക്കെ, ലെതർ ഇൻ ഷൂ മേക്കിംഗ്, wood in furniture, raw cotton in textiles, steel in machinery or car, jute in gunny bags, etc. are examples. Primary packing materials are also treated as direct materials. അതായത് പ്രൈമറി ആയിട്ട് യൂസ് ചെയ്യുന്ന പാക്കിംഗ് മെറ്റീരിയൽസ് എന്താണ് ഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ട് ചിലപ്പോൾ കൂട്ടാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ഈസ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽസ്. ദർ ആർ 2 types of materials. One is direct and the next one is indirect. അപ്പോൾ എന്താണ് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ എന്ന് നോക്കാം. Indirect materials are those materials which cannot be directly charged to a product, job or process. These generally do not form a part of finished product. They are used in very small quantity and for very small value. Some of the examples of indirect materials are sewing thread in dress making, nails in furniture, shoe making, glue in book binding, nuts, pins, screws, consumable stores, oil, ഗ്രീസ്, പ്രിൻറ്റിംഗ് ആൻഡ് സ്റ്റേഷനറി മെറ്റീരിയൽ എക്സെട്ര. അതായത് എന്താണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഭാഗമായിട്ട് കൂട്ടാൻ പറ്റാത്ത മെറ്റീരിയൽസ്. അതായത് ഒരു ഫർണിച്ചർ ഉണ്ടാക്കുമ്പോൾ അതിൽ യൂസ് ചെയ്യുന്ന സ്ക്രൂകൾ അതൊരു ഡയറക്റ്റ് മെറ്റീരിയൽ അല്ല, അത് ഇൻഡയറക്റ്റ് മെറ്റീരിയൽ ആയിട്ടാണ് പരിഗണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഡയറക്റ്റ് മെറ്റീരിയലും ഇൻഡയറക്റ്റ് മെറ്റീരിയലും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ദ നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ഈസ് മെറ്റീരിയൽ കൺട്രോൾ ഓർ ഇൻവെൻട്രി കൺട്രോൾ. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ് മെറ്റീരിയൽ കൺട്രോൾ, ഇൻവെൻട്രി കൺട്രോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മെറ്റീരിയൽ കൺട്രോൾ എന്ന് നോക്കാം. ഇൻ ഓൾമോസ്റ്റ് ഓൾ മാനുഫാക്ചറിംഗ് കൺസേൺസ് മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യൂട്ട് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ടോട്ടൽ കോസ്റ്റ്. മെറ്റീരിയൽ ഈസ് ഈക്വൽ ടു മണി. Therefore, there should be a proper system of material control to minimize the cost of production. അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട്, അതായത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞാലേ ഓവറോൾ എന്താണ് ആ സാധനത്തിൻ്റെ വില കുറയുള്ളൂ. വില കുറഞ്ഞെങ്കിൽ എന്തുള്ളൂ നല്ല രീതിക്ക് അത് മാർക്കറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഓവർ പ്രൈസ് വന്ന സാധനങ്ങൾ എന്താണ് മാർക്കറ്റ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മിനിമൈസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മെറ്റീരിയൽ എന്താണ് ഏറ്റവും കൂടുതൽ ശതമാനം, ഒരു ടോട്ടൽ കോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ശതമാനം വരുന്നത് മെറ്റീരിയലിൻ്റെ ചിലവാണ്. ഓക്കെ, സോ ദ മീനിങ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ സിംപ്ലി റെഫേഴ്സ് ടു കൺട്രോൾ ഓവർ മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നത് തന്നെയാണ് മെറ്റീരിയൽ കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റം which ensures the provision of right quantity of materials to right quality at the right time and place at minimum cost. അതായത് ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും ആവശ്യമുള്ള മെറ്റീരിയൽസ് ഏറ്റവും അനുയോജ്യമായ സമയത്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ് മെറ്റീരിയൽ കൺട്രോളിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിന്റ് നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, ഇതും കൂടി ഒന്ന് നിങ്ങളുടെ ആൻസറിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ദർ ആർ 5 R's. ഓക്കെ, ദർ ആർ 5 R's ഇൻവോൾവ് ഇൻ എഫിഷ്യൻറ്റ് മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റം. മെറ്റീരിയൽ കൺട്രോൾ സിസ്റ്റത്തിന് ദർ ആർ 5 R's. ദ ഫസ്റ്റ് R is right quantity, the second R is right quality, the third R is right price, the fourth R is right time, the fifth R is right source. Okay, right quantity, right quality, right price, right time and right source. These are the 5 R's involved in material control. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സൈഡ് ഹെഡിങ് ശ്രദ്ധിക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ എന്നുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ, അല്ലെങ്കിൽ നീഡ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ, അല്ലെങ്കിൽ നീഡ് ഫോർ ഇൻവെൻട്രി കൺട്രോൾ എന്നും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിലിവിടെ ഓൾമോസ്റ്റ് 8 പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഏതെങ്കിലും ഒരു 6 പോയിന്റ് നിങ്ങൾ എന്തായാലും പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഓരോ പോയിന്റായി നോക്കാം. ഇറ്റ് എൻഷോർസ് കണ്ടിന്യൂസ് സപ്ലൈ ഓഫ് റിക്വയർഡ് മെറ്റീരിയൽ സോ ദാറ്റ് ദർ ഇസ് നോ പ്രൊഡക്ഷൻ ഡിലേ. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ ചെയ്തെങ്കിലുള്ളൂ പ്രൊഡക്ഷൻ ഡിലേ വരാത്ത രീതിയിൽ മെറ്റീരിയലിൻ്റെ സപ്ലൈ കൃത്യമായിട്ടും ഫാക്ടറിയിലേക്ക് പോവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ എന്താണ് സപ്ലൈ മുടങ്ങിപ്പോവും, അതും മറ്റ് ചിലവുകൾ ഉണ്ടാക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇറ്റ് മിനിമൈസസ് വേസ്റ്റേജ്, പിൽഫറേജ് ആൻഡ് സോ ഓൺ. അതായത് മെറ്റീരിയൽ നിയന്ത്രിച്ച് കഴിഞ്ഞാൽ അത് വേസ്റ്റ് കുറയ്ക്കും, വേസ്റ്റ് കുറച്ചാൽ ചിലവ് കുറയും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ലീഡ്സ് ടു എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ ഇതുകൊണ്ട് സഹായിക്കും. കാര്യം ഫണ്ട് മെറ്റീരിയലിൽ അധികം പാഴായി പോയിട്ടില്ലെങ്കിൽ അത് മറ്റ് കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. നാലാമത്തെ പോയിന്റ്, ഇറ്റ് റെഡ്യൂസസ് ദ എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ടൈഡ് അപ്പ് ഇൻ ഇൻവെൻട്രീസ്. ഇൻവെൻട്രിയിൽ കുടുങ്ങിക്കിടക്കുന്ന ക്യാപിറ്റൽ എന്താണ് റെഡ്യൂസ് ചെയ്യപ്പെടും. ഓക്കെ, ഇനി അതായത് ഇൻവെൻട്രി അനാവശ്യമായിട്ട് വാങ്ങി വെച്ചാൽ വലിയൊരു തുക അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ എന്താണ് ആ ഇൻവെൻട്രി വിറ്റ് പോകുന്നത് വരെ ആ പൈസ അവിടെ ലോക്കായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാൻ ഇത് സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ് എന്താണ്, ഇത് സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കും. കാര്യം ആവശ്യത്തിലുള്ള മെറ്റീരിയൽ മാത്രമേ വാങ്ങുള്ളൂ. അപ്പോൾ കൂടുതലായിട്ട് ഗോഡൗണുകളൊന്നും ആവശ്യം വരില്ല, അത് കുറയും. പിന്നെ പറയുന്നത് ഇറ്റ് എൻഷോർസ് എഫിഷ്യൻറ്റ് ആൻഡ് ഒപ്റ്റിമം യൂസ് ഓഫ് റിസോഴ്സസ്. അതായത് റിസോഴ്സ് കൃത്യം ഒപ്റ്റിമം യൂസ്, അത് ഏറ്റവും ആവശ്യമുള്ള രീതിയിൽ മാത്രമേ റിസോഴ്സ് യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇറ്റ് എൻഷോർസ് മെയിൻ്റനൻസ് ഓഫ് പ്രോപ്പർ ആൻഡ് അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് ഓഫ് ഇൻവെൻട്രി. ഇൻവെൻട്രിയുടെ അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് എന്നാണ് കൃത്യമായിട്ടിത് സൂക്ഷിക്കും. ഓക്കെ, ലാസ്റ്റ് പോയിന്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ്.
ടു എനേബിൾ ഇറ്റ് ടു ടേക്ക് ഇൻവെൻട്രി ഡിസിഷൻസ്, അതായത് ഇൻവെൻട്രിയെക്കുറിച്ച് എത്ര ഇൻവെൻട്രീസ് വേണം എന്നതിനെക്കുറിച്ചുള്ള ഡിസിഷൻ മാനേജ്മെൻറ്റ് എടുക്കാനായിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദീസ് ആർ ദ ഇമ്പോർട്ടൻസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ, മെറ്റീരിയൽ കോസ്റ്റ് കൺട്രോൾ ഓർ നീഡ് ഫോർ മെറ്റീരിയൽ കൺട്രോൾ. നെക്സ്റ്റ് സൈഡ് ഹെഡിങ് നമുക്കൊന്ന് പരിശോധിക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി കൺട്രോൾ. മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്, മെറ്റീരിയൽ അല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോളിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്, ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ആർ സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നു എന്തൊക്കെയാണ് ഈ മെറ്റീരിയൽ കൺട്രോളിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്നുള്ളത്. അതിൽ ആദ്യത്തെ പോയിന്റ് പറയുന്നത് ഇറ്റ് ടു എൻഷുർ കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽസ് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, അത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ട് എന്താണ് പ്രൊഡക്ഷൻ ഡിലേ ആയി പോവില്ല. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. പ്രൊഡക്ഷന് വേണ്ടിയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, മെറ്റീരിയൽ ഫ്ലോ ചെയ്യുക, അത് സപ്ലൈ ചെയ്യുക. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ടു അവോയ്ഡ് അണ്ടർ ഓർ ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽസ് ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. അതായത് സ്റ്റോക്ക് കുറയാനും പാടില്ല, സ്റ്റോക്ക് അമിതമാവാനും പാടില്ല. അപ്പോൾ ഇറ്റ് അവോയ്ഡ്സ് അണ്ടർ ആൻഡ് ഓവർ സ്റ്റോക്കിംഗ് ഓഫ് മെറ്റീരിയൽ ഫോർ യൂസ് ഇൻ പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോയിന്റ് ടു മിനിമൈസ് വേസ്റ്റേജസ് ആൻഡ് ലോസസ് ഓഫ് മെറ്റീരിയൽസ് ഇൻ ദ കോഴ്സ് ഓഫ് പർച്ചേസ്. അതായത് വേസ്റ്റേജ് കുറയ്ക്കുക, അതേമാതിരി ലോസ് കുറയ്ക്കുക. ഇനി നാലാമത്തെ പോയിന്റ് ടു എൻഷുർ ദ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽസ് ഓഫ് ദ റിക്വയർഡ് ക്വാളിറ്റി അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ പ്രൈസ്. ഏറ്റവും കുറഞ്ഞ ചിലവിൽ ഏറ്റവും ആവശ്യമുള്ള മെറ്റീരിയൽ മാത്രം റിക്വയർഡ് ക്വാളിറ്റിയിൽ എന്ത് ചെയ്യുക, എത്തിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ നാലാമത്തെ ഒബ്ജക്റ്റീവായിട്ട് പറയുന്നത്. പോയിന്റ് ടു പ്രൊവൈഡ് റിക്വയർഡ് ഇൻഫർമേഷൻ ടു മാനേജ്മെൻറ്റ് റിഗാർഡിംഗ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ മാനേജ്മെൻറ്റിന് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ആറാമത്തെ പോയിന്റ് ടു എൻഷുർ എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. മെറ്റീരിയൽസ് വേസ്റ്റേജ് വരാതെ എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഏഴാമത്തെ പോയിന്റ് ടു എൻഷുർ പ്രോപ്പർ സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസ് കൃത്യമായിട്ടും സേഫായിട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഏഴാമത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് ടു എൻഷുർ ബെറ്റർ സർവീസസ് ടു കസ്റ്റമേഴ്സ്. കസ്റ്റമേഴ്സിന് ബെറ്റർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് എൻഷുർ ചെയ്യുക. അപ്പോൾ 8 പോയിന്റ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട്, അപ്പോൾ അതിലേതെങ്കിലും ഒരു 6 നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് സൈഡ് ഹെഡിങ് എസെൻഷ്യൽസ് ഓർ റിക്വയർമെൻറ്റ്സ് ഓർ പ്രിൻസിപ്പിൾസ് ഓഫ് സൗണ്ട് സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അതായത് മെറ്റീരിയൽ കൺട്രോളിൻ്റെ സൗണ്ട് സിസ്റ്റം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരോഗ്യകരമായ സിസ്റ്റം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സൗണ്ട് സിസ്റ്റം എന്നുള്ളത് കൺഫ്യൂഷൻ വരേണ്ട. അത് മെറ്റീരിയൽ കൺട്രോൾ നല്ല രീതിക്ക് നടക്കണമെന്നുണ്ടെങ്കിൽ എന്തൊക്കെ എസെൻഷ്യൽസ് ആണ്, റിക്വയർമെൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് വേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പോയിന്റ് ദർ ഷുഡ് ബി പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ എമംഗ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്, സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, റിസീവിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ ഒരു പ്രോപ്പർ കോർഡിനേഷൻ ആൻഡ് കോഓപ്പറേഷൻ വേണം. ഓക്കെ, ഇത് തമ്മിൽ എന്താണ്, ഒരു ഐക്യം വേണം, അതേപോലെ തന്നെ ഒരു സംയോജനം വേണം. രണ്ടാമത്തെ പോയിന്റ് പർച്ചേസസ് ഷുഡ് ബി മെയ്ഡ് ബൈ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു പർച്ചേസുകൾ ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റുകളിലൂടെ നടക്കാൻ പാടുള്ളൂ. ഓക്കെ, അല്ലാതെ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും വാങ്ങരുത്. പർച്ചേസസ് ഷുഡ് ബി മെയ്ഡ് ബൈ എ സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ അത് എല്ലാവരും അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ അത് ഒരു സെൻട്രലൈസ്ഡ് ഡിപ്പാർട്ട്മെൻറ്റ് ആയിരിക്കണം അത് ചെയ്യേണ്ടത്. തേർഡ് പോയിന്റ് ഈസ് ദർ ഷുഡ് ബി എ പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ്. മെറ്റീരിയൽസിനെ പ്രോപ്പറായിട്ട് ക്ലാസിഫൈ ചെയ്യണം, തരംതിരിക്കണം, അത് കോഡിഫൈ ചെയ്യണം. അപ്പോൾ തരംതിരിക്കുന്ന മെറ്റീരിയൽസിനെ ഓരോന്നിനും ഓരോ കോഡ് വെച്ചിരുന്നാണ് കൃത്യമായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അതിനെന്താണ് കോഡുകൾ കൊടുക്കുകയും വേണം. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ പോയിൻ്റായിട്ട് പറയുന്നത്. നാലാമത്തെ പോയിന്റ് ദർ ഷുഡ് ബി എ സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇൻസ്പെക്ഷനായിട്ടൊരു സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വേണം. അഞ്ചാമത്തെ പോയിന്റ് സ്റ്റാൻഡേർഡ് ഫോം ഷുഡ് ബി യൂസ്ഡ് ഫോർ ഓർഡേഴ്സ്, റിക്വസിഷൻസ് എക്സെട്ര. അതായത് ഓർഡർ കൊടുക്കാനും അതേപോലെ റിക്വസ്റ്റ് ചെയ്യാനൊക്കെ തന്നെ ദർ ഷുഡ് ബി എ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, ഇനി ആറാമത്തെ പോയിന്റ് മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ഷുഡ് ബി പ്രോപ്പർലി പ്ലാൻഡ്. മെറ്റീരിയൽ റിക്വയർമെൻറ്റ് പ്രോപ്പറായിട്ടും പ്ലാൻ ചെയ്തിരിക്കും. നെക്സ്റ്റ് പോയിന്റ് മെറ്റീരിയൽസ് ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് ദ റൈറ്റ് ടൈം. മെറ്റീരിയൽസ് കൃത്യമായ സമയത്തായിരിക്കണം പർച്ചേസ് ചെയ്യേണ്ടത്. എട്ടാമത്തെ പോയിന്റ് ദേ ഷുഡ് ബി എ പ്രോപ്പർ സിസ്റ്റം ഓഫ് ഇൻറ്റേർണൽ ചെക്ക്. അതായത് ഒരു പ്രോപ്പർ ഇൻറ്റേർണൽ ചെക്കിന് ഒരു പ്രോപ്പർ സിസ്റ്റം വേണം. സോ ദാറ്റ് ഓൾ ട്രാൻസാക്ഷൻസ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽസ് ആർ ഓട്ടോമാറ്റിക്കലി ചെക്ക്ഡ്. അപ്പോൾ എല്ലാ ട്രാൻസാക്ഷനും ഓട്ടോമാറ്റിക്കായിട്ട് ചെക്ക് ചെയ്യണം. ഇനി ഒൻപതാമത്തെ പോയിന്റ് ദ പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഷുഡ് ബി ഓപ്പറേറ്റഡ് സോ ദാറ്റ് അപ് ടു ഡേറ്റ് ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ അബൌട്ട് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ സ്റ്റോക്ക്. അതായത് ദർ ഷുഡ് ബി എ പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അതായത് എപ്പോഴും നമ്മൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓരോ ഇൻവെൻട്രി എടുക്കുമ്പോൾ അത് അപ്പം തന്നെ രേഖപ്പെടുത്തുന്ന രീതിയിൽ കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് ഇൻവെൻട്രി സിസ്റ്റം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അപ്പോഴേ എന്താണ് കൃത്യമായിട്ടുള്ള വിവരം കിട്ടുള്ളൂ.
കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ട് ഒന്ന് ഇൻവെൻട്രി ചെക്ക് ചെയ്താൽ മാത്രം പോരാ, ദിവസം നടക്കുന്ന കാര്യങ്ങൾ അന്നൊന്ന് ചെക്ക് ചെയ്യണമെന്നാണ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 10ാമത്തെ പോയിന്റ്, അപ്രോപ്രിയേറ്റ് ആൻഡ് സൂട്ടബിൾ റെക്കോർഡ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ് ടു കൺട്രോൾ പർച്ചേസസ്, ഇഷ്യൂസ്, യൂട്ടിലൈസേഷൻ ഓഫ് സ്റ്റോഴ്സ്. അതായത് കൃത്യമായിട്ട് അപ്രോപ്രിയേറ്റ് ആൻഡ് സൂട്ടബിൾ റെക്കോർഡ്സ് ഷുഡ് ബി മെയിൻറ്റെയിൻഡ്. കൃത്യമായ റെക്കോർഡ്സ് എന്താണ് മെയിൻറ്റെയിൻ ചെയ്യണം. The 11th point is a suitable method of pricing materials issues is essential. അതായത് pricing material issues ഒരു suitable method എന്താണ് essential. 12th point is the storage of all materials should be well planned. So the storage should be well planned. ഓക്കെ, അത് കൃത്യമായിട്ട് പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കണം മെറ്റീരിയൽസ് സ്റ്റോർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ചിലപ്പോൾ എന്താണ് എല്ലാ അപാകതകൾ വരാൻ ചാൻസ് ഉണ്ട്. 13ാമത്തെ പോയിന്റ്, ലാസ്റ്റ് പോയിന്റ്, the various stock levels like minimum, maximum, etc. should be fixed for each item of material. മിനിമം ലെവൽ, മാക്സിമം ലെവൽ പോലുള്ള കാര്യങ്ങളൊക്കെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കണം. എത്ര ലെവൽ എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, ഒരു സ്റ്റോക്കിൻ്റെ മിനിമം ലെവൽ എത്ര വരെ പാടുള്ളൂ, മാക്സിമം എത്ര വരെ പാടുള്ളൂ, അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. കാര്യം മിനിമം ആയി കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് സ്റ്റോക്ക് എടുക്കണം, അതേപോലെ മാക്സിമം വെച്ച് കഴിഞ്ഞാൽ പിന്നെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇതിനൊരു ലെവൽ സെറ്റ് ചെയ്ത് വെക്കണം, സ്റ്റോക്ക് എത്ര മാക്സിമം വെക്കാം, എത്ര മിനിമം വെക്കണം എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കുക, നെക്സ്റ്റ് വൺ ഈസ് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്. മെറ്റീരിയൽ കൺട്രോളിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളതാണ്. സോ മെറ്റീരിയൽ കൺട്രോൾ ഇസ് എ പ്രോസസ് വിച്ച് സ്റ്റാർട്ട്സ് ഫ്രം പർച്ചേസിങ് ആൻഡ് വിച്ച് എൻഡ്സ് ഇൻ ഇഷ്യൂ. ഓക്കെ, പർച്ചേസിങ് കഴിഞ്ഞിട്ട് അത് റിസീവ് ചെയ്യുക, അത് സ്റ്റോർ ചെയ്യുക, അത് ഇഷ്യൂ ചെയ്യുക. അതാണ് ശരിക്കും മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ് എന്ന് വെച്ചാൽ. ദ പ്രോസസ് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഇൻവോൾവ്സ് പർച്ചേസിങ്, റിസീവിംഗ്, സ്റ്റോറേജ് ആൻഡ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽസ്. ഇൻ അതർ വേർഡ്സ്, ദ മെറ്റീരിയൽ കൺട്രോൾ ഇൻവോൾവ് ദ എഫിഷ്യൻറ്റ് ഫംഗ്ഷനിങ് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ്. ഈ താഴെ കൊടുത്തിരിക്കുന്ന ഫംഗ്ഷൻസിൻ്റെ എഫിഷ്യൻറ്റ് ഫംഗ്ഷനിങ് ആണ് മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ് എന്ന് വെച്ചാൽ. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ ദ മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ് ഈസ് പർച്ചേസിങ്. ഓക്കെ, അപ്പോൾ പർച്ചേസിങ്ങിനെ കുറിച്ചാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. പർച്ചേസിങ് ഇസ് എൻ ആർട്ട്. റോങ് പർച്ചേസസ് ഇൻക്രീസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. Therefore, the function of purchasing should be effectively and efficiently performed. An efficient purchasing ensures the procurement of materials of the right quality in the right quantity at the right time from the right source and at the right price. Okay, പർച്ചേസിങ് എന്ന് വെച്ചാൽ ഒരു ആർട്ടാണ്. റോങ് പർച്ചേസസ് എന്താണ്, അത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ വർദ്ധിപ്പിക്കും. അപ്പോൾ കൃത്യമായ ക്വാളിറ്റിയിൽ, കൃത്യമായ ക്വാണ്ടിറ്റിയിൽ, കൃത്യമായ സമയത്ത്, കൃത്യമായ സോഴ്സിൽ നിന്നും കൃത്യമായ എന്താണ് വിലയ്ക്കായിരിക്കണം സാധനം. മെറ്റീരിയൽ കൺട്രോൾ പ്രോസസ്സിൽ ദ ഫസ്റ്റ് പ്രോസസ് വാസ് പർച്ചേസിങ്. ഓക്കെ, അപ്പോൾ എന്താണ് പർച്ചേസിങ് എന്ന് നോക്കാം. പർച്ചേസിങ് ഇസ് എൻ ആർട്ട്. റോങ് പർച്ചേസസ് ഇൻക്രീസസ് ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. Therefore, the function of purchasing should be effectively and efficiently performed. An efficient purchasing ensures the procurement of materials to the right quality, in the right quantity, at the right time, from the right source and at the right price. അതായത് കൃത്യമായ ക്വാളിറ്റിയിൽ, കൃത്യമായ ക്വാണ്ടിറ്റിയിൽ, അതേപോലെ കൃത്യമായ സമയത്ത്, കൃത്യമായ സോഴ്സിൽ നിന്ന് കൃത്യമായ വിലയ്ക്ക് സാധനം വാങ്ങുന്നതാണ് ഇമ്പോർട്ടൻറ്റ്. എന്നെങ്കിൽ മാത്രമേ നമുക്ക് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കുറയ്ക്കാൻ സാധിക്കുള്ളൂ. ഓക്കെ, സോ ദേ ഷുഡ് ബി right quality in the right quantity at the right time from the right source and at the right price. Okay, so purchasing is an art. അപ്പോൾ അത് നോക്കി വെക്കുക. There are two types of purchasing. The first one is centralized purchasing and the second one is decentralized purchasing. Okay, അപ്പോൾ എന്താണ് centralized purchasing എന്ന് നോക്കാം. Centralized purchasing or centralized buying. In a large concern, usually there will be separate department called purchase department to purchase the material. The purchase department will purchase materials for the entire organization. അതായത് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൊത്തത്തിലുള്ള ഓർഗനൈസേഷന് വേണ്ടിയുള്ള പർച്ചേസിന് വേണ്ടിയിട്ട് there should be a dedicated department. Such a department is called purchase department. അപ്പോൾ അത്തരം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉള്ള സ്ഥാപനമാണെങ്കിൽ it is called centralized purchasing. കാരണം പർച്ചേസിങ് ഫുൾ എന്താണ്, ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നോക്കിക്കോളും. This is called centralized purchasing. Thus, centralized purchasing means purchasing for the whole organization by a single purchase department. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങളുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിന്റ് മാത്രം നോട്ട് ചെയ്ത് വെക്കുക. ഇഫ് യു ഹാവ് ബീൻ ആസ്ക്ഡ് അബൌട്ട് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്, റൈറ്റ് ദിസ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത സൈഡ് ഹെഡിങ് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, centralized purchasing is generally preferred because it has the following advantages. The advantages are efficient buying on account of specialized knowledge and skill in the art of purchasing. അതായത് there's a dedicated department for purchasing, so they will be skilled and they will have much knowledge about purchasing. Okay, അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ പർച്ചേസിങ്ങിനായിട്ട് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് സ്കില്ലുണ്ടാവും, അതേപോലെ അവർക്ക് നോളേജും ഉണ്ടാവും. ഓക്കെ,
ദ സെക്കൻഡ് പോയിന്റ് ഈസ് അഡ്വാൻറ്റേജസ് ഓഫ് ബൾക്ക് പർച്ചേസ്. അതായത് ഒരു ബൾക്കായിട്ടുള്ള പർച്ചേസിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ടാവും. അല്ല, അപ്പോൾ ഭീമമായിട്ട് നമ്മൾ വാങ്ങുമ്പോൾ, ഹോൾസെയിലായിട്ട് വാങ്ങുമ്പോൾ എന്താണ്, അതിന് അതിൻ്റേതായിട്ടുള്ള കോസ്റ്റ് എഫിഷ്യൻസി അല്ലെങ്കിൽ പ്രൈസ് കുറയും. ഇനി മൂന്നാമത്തെ പോയിന്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് പർച്ചേസ്. അതായത് പർച്ചേസിൻ്റെ കോസ്റ്റ് എന്താണ്, കുറയും. ദ ഫോർത്ത് പോയിന്റ് ഈസ് എൻഷുവേഴ്സ് യൂണിഫോം ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ്. അതായത് ദ മെറ്റീരിയൽസ് ഷുഡ് ബി യൂണിഫോംലി ഇൻ ക്വാളിറ്റി. ഓക്കെ, അതായത് എല്ലാത്തിനും ഒരേ ക്വാളിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഇനി അഞ്ചാമത്തെ പോയിന്റ് എക്സസൈസസ് എഫക്റ്റീവ് കൺട്രോൾ ഓവർ ഇൻവെൻട്രീസ്. അതായത് ഇൻവെൻട്രീസിൻ്റെ പുറത്തൊരു എഫക്റ്റീവ് കൺട്രോൾ ഇത് എക്സസൈസ് ചെയ്യാൻ സഹായിക്കും. The sixth point is involves less clerical work because all records relating to purchases are kept at one place. അപ്പോൾ പർച്ചേസുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എല്ലാ റെക്കോർഡുകളും എന്താണ്, ഒരു സ്ഥലത്തായിരിക്കും സൂക്ഷിക്കുക. The seventh point is avoids problem of overstocking and understocking of materials. അതായത് മെറ്റീരിയൽസ് ഓവർ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നതും അണ്ടർ സ്റ്റോക്ക് ചെയ്യപ്പെടുന്നതും എന്താണ്, കുറയ്ക്കും. അപ്പോൾ ഓവർ സ്റ്റോക്കും വരില്ല, അണ്ടർ സ്റ്റോക്കും വരില്ല. അപ്പോൾ അതിൻ്റെ ചിലവ് എന്താണ്, കുറഞ്ഞു കിട്ടും. ഓക്കെ, സോ ദീസ് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസ്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അതായത് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം വരാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കാം. ഹ്യൂജ് കോസ്റ്റ് ആർ റിക്വയർഡ് ടു സെറ്റപ്പ് ആൻഡ് മെയിൻറ്റെയിൻ ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് എന്താണ്, സെറ്റപ്പ് ചെയ്ത് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വലിയ ചിലവുണ്ട്. അപ്പോൾ അത്തരം ഡിപ്പാർട്ട്മെൻറ്റ് വെക്കണം, അവിടെ സ്റ്റാഫിനെ നിയമിക്കണം, അപ്പോൾ അതിൻ്റെതായ ചിലവുകൾ. അപ്പോൾ ഇറ്റ് ഈസ് കോസ്റ്റ്ലി. സെക്കൻഡ് പോയിന്റ് ഈസ് ഇറ്റ് മേ കോസ്റ്റ് ഡിലേ ഇൻ ഗെറ്റിംഗ് ദ മെറ്റീരിയൽ. അപ്പോൾ എല്ലാം നമുക്ക് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്ത് പോയിട്ട് അല്ലെങ്കിൽ അവിടുന്ന് അനുമതി കിട്ടിയിട്ടേ ഇത് വാങ്ങാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്തരം ഒരു ബുദ്ധിമുട്ട് എന്താണ് ഇതിന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിലേ വരാൻ ചാൻസ് ഉണ്ട്. മൂന്നാമത്തെ പോയിന്റ് ഇറ്റ് ഈസ് നോട്ട് സൂട്ടബിൾ ഫോർ പ്ലാന്റ്സ് ഓർ ബ്രാഞ്ചസ് ലൊക്കേറ്റഡ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ് വിച്ച് ആർ ഫാർ ആൻഡ് വൈഡ്. അതായത് ഒരുപാട് ബ്രാഞ്ചസ് ഉള്ളൊരു സ്ഥാപനമാണെങ്കിൽ ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ ടു ഹാവ് എ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പ്ലാൻ അതേപോലെ ഒരുപാട് ബ്രാഞ്ചസ് ഒക്കെ ഉള്ളൊരു സ്ഥാപനമാണെങ്കിൽ ഒരു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് മേ റിസൾട്ട് ഇൻ റോങ് പർച്ചേസസ്. അതായത് ഒരു പർച്ചേസുകൾ റോങ് ആയി പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു എൻജോയ് ദ ബെനിഫിറ്റ്സ് ഓഫ് ലോക്കൽ പർച്ചേസ്. അതായത് ലോക്കലി അടുത്തുനിന്ന് പോയി വാങ്ങേണ്ട ബെനിഫിറ്റ് എന്താണ്, ഇത് കുറയ്ക്കും. കാര്യം എല്ലാവരും ഇങ്ങനെ ഓർഡർ കൊടുത്ത് ദൂരത്തേക്ക് അവർ ഇറക്കുക. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് സെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അതായത് ഈ സെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൻ്റെ എന്താണ് ദോഷവശങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് പോയിന്റ് ഇസ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്. അപ്പോൾ എന്താണ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ് എന്നുള്ളതാണ്. നമ്മൾ ഫസ്റ്റ് കണ്ടത് സെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ആണെങ്കിൽ ഇവിടെ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ്. അപ്പോൾ ഇൻ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിംഗ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ് മേക്സ് ഇറ്റ്സ് ഓൺ പർച്ചേസസ്. അണ്ടർ ദി സിസ്റ്റം പർച്ചേസ് ഫംഗ്ഷൻ ഈസ് ഡീസെൻട്രലൈസ്ഡ്. അപ്പോൾ ഡീസെൻട്രലൈസ്ഡ് പർച്ചേസിങ്ങിൽ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇല്ല. ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളും അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ദേ വിൽ ബൈ ഓൺ ദെയർ ഓൺ. ഓക്കെ, ഫങ്ഷൻസ് ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ്, പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓഫ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ആദ്യമായി കൊടുത്തിരിക്കുന്നത് എസ്റ്റാബ്ലിഷിംഗ് പർച്ചേസ് പോളിസീസ്, പ്രൊസീജിയേഴ്സ്, പ്രാക്ടീസസ്. അപ്പോൾ പർച്ചേസിന് നയങ്ങൾ എന്തായിരിക്കണം, എന്തൊക്കെ രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്, അതിൻ്റെ പ്രൊസീജിയേഴ്സ് എന്തായിരിക്കണം, പിന്നെ ഏതൊക്കെ മാർഗത്തിലൂടെ അല്ലെങ്കിൽ അവലംബിക്കുന്ന മാർഗങ്ങൾ ഏത് രീതിയിലായിരിക്കണം അത് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ആദ്യത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. എന്തൊക്കെ നയങ്ങൾ, എന്തൊക്കെ മാർഗങ്ങൾ, അത് ഏത് രീതിയിൽ ചെയ്യണം. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ഐഡൻറ്റിഫൈങ് ആൻഡ് ചൂസിങ് ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് സപ്ലൈ ഓഫ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽസ് സപ്ലൈ എടുക്കുന്നത് നല്ല സോഴ്സിൽ നിന്നായിരിക്കണം. രണ്ടാമത്തെ പോയിന്റ്. ഇനി മൂന്നാമത്തെ പോയിന്റ് നോക്കാം. റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ ഫ്രം ഓൾ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആൻഡ് ഡിറ്റർമിനിങ് ദ എക്സാക്ട് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഫാക്ടറി. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും റിക്വസ്റ്റ് കൃത്യമായിട്ട് സ്വീകരിക്കുക. അത് കഴിഞ്ഞിട്ട് ഫാക്ടറിക്ക് ആവശ്യമുള്ള മെറ്റീരിയൽ എത്രയാണെന്ന് കണ്ടെത്തുക. നാലാമത്തെ പോയിന്റ് പ്ലേസിംഗ് പർച്ചേസ് ഓർഡേഴ്സ് വിത്ത് ദ സപ്ലയർ. സപ്ലയർ അടുത്ത് കൃത്യമായിട്ടുള്ള പർച്ചേസ് ഓർഡർ ചെയ്യുക. അപ്പോൾ ഒരു പുറത്തുള്ള സപ്ലയർക്ക് പർച്ചേസ് ചെയ്യാനുള്ള ഓർഡർ കൊടുക്കുക. അഞ്ചാമത്തെ പോയിന്റ് പർച്ചേസിങ് റിക്വയർഡ് ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽസ് ഓഫ് ഹയർ ക്വാളിറ്റി അറ്റ് ലോവസ്റ്റ് പ്രൈസസ് ആൻഡ് അണ്ടർ മോസ്റ്റ് ഫേവറബിൾ ടേംസ്. അതായത് കൃത്യമായ അളവിൽ നല്ല ക്വാളിറ്റി, അത് ഏറ്റവും ചുരുങ്ങിയ വിലയ്ക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത് അവിടെ പോയിട്ട് ഓർഡർ കൊടുക്കുക എന്നുള്ളതാണ്, ഏറ്റവും നല്ല ഫേവറബിൾ ടേംസിൽ. ആറാമത്തെ പോയിന്റ് ചെക്കിംഗ് ദ ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് റിസീവ്ഡ്. ഇനി ഈ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി അതേപോലെ തന്നെ ക്വാണ്ടിറ്റി കൃത്യമായിട്ടും ചെക്ക് ചെയ്യാം. ഏഴാമത്തെ പോയിന്റ് വെരിഫൈയിങ് ആൻഡ് അപ്രൂവിങ് ദ ഇൻവോയ്സസ് ഓഫ് പേയ്മെൻറ്റ്.
കൃത്യമായിട്ടും ഇതിൻ്റെയൊക്കെ ബില്ല് സൂക്ഷിക്കുക. ഇൻവോയ്സ് മീൻസ് ബിൽസ്. ഓക്കെ, അപ്പോൾ ആ ബിൽസ് കൃത്യമായിട്ടും സൂക്ഷിച്ചു വെക്കുക. നെക്സ്റ്റ് പോയിന്റ്, മെയിൻറ്റെയിനിങ് പ്രോപ്പർ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു പർച്ചേസസ്. പർച്ചേസുമായിട്ടുള്ള എല്ലാ റെക്കോർഡുകളും കൃത്യമായിട്ടും മെയിൻറ്റെയിൻ ചെയ്യുക. 9ാമത്തെ പോയിന്റ്, കോർഡിനേറ്റിംഗ് ദ ആക്ടിവിറ്റീസ് വിത്ത് അതർ ഡിപ്പാർട്ട്മെൻറ്റ്സ് ലൈക്ക് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, അക്കൗണ്ടിങ് ഡിപ്പാർട്ട്മെൻറ്റ്. മറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ട് പ്രവർത്തിക്കുക, ഒരു ടീമായിട്ട് നിന്ന് പ്രവർത്തിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഫങ്ഷൻസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സബ് ഹെഡിങ് പറയുന്നത് പർച്ചേസ് പ്രൊസീജിയറാണ്, അല്ലെങ്കിൽ പർച്ചേസ് കൺട്രോൾ. അപ്പോൾ പർച്ചേസ് പ്രൊസീജിയർ എന്താണ്, അല്ലെങ്കിൽ പർച്ചേസ് കൺട്രോൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത്. ദ പർച്ചേസ് പ്രൊസീജിയർ മേ ഡിഫർ ഫ്രം ഫേം ടു ഫേം. ഹൗവർ ദ ബേസിക് സ്റ്റെപ്സ് ഓർ പർച്ചേസ് റൂട്ടീൻ ഇൻ പർച്ചേസിങ് മെറ്റീരിയൽസ് ആർ കോമൺ. ദീസ് ആർ ആസ് ഫോളോസ്. അതായത് പർച്ചേസിൻ്റെ പ്രൊസീജിയർ ഏകദേശം ഒന്നായിരിക്കും. അപ്പോൾ ഇതിൻ്റെ സ്റ്റെപ്പുകൾ എന്തായിരിക്കും? എല്ലാ സ്ഥാപനങ്ങളും ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവുമെങ്കിലും ഏകദേശം ഇത് തന്നെയായിരിക്കും. സോ ഇറ്റ്സ് എ പ്രൊസീജിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്പുകൾ ഷഫിൾ ചെയ്യാണ്ട്, ജമ്പിൾ ചെയ്യാതെ ഈ ഓർഡർ തന്നെ എഴുതാനായിട്ട് ശ്രമിക്കുക. ദ ഫസ്റ്റ് പോയിന്റ് ഈസ് റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ. ആദ്യം തന്നെ പർച്ചേസ് റിക്വസിഷൻ എന്ത് ചെയ്യുക? റിസീവ് ചെയ്യുക. ദെൻ ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡർ. അത് പോയിട്ട് നമ്മൾ കൊട്ടേഷൻസ് എടുക്കുക, ഓരോന്നിനും ഓർഡർ കൊടുക്കുക, ടെൻഡർ വിളിക്കുക. ഓക്കെ, ദ തേർഡ് പോയിന്റ് ഈസ് സെലക്ടിങ് ദ സപ്ലയർ. അത് കഴിഞ്ഞിട്ട് ഏറ്റവും ബെസ്റ്റ് കൊട്ടേഷൻ വിളിച്ച സപ്ലയറെ നമ്മൾ സെലക്ട് ചെയ്യുക. ദ ഫോർത്ത് പോയിന്റ് ഈസ് പ്ലേസിങ് പർച്ചേസ് ഓർഡർ. അതായത് നെക്സ്റ്റ് പോയിന്റ് ഓർഡർ പ്ലേസ് ചെയ്യുക, എത്ര ക്വാണ്ടിറ്റി വേണമെന്നുള്ള കാര്യങ്ങളും, എത്ര ക്വാളിറ്റി, എന്ത് ക്വാളിറ്റിയിലാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഓർഡർ ചെയ്യാം. 5ാമത്തെ പോയിന്റ് റിസീവിങ് ഓഫ് മെറ്റീരിയൽസ്. അത് കഴിഞ്ഞിട്ട് ഓർഡർ കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ലഭിക്കും. ഓക്കെ, ദെൻ ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ്. അത് കഴിഞ്ഞിട്ട് മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യുക. 7ാമത്തെ പോയിന്റ് ചെക്കിംഗ് ദ ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. ഇൻവോയ്സ് നോക്കിയിട്ട് പൈസ കൊടുക്കുക. ഓക്കെ, സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ പർച്ചേസ് പ്രൊസീജിയർ ഓർ പർച്ചേസ് കൺട്രോൾ. ഓക്കെ, ഇനി ആ സ്റ്റെപ്സിന് ഓരോന്നിനും ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു? റിസീവിങ് പർച്ചേസ് റിക്വസിഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോൾ എന്താണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് ചോദിക്കുകയാണെങ്കിൽ, പർച്ചേസ് റിക്വസിഷൻ ഇസ് എ ഫോർമൽ റിക്വസ്റ്റ് ടു പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് മെറ്റീരിയൽസ് സ്പെസിഫൈഡ് ഇൻ ഇറ്റ്. അതായത് പർച്ചേസ് റിക്വസിഷൻ എന്തിനു വേണ്ടിയിട്ടാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഫോർമൽ റിക്വസ്റ്റ് ആണ്, ഔപചാരികമായിട്ടുള്ള ഒരു എന്താണ് അപേക്ഷയാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അപേക്ഷിക്കുന്നതെന്ന് വെച്ചാൽ ഇന്ന സാധനങ്ങൾ വേണമെന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റ്, പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിന് എന്ത് ചെയ്യുക? ദേ ആർ റിക്വസ്റ്റിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് പർച്ചേസ് റിക്വസിഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ട്രിപ്ലിക്കേറ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുക? ഇഷ്യൂ ചെയ്യുക. ഓക്കെ, ഒറിജിനൽ എങ്ങോട്ടയക്കും? പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കും. ഡ്യൂപ്ലിക്കേറ്റ് അത് സ്റ്റോർ കീപ്പർ വെക്കും, അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ വെക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അടുത്ത എന്താണ്? 3ാമത്തെ കോപ്പി അത് ഓഫീസിലേക്കാണ് ഫയൽ ചെയ്യുക. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു സ്പെസിമെൻ നമുക്ക് നോക്കണം ഈ പർച്ചേസ് റിക്വസിഷൻ്റെ. ഓക്കെ, അപ്പോൾ പർച്ചേസ് റിക്വസിഷൻ്റെ സ്പെസിമെൻ, അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നുള്ളത് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഈ പർച്ചേസ് റിക്വസിഷൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ ഈ ഫോർമാറ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുന്നതിലും തെറ്റില്ല. നമുക്ക് എക്സാമിനേഷൻ അത് വരച്ച് കാണിച്ചു കൊടുത്താലും തെറ്റില്ല. ചിലപ്പോൾ അത് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കാനും ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. കമ്പനിയുടെ പേരാണ് അതിൽ വരുന്നത്. അത് കഴിഞ്ഞ് പർച്ചേസ് റിക്വസിഷൻ എന്നുള്ള ഹെഡിങ് ഇവിടെ വന്നിരിക്കുന്നു. ഡേറ്റ് വരും, റിക്വയർഡ് ഓൺ. അപ്പോൾ ഇതിൽ ആദ്യം ഇത് ഇഷ്യൂ ചെയ്ത ഡേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഏത് ഡേറ്റിലേക്കാണ് സാധനം വേണ്ടത് ആ ഒരു ഡേറ്റാണ് ഇവിടെ വരിക. രണ്ടിലും ഡേറ്റ് തന്നെയാണ് വരിക. ഇത് തയ്യാറാക്കി എഴുതിയ ഡേറ്റാണ് ഇതിൽ വരിക. എപ്പോഴാണോ അത് എഴുതിയിരിക്കുന്നത് ആ ഡേറ്റ് ഇതിൽ വരും. എന്നത്തേക്കാണ് സാധനം വേണ്ടത് ആ ഒരു ഡേറ്റാണ് റിക്വയർഡ് ഓൺ എന്ന് പറയുന്ന ഈ ഒരു നമ്മുടെ ബ്ലാങ്കിൽ വരുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ നമ്പർ അവിടെ വരിക. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റ് ഏതാണെന്നുള്ളത് ഇവിടെ സ്പെസിഫൈ ചെയ്യും. അത് കഴിഞ്ഞിട്ട് പ്ലീസ് പർച്ചേസ് ദ ഫോളോയിങ് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. അത് ഓൾറെഡി ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. സീരിയൽ നമ്പർ ഇവിടെ കൊടുക്കും, കോഡ് നമ്പർ ഇവിടെ കൊടുക്കും, ഡിസ്ക്രിപ്ഷൻ കൊടുക്കും, ക്വാണ്ടിറ്റി കൊടുക്കും, റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൊടുക്കും. അപ്പോൾ റിമാർക്സിലാണ് കൃത്യമായിട്ടും അതെങ്ങനെയുള്ള സാധനമായിരിക്കണമെന്ന് പറയാം. റിക്വസ്റ്റഡ് ബൈ അത് ചിലപ്പം സൂപ്പർവൈസറുടെയോ അല്ലെങ്കിൽ മാനേജറിൻ്റെ പേരായിരിക്കാം. ചെക്ക്ഡ് ബൈയും അതേപോലെ മറ്റേതെങ്കിലും മാനേജർ ആയിരിക്കാം. അപ്രൂവ്ഡ് ബൈയും ചിലപ്പോൾ വേറൊരു മാനേജർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് പർച്ചേസ് റിക്വസിഷൻ്റെ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ. അടുത്ത സ്റ്റെപ്പ് ഇൻവൈറ്റിംഗ് കൊട്ടേഷൻസ് ആൻഡ് ടെൻഡേഴ്സ് ആയിരുന്നു. ഓൺ റിസീറ്റ് ഓഫ് പർച്ചേസ് റിക്വസിഷൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു സെലക്ട് ദ സപ്ലയർ ഫ്രം ഹൂം മെറ്റീരിയൽസ് ആർ ടു ബി പർച്ചേസ്ഡ്. ഓക്കെ, അതായത് കൊട്ടേഷൻ കൊടുത്തിട്ട് സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ എഴുതേണ്ടത്. ജനറലി ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻസ് എ ലിസ്റ്റ് ഓഫ് സപ്ലയേഴ്സ് ഫോർ എവറി ടൈപ്പ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഓരോ മെറ്റീരിയലിനും ആവശ്യമുള്ള സപ്ലയേഴ്സിൻ്റെ ലിസ്റ്റ് നമ്മുടെ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് അടുത്തുണ്ടാവും. ഓക്കെ, അപ്പോൾ ടെൻഡർ എന്താണ്? എ ടെൻഡർ ഇസ് എ റിട്ടൺ ലെറ്റർ ഓർ എൻ അഡ്വർടൈസ്മെൻറ്റ് ഗിവൺ ഇൻ ന്യൂസ് പേപ്പർ ഇൻവൈറ്റിംഗ് ദ പ്രോസ്പെക്റ്റീവ് സപ്ലയേഴ്സ് ടു കോട്ട് ദെയർ ലോവസ്റ്റ് പ്രൈസ് ആൻഡ് അതർ ടേംസ് ആൻഡ് കണ്ടീഷൻസ്.
അതായത് ഏറ്റവും ചെറിയ പ്രൈസിൽ സാധനങ്ങൾ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്ലയേഴ്സിന് കൊടുക്കുന്ന ഒരു റിട്ടേൺ ലെറ്ററാണ്, അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻ്റ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ ടെൻഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഒരു തരം ലേലം വിളിയാണത്. ഇനി അടുത്തെന്താണ് സെലക്ടിങ് ദ സപ്ലയർ. അപ്പോൾ ഈ ഒരു കൊട്ടേഷൻസും കൊടുത്ത് ടെൻഡറും കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, സപ്ലയേഴ്സിനെ സെലക്ട് ചെയ്യുക. ഓൺ റിസീറ്റ് ഓഫ് കൊട്ടേഷൻ എ കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഓൾ കൊട്ടേഷൻസ് റിസീവ്ഡ് ഇസ് പ്രിപ്പയർഡ് ടു നോ ദ ലോസ്റ്റ് പ്രൈസ് കൊട്ടേഷൻ ആൻഡ് ബെസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഓഫേർഡ്. അപ്പോൾ ആ ബെസ്റ്റ് ടേംസ് ആൻഡ് കണ്ടീഷനിലുള്ള സപ്ലയർ എന്ത് ചെയ്യുക, നമ്മൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലേസിംഗ് പർച്ചേസ് ഓർഡർ. അതായത് പർച്ചേസ് ഓർഡർ എന്ത് ചെയ്യുക, പ്ലേസ് ചെയ്യുക. ആഫ്റ്റർ സെലക്ടിംഗ് സപ്ലയർ an order for purchase is placed. Purchase order is an order placed with the supplier asking him to deliver materials or goods stated therein. It's a written authorization to the supplier to supply a specified quality and quantity of materials. അതായത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യുക. അത് റിട്ടേൺ ഡോക്യുമെൻ്റ് ആയിട്ട് റിട്ടേൺ ആയിട്ട് ഒഫീഷ്യലായിട്ട് അത് അയക്കുക ചെയ്യുക. ഓക്കെ, ഇത്ര അളവിൽ ഇത്ര ഈ ക്വാളിറ്റിയുള്ള സാധനം വേണമെന്നുള്ളത് അതാണ് പ്ലേസിംഗ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും പോയിൻ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം അവിടെ മുതൽ. ഓക്കെ, പർച്ചേസ് ഓർഡറിൻ്റെ ഒരു ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ നമ്മൾ പർച്ചേസ് റിക്വസിഷൻ്റെ ഒരു ഫോർമാറ്റ് കണ്ടതാണ്. അതേപോലെ പർച്ചേസ് ഓർഡറിൻ്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിലാദ്യം ഇവിടെ ഡേറ്റ് വരും, റിക്വസിഷൻ നമ്പർ വരും, ടു സപ്ലയറിൻ്റെ നെയിം ആൻഡ് അഡ്രസ്സ് ഇവിടെ എഴുതുക, യുവർ കൊട്ടേഷൻ നമ്പർ ഇവിടെ കൊടുക്കുക. അയാൾ നമുക്കൊരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ അയാളെ സെലക്ട് ചെയ്യുക. അപ്പോൾ അയച്ച കൊട്ടേഷൻ നമ്പർ ഇവിടെ സ്പെസിഫൈ ചെയ്യുക, ആ കൊട്ടേഷനിലെ ഡേറ്റ് ഇവിടെ കൊടുക്കുക. ഹാസ് ബീൻ ആക്സെപ്റ്റഡ്, പ്ലീസ് സപ്ലൈ ദ ഫോളോയിങ് ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് താഴെ അതിൻ്റെ സീരിയൽ നമ്പർ, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട്, ക്വാണ്ടിറ്റി ഇൻറ്റു റേറ്റ് ചെയ്തിട്ട് എമൗണ്ട് ഇവിടെ എഴുതുക. റിമാർക്സ് ഉണ്ടെങ്കിൽ ഇവിടെ എഴുതുക. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് ഡെലിവറി എവിടെയാണെന്നുള്ളത് എഴുതി കൊടുക്കുക, അത് ഏത് ഡേറ്റിലാണ് വേണ്ടതെന്നുള്ളത് എഴുതി കൊടുക്കുക. അതിന് ടേംസ് ഓഫ് പേയ്മെൻറ്റ് ചെക്കോ ക്യാഷോ, ഇനി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഡിജിറ്റലായിട്ട് പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിലൊക്കെ എന്താ ആ ടേംസ് ഓഫ് പേയ്മെൻറ്റ് ഇവിടെ എഴുതി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ മാനേജറിൻ്റെ സിഗ്നേച്ചർ. ഓക്കെ, അപ്പോൾ ഇതാണ് പർച്ചേസ് ഓർഡറിൻ്റെ ഫോർമാറ്റായിട്ട് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഈ ഫോർമാറ്റുകളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ചിലപ്പോൾ അത് ചോദിക്കാൻ ചിലപ്പോൾ ചാൻസ് ഇല്ലാതില്ല. ഓക്കെ, കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പർച്ചേസ് ഓർഡറും അതിൻ്റെ ഫോർമാറ്റ് എങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ ഫോർമാറ്റ് മാത്രം ഏതെങ്കിലും ഒന്ന് ചോദിക്കാൻ ചിലപ്പം ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി പർച്ചേസ് പ്രൊസീജിയറിൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ റിസീവിങ് ഓഫ് മെറ്റീരിയൽസ് ആണ്. അത് കഴിഞ്ഞ് മെറ്റീരിയൽസ് നമുക്ക് റിസീവ് ചെയ്യും. ഓക്കെ, in small concerns the responsibility of receiving and inspection of materials is entrusted to storekeeper. സ്റ്റോർകീപ്പറാണ് ഈ കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽ കൃത്യമല്ലേ, അതിന് ക്വാളിറ്റി വ്യതിയാനങ്ങളില്ലല്ലോ, അത് പഴയ സാധനങ്ങളല്ലല്ലോ, ഈ വക കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് സ്റ്റോർകീപ്പറാണ് ചെറിയ സ്ഥാപനങ്ങളിൽ. ബട്ട് ഇൻ ലാർജ് കൺസേൺസ് ദർ വിൽ ബി എ സെപ്പറേറ്റ് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു റിസീവ് മെറ്റീരിയൽസ്. അപ്പോൾ ചില വലിയ കൺസേൺസിന് വലിയ സ്ഥാപനങ്ങൾക്ക് ഒരു റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടാവും, എന്ത് ഈ മെറ്റീരിയൽസ് റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. After taking delivery of goods, the receiving clerk verifies the content of packages, quantity and quality of materials with the consignment note. Okay, അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, റിസീവിംഗ് ക്ലർക്ക് ഈ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ അവിടുത്തെ ഈ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ക്ലർക്ക് എന്ത് ചെയ്യും, അത് വെരിഫൈ ചെയ്യും. ഓക്കെ, ആഫ്റ്റർ ദ വെരിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ദ റിസീവിംഗ് ക്ലർക്ക് വിൽ പ്രിപ്പയർ ദ റിപ്പോർട്ട് ഓർ ഡോക്യുമെൻറ്റ് കോൾഡ് മെറ്റീരിയൽ റിസീവ് നോട്ട്. അപ്പോൾ ഈ വെരിഫിക്കേഷന് ശേഷം ഇദ്ദേഹം ഒരു ഡോക്യുമെൻറ്റ് തയ്യാറാക്കും, ഈ റിസീവിംഗ് ക്ലർക്ക്. അതിൻ്റെ പേരാണ് മെറ്റീരിയൽ റിസീവ്ഡ് നോട്ട്. ഓക്കെ, ഓർ ഗുഡ്സ് റിസീവ്ഡ് നോട്ട്. ഇറ്റ് ഈസ് എ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ബൈ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്സ്. ഓക്കെ, ഗുഡ്സ് റിസീവ്ഡ് നോട്ട് ഈസ് യൂഷ്വലി പ്രിപ്പയർഡ് ഇൻ 5 കോപ്പീസ്. 5 കോപ്പീസിലായിട്ടാണ് എന്ത് ഈ ഗുഡ്സ് റിസീവ്ഡ് നോട്ട് തയ്യാറാക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടൻറ്റായിട്ട് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഇത് എസ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഈ പർച്ചേസ് പ്രൊസീജിയർ ചോദിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു പോയിന്റിൽ അണ്ടർലൈൻ ചെയ്താൽ ഇത്രയും പോയിൻറ്റ്സും പഠിച്ചു വരും. അപ്പോൾ ഗുഡ്സ് റിസീവ്ഡ് നോട്ടിൻ്റെ ഫോർമാറ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ പർച്ചേസ് ഓർഡർ നമ്പർ ഉണ്ട്, സാധാരണ നമ്പർ, അതിൻ്റെ സീരിയൽ നമ്പർ, പിന്നെ അത് കഴിഞ്ഞ് ഡേറ്റ് വരുന്നുണ്ട്. റിസീവ്ഡ് ഫ്രം ഇന്ന സപ്ലയർ ആണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ ഡെലിവറി ചെലാൻ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക, അതിന് ഡേറ്റ് ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അത് കഴിഞ്ഞ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ഐറ്റംസ്, കോഡ് നമ്പർ, ക്വാണ്ടിറ്റി റിസീവ്ഡ്, കണ്ടീഷൻ ഓഫ് ഗുഡ്സ് എഴുതി വെക്കുക. റിസീവ്ഡ് ബൈ ഏതാണോ സ്റ്റോർ കീപ്പർ അയാൾ എഴുതുക, അല്ലെങ്കിൽ ഈ നേരത്തെ പറഞ്ഞ മാതിരി ക്ലർക്കാണെങ്കിൽ അയാളുടെ പേര്, ചെക്ക്ഡ് ബൈ അയാൾ അല്ലെങ്കിൽ വേറെ ആളാണെങ്കിൽ അയാളുടെ പേര് എഴുതി വെക്കുക. ഓക്കെ, ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഈസ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, മെറ്റീരിയൽ ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇൻ ലാർജ് കൺസേൺസ് ദർ വിൽ ബി എ സെപ്പറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. ലൈക്ക് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ദർ വിൽ ബി ഓൾസോ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻ ലാർജ് കൺസേൺസ്. ഓക്കെ, ദ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഹാസ് ടു സെൻഡ് ദ മെറ്റീരിയൽസ് along with a copy of goods received
നോട്ട് ടു ദ ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ ഇൻസ്പെക്ഷൻ. അപ്പോൾ വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പിന്നെ ഇൻസ്പെക്ഷനായിട്ട് അത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അയക്കും. ഓക്കെ, അപ്പോൾ അവരെന്ത് ചെയ്യും? ദേ വിൽ മേക്ക് ആൻ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ആഫ്റ്റർ ദ ഇൻസ്പെക്ഷൻ. അപ്പോൾ അതിനുശേഷം അവർ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് തയ്യാറാക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് ചെക്കിംഗ് ദ ഇൻവോയ്സ് ആൻഡ് മേക്കിംഗ് പേയ്മെൻറ്റ്. ഇൻവോയ്സ് ചെക്ക് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റ് ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് ദ ലാസ്റ്റ് സ്റ്റെപ്പ് ഇൻ പർച്ചേസ് പ്രൊസീജിയർ. ജനറലി ദ സപ്ലയർ സെൻഡ്സ് ആൻ ഇൻവോയ്സ് ഇൻ റെസ്പെക്ട് ടു മെറ്റീരിയൽ സപ്ലൈഡ്. അപ്പോൾ ഈ ഇൻവോയ്സ് സെൻഡ് ചെയ്തിട്ടുണ്ടാവും സപ്ലയർ. നമ്മൾ സാധനം വാങ്ങുമ്പോൾ സപ്ലയർ അത് സെൻഡ് ചെയ്തിട്ടുണ്ടാവും, അത് റിസീവിങ്ങിന് കിട്ടിയിട്ടുണ്ടാവും, അത് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് അവർ കൈമാറും. അത് കഴിഞ്ഞിട്ട് ഈ ഇൻവോയ്സ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ കൃത്യമായിട്ട് ഇൻവോയ്സ് വെച്ചിട്ട് അയച്ച സാധനങ്ങൾ കൃത്യമായിട്ട് ഇല്ലെന്ന് നോക്കുക. ഓക്കെ, ഇറ്റ് കണ്ടെയ്ൻസ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് മെറ്റീരിയൽസ് സപ്ലൈഡ് ആൻഡ് ദ എമൗണ്ട് ടു ബി പെയ്ഡ് ഫോർ ഇറ്റ്. ഓൺ റിസീറ്റ് ഓഫ് ഇൻവോയ്സ് ദ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലർക്ക് ചെക്സ് ആൻഡ് കമ്പയർസ് ദ ഇൻവോയ്സ് വിത്ത് പർച്ചേസ് ഓർഡർ. അപ്പോൾ ഈ പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റിലെ ക്ലർക്ക് ഈ പറയുന്ന റിസീപ്റ്റ് അല്ലെങ്കിൽ ഇൻവോയ്സിന് ആയിട്ട് കമ്പയർ ചെയ്ത് നോക്കും, അവർ കൊടുത്ത ഓർഡർ ശരിയാണോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആണെങ്കിൽ എന്ത് ചെയ്യും? അവർ അത് അപ്രൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അതിൻ്റെ പേയ്മെൻറ്റ് അവർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പർച്ചേസ് പ്രൊസീജിയർ അല്ലെങ്കിൽ പർച്ചേസ് കൺട്രോളിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്സ് ഇതായിരുന്നു. ഇനി അടുത്തത് സ്റ്റോറേജ് ഓഫ് മെറ്റീരിയൽസ് അല്ലെങ്കിൽ സ്റ്റോർസ് കൺട്രോളാണ് കുറിച്ചിട്ടാണ് പഠിക്കേണ്ടത്. അപ്പോൾ പർച്ചേസ് കൺട്രോൾ കഴിഞ്ഞു, അല്ലെങ്കിൽ പർച്ചേസ് പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി സ്റ്റോർസ് കൺട്രോളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ സ്റ്റോർസ് കൺട്രോൾ എന്ന് നോക്കാം. മെറ്റീരിയൽസ് പ്രൊക്യൂർഡ് ആർ നോട്ട് ഇമീഡിയറ്റ്ലി കൺസ്യൂംഡ്. അപ്പോൾ വാങ്ങിയ സാധനങ്ങൾ ഇമീഡിയറ്റ്ലി കൺസ്യൂം ചെയ്യില്ല, ആ സാധനങ്ങൾ വെച്ച് ഇമീഡിയറ്റ്ലി ഗുഡ്സ് ഉണ്ടാക്കില്ല. അപ്പോൾ അത് സ്റ്റോർ ചെയ്ത് വെക്കണം, അങ്ങോട്ടേക്കാണ് എന്ത് മാറ്റുക, അതിനാണ് ഈ സ്റ്റോർ ഉള്ളത്. ഓക്കെ, ദർ ഇസ് ഓൾവേസ് എ ടൈം ഗ്യാപ്പ് ബിറ്റ്വീൻ പ്രൊക്യൂർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ആൻഡ് their final usage in production process. അപ്പോഴും ഈ പറയുന്ന സാധനം വാങ്ങുമ്പോഴും അത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു സാധനം ഉൽപ്പാദിപ്പിക്കാനും ഒരു ടൈം ഗ്യാപ്പ് വരും. അപ്പോൾ അതുവരെ അത് സ്റ്റോർ ചെയ്യണം. ഓക്കെ, ഡ്യൂറിങ് ദിസ് പീരീഡ് മെറ്റീരിയൽസ് ഹാവ് ടു ബി സ്റ്റോർഡ്. വെൻ മെറ്റീരിയൽസ് ഹാവ് ബീൻ റിസീവ്ഡ് ആൻഡ് ഇൻസ്പെക്റ്റഡ് ദേ ആർ ഫോർവേഡ് ടു സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ഫോർ സ്റ്റോർ കീപ്പിംഗ് ആൻഡ് സബ്സിക്വൻറ്റ് കൺട്രോൾ ഓഫ് സ്റ്റോർ. അപ്പോൾ സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റാണ് ഈ സ്റ്റോറിൻ്റെ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, നെക്സ്റ്റ് വൺ ഈസ് മീനിങ് ഓഫ് സ്റ്റോർസ് കൺട്രോൾ ആണ്. അപ്പോൾ എന്താണ് സ്റ്റോർ കൺട്രോൾ എന്ന് ചോദിക്കുകയാണെങ്കിൽ എഴുതുക. സ്റ്റോർസ് കൺട്രോൾ സിംപ്ലി മീൻസ് കൺട്രോൾ ഓവർ സ്റ്റോർസ് ഓഫ് മെറ്റീരിയൽ. അതായത് മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുക, സ്റ്റോർസിൽ മെറ്റീരിയൽ കൺട്രോൾ ചെയ്യുന്നതിൻ്റെ പേരാണ് സ്റ്റോർസ് കൺട്രോൾ. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ഓർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫങ്ഷൻസ്, ഡ്യൂട്ടീസ് അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ദ വേരിയസ് ഫങ്ഷൻസ് ഓർ ഡ്യൂട്ടീസ് ഓഫ് സ്റ്റോർസ് ആർ ഔട്ട്ലൈൻഡ് ആസ് ഫോളോസ്. അപ്പോൾ താഴെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് കൊടുത്തിരിക്കുന്നത്. ദ ഫസ്റ്റ് ഫങ്ഷൻ ഈസ് ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ ഫോർ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ. അപ്പോൾ സ്റ്റോറിൽ നിന്നും പർച്ചേസ് റിക്വസിഷൻ പോകും. ഇറ്റ്സ് എ പ്രൈമറി ഫങ്ഷൻ ഓഫ് സ്റ്റോർസ് ഡിപ്പാർട്ട്മെൻറ്റ്. ഓക്കെ, ഇനി രണ്ടാമത്തെ പോയിന്റ്, ടു റിസീവ് മെറ്റീരിയൽസ് ഫ്രം റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് റിസീവിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് കയ്യിൽ നിന്ന് മെറ്റീരിയൽ സ്വീകരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഫംഗ്ഷനായിട്ട് പറയുന്നത്. മൂന്നാമത്തെ ഫംഗ്ഷൻ ടു കീപ്പ് മെറ്റീരിയൽസ് ഇൻ പ്രോപ്പർ പ്ലേസസ്. അത് മെറ്റീരിയൽസ് കൃത്യമായിട്ട് വെക്കണം. ചിലപ്പോൾ തണുത്ത സ്ഥലത്ത് വെക്കേണ്ട സാധനങ്ങൾ അത് ഈ ശീതീകരിച്ച സംവിധാനങ്ങളിൽ വെക്കണം. ഓക്കെ, അപ്പോൾ അതേപോലെ പ്രോപ്പറായിട്ടുള്ള സ്ഥലങ്ങളിലായിരിക്കണം പ്രോപ്പറായ മെറ്റീരിയൽസ് വെക്കേണ്ടത്. നാലാമത്തെ പോയിന്റ്, ടു മെയിൻറ്റെയിൻ അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് ഓഫ് റെസീറ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ. അപ്പോൾ സ്റ്റോഴ്സിൽ കൃത്യമായിട്ട് എല്ലാത്തിൻ്റെയും ബാലൻസ് ഉണ്ടായിരിക്കണം. എത്ര സാധനം വന്ന് എത്ര എണ്ണം പോയി, ഇനി എത്ര ബാലൻസ് ഉണ്ട്, ഈ വക കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റ് റെക്കോർഡ്സ് എപ്പോഴും സ്റ്റോഴ്സിൽ ഉണ്ടായിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ്, ടു മേക്ക് അറേഞ്ച്മെൻറ്റ്സ് ഫോർ സേഫ് കീപ്പിംഗ് ഓഫ് മെറ്റീരിയൽസ്. അപ്പോൾ മെറ്റീരിയൽസിൻ്റെ സേഫ് കീപ്പിങ്ങിന് വേണ്ട അറേഞ്ച്മെൻറ്റ് ചെയ്യുക, വേസ്റ്റേജിന് ഉള്ള റിപ്പോർട്ട് ചെയ്യുക, സ്ക്രാപ്പ് വരികയാണെങ്കിൽ അതിന് റിപ്പോർട്ട് ചെയ്യുക, ഒബ്സൊലീറ്റ് സ്റ്റോക്ക് നാശമായി പോവുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് റിപ്പോർട്ട് ചെയ്യുക. ഇനി ഏഴാമത്തെ പോയിന്റ്, ടു കീപ്പ് സ്റ്റോർസ് നീറ്റ് ആൻഡ് ക്ലീൻ. അതായത് സ്റ്റോർ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി വെക്കുക. ടു പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് അൺഓതറൈസ്ഡ് പേഴ്സൺ ഇൻ ടു സ്റ്റോർ. അത് സ്റ്റോറിൽ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ ഒഴിവാക്കുക. ടു ഇഷ്യൂ മെറ്റീരിയൽസ് എഗെയിൻസ്റ്റ് ഡ്യൂലി ഓതറൈസ്ഡ് മെറ്റീരിയൽ റിക്വസിഷൻ. അതായത് കൃത്യമായ ഓതറൈസേഷൻ ഇല്ലാതെ മെറ്റീരിയൽ കൊടുക്കരുതെന്നാണ് ഉദ്ദേശിക്കുന്നത്. ടു ടേക്ക് സ്റ്റോക്ക് അറ്റ് പീരിയോഡിക്കൽ ഇൻ്റർവെൽസ്. എല്ലാ പീരിയോഡിക്കൽ ഇൻ്റർവെൽസിലും സ്റ്റോക്ക് എടുപ്പ് നടത്തുക. അപ്പോൾ എത്ര സാധനം ഉണ്ടെന്ന് മനസ്സിലാവും. പിന്നെ എന്താണ്, ടു പ്രൊട്ടക്ട് മെറ്റീരിയൽസ് ഫ്രം പിൽഫ്രേജ്, തെഫ്റ്റ്, ഫയർ, ഡാമേജ്. അപ്പോൾ ഡാമേജുകളിൽ നിന്നും മോഷണത്തിൽ നിന്നും അതേമാതിരി എന്താണ് മറ്റ് തിരിമറികളിൽ നിന്നൊക്കെ എന്ത് ചെയ്യുക, ഗുഡ്സിനെ സംരക്ഷിക്കുക.
ടു മെയിൻറ്റെയിൻ ബിൻ കാർഡ്, അതായത് ബിൻ കാർഡ് എല്ലാ മെറ്റീരിയലിനും ഒരു ബിൻ കാർഡ് വെക്കുക. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഫങ്ഷൻസിൽ വരുന്നത്. ഓക്കെ, അടുത്ത സൈഡ് ഹെഡിങ് ടൈപ്സ് ഓഫ് സ്റ്റോഴ്സ്. അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് സ്റ്റോർ ഉണ്ട്, അപ്പോൾ എത്ര ടൈപ്പ് ഓഫ് പർച്ചേസ് ഉണ്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ദർ സെൻട്രലൈസ്ഡ് പർച്ചേസ് ആൻഡ് ദർ വാസ് ഡീസെൻട്രലൈസ്ഡ് പർച്ചേസ്. ഓക്കെ, അപ്പോൾ സെൻട്രലൈസ്ഡ് പർച്ചേസും ഡീസെൻട്രലൈസ്ഡ് പർച്ചേസും ഉണ്ടായിരുന്നു. അതേമാതിരി സ്റ്റോറിൽ എന്താണ്, ദർ ആർ 3 ടൈപ്സ് ഓഫ് സ്റ്റോർ. വൺ ഈസ് centralized store and the next one is decentralized store and the third one is central stores with sub store. അപ്പോൾ സെൻട്രലൈസ്ഡ് സ്റ്റോർ ഉണ്ട്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ ഉണ്ട്, സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോർ ഉള്ള ഒരു സിസ്റ്റം വരുന്നുണ്ട്. ഓക്കെ, സോ ദർ ആർ 3 ടൈപ്സ്. അപ്പോൾ ആദ്യം സെൻട്രലൈസ്ഡ് സ്റ്റോർ നോക്കാം. അപ്പോൾ ഇതിലെന്താ വരിക, ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ ഉണ്ടാവും. എല്ലാ പ്രൊഡക്ഷനും വേണ്ടിയിട്ടൊരു കേന്ദ്രീകൃതമായിട്ടൊരു സ്റ്റോർ ഉണ്ടാവും. അവിടെ നിന്നാണ് എല്ലാ പ്രൊഡക്ഷനിലേക്കും എന്ത് ചെയ്യുക, ഈ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുക. അപ്പോൾ എല്ലാത്തിനും കൂടി ഒരു സ്റ്റോറേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിന് ചില അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്, ബെറ്റർ കൺട്രോൾ ലഭിക്കും, അതേമാതിരി നല്ല സൂപ്പർവിഷൻ നടക്കും, പിന്നെ എന്താണ്, കുറഞ്ഞ സ്റ്റോറേജ് സ്പേസ് മതി, അതേപോലെ ക്ലറിക്കൽ കോസ്റ്റ് കുറവ് മതി, ഈ സ്റ്റോക്ക് ടേക്കിംഗ് എളുപ്പമാണ്, അതേപോലെ ഈ സാധനങ്ങളുടെ ഐഡൻറ്റിഫിക്കേഷൻ, അതേമാതിരി പെട്ടെന്ന് സാധനം നഷ്ടപ്പെടുന്നുണ്ടോ, ഓബ്സൊലീറ്റ് ആവുന്നുണ്ടോ, ഏതൊക്കെയാണ് മെല്ലെ പോകുന്ന സാധനങ്ങൾ, അപ്പോൾ ഈ വക കാര്യങ്ങളെക്കുറിച്ചുള്ള ഐഡിയാസൊക്കെ ഇതിന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇനി ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഓക്കെ, ദർ ആർ സർട്ടൻ ഡിസഡ്വാൻറ്റേജസ് ഫോർ സെൻട്രലൈസ് സ്റ്റോർ. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വർദ്ധിപ്പിക്കും, അതേമാതിരി ഡിലേ വരാൻ ചാൻസ് ഉണ്ട് മെറ്റീരിയൽസ് ഇഷ്യൂ ചെയ്യുമ്പോഴൊക്കെ, അതേപോലെ ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ പ്രൊഡക്ഷൻ സ്റ്റോപ്പേജിനൊക്കെ ചില പ്രോബ്ലംസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ്, ഈ മെറ്റീരിയൽ ഹാൻഡ്ലിങ് കൂടുതലായി വരുന്നത് കൊണ്ട് അതിൻ്റെ പ്രശ്നങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ഇൻക്രീസ് റിസ്ക് ഓഫ് ലോസ് ഡ്യൂ ടു ഫയർ ആൻഡ് തെഫ്റ്റ്. അപ്പോൾ എല്ലാം കൂടി ഒറ്റ സ്റ്റോറിലാവുന്ന നേരത്ത് അവിടെ ഒരു തീപിടുത്തം വന്നാൽ എല്ലാ സാധനങ്ങളും ചിലപ്പോൾ ഒരുമിച്ച് നശിച്ചു പോകും. അപ്പോൾ അത് ഡീസെൻട്രലൈസ്ഡ് ആണെങ്കിൽ വേറെ വേറെ സ്റ്റോഴ്സിൽ പലതും ഉണ്ടാവും. അപ്പോൾ ഒരു സ്റ്റോറിൽ തീപിടുത്തം വരികയാണെങ്കിൽ അത്രയും നഷ്ടമേ വരുള്ളൂ. ഇവിടെ എന്താകും, എല്ലാ സാധനങ്ങളും ഒരു സ്റ്റോറിൽ വെക്കുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്, എന്ത്, സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ. ഇനി ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ കുറിച്ചാണ് പറയാനായിട്ടുള്ളത്. എന്താണ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ? അപ്പോൾ എന്താണ്, ഇൻ കേസ് ഓഫ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർസ് എ സെപ്പറേറ്റ് സ്റ്റോർ റൂം ഇസ് മെയിൻറ്റെയിൻഡ് അറ്റ് ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റോർ റൂം ഉണ്ടാവും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിന്. ഓക്കെ, അപ്പോൾ ഒരു സെൻട്രൽ സ്റ്റോറിന് പകരം എന്താണ്, ദർ വിൽ ബി സെവറൽ സ്റ്റോർ റൂംസ് ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താ പറഞ്ഞത്, ഇൻറ്റേർണൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്റ്റോർ ഉണ്ട്, അതുകൊണ്ട് എന്താണ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് തീരെ വരുന്നില്ല. ഡിലേ കുറയ്ക്കും, മെറ്റീരിയൽ കിട്ടാനുള്ള ഡിലേ കുറയ്ക്കും. പിന്നെ എന്താണ്, പ്രൊഡക്ഷൻ ഡിലേ വരില്ല, സ്റ്റോപ്പേജ് വരില്ല. മിനിമൈസ് റിസ്ക് ഓഫ് ലോസ് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിന് ചില ഡിസഡ്വാൻറ്റേജ് വരുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതെന്താണ്, ഇതിന് എക്സസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻവെൻട്രീസിൽ വരും. പിന്നെ സ്റ്റോറേജ് കോസ്റ്റ് കൂടുതലായി, കാര്യം ഒരു സ്റ്റോറിന് ഉള്ള മെയിൻ്റനൻസേ മറ്റേതിന് വരുന്നുള്ളൂ. മറ്റേതെന്നാണ്, ഒരുപാട് സ്റ്റോർ വരും. ഓക്കെ, അതായത് ഒന്നിൽ കൂടുതൽ സ്റ്റോറുകൾ ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസിന് ചിലവ് കൂടും. ഓക്കെ, പിന്നെ എന്താണ്, സ്പെഷ്യലൈസേഷൻ്റെ ഒരു പ്രശ്നം വരും. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിലെ ആൾക്കാർ തന്നെ ആയിരിക്കും ഈ സ്റ്റോർ മെയിൻറ്റെയിൻ ചെയ്യുക. അപ്പോൾ ഒരു സെൻട്രലൈസ്ഡ് സ്റ്റോർ വരുമ്പോൾ ഒരു സ്റ്റോർ കീപ്പർ കൃത്യമായിട്ടുണ്ടാവും, അയാൾക്ക് ചിലപ്പോൾ അതിനെക്കുറിച്ചുള്ള പ്രൊഫഷണൽ സ്കിൽ ഉണ്ടാവും. ചിലപ്പോൾ ഇവിടെ ഈ സ്പെഷ്യലൈസേഷൻ കുറയാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത്, എന്ത്, ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റോർ എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റോർ വിത്ത് സബ് സ്റ്റോറാണ്. ഒരു സെൻട്രൽ സ്റ്റോർ ഉണ്ടാവും, അതിന് പല സബ് സ്റ്റോർസ് ഉണ്ടാവും. ഓക്കെ, അതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നും പറയും. ദിസ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. അതായത് സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെയും ഡീസെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ ഒരു കോമ്പിനേഷനാണിത്. ഇൻ ലാർജ് ഫാക്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ സ്റ്റോർ. സോ ഇൻ ഓർഡർ ടു റെഡ്യൂസ് ദ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് കോസ്റ്റ്, സബ് സ്റ്റോർസ് വിൽ ബി ലൊക്കേറ്റഡ് നിയർ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അതായത് വലിയ വലിയ സ്ഥാപനങ്ങൾക്കൊക്കെ ഈ സ്റ്റോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ സെൻട്രലൈസ്ഡ് സ്റ്റോറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് വിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഓരോ ഈ ഫാക്ടറീസോ അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിനടുത്തായിട്ട് എന്ത് ചെയ്യും, ഇതിനൊരു സബ് സ്റ്റോർ അവർ കീപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഈ സെൻട്രലൈസ് സ്റ്റോർ വിത്ത് സബ് സ്റ്റോറിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും പോയിൻ്റ് ഒന്ന് നോക്കി വെച്ചേക്കാം ഇതിൽ. ഓക്കെ, ഇത്രയും പോയിൻ്റ് നോക്കി വെച്ചേക്കാം. ലാസ്റ്റ് ടൈപ്പ് ഓഫ് സ്റ്റോഴ്സ് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ സ്റ്റോഴ്സ് വിത്ത് സബ് സ്റ്റോഴ്സ് ആണ്. ഇതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നും പറയും. ഓക്കെ, ഇതിന് ഇംപ്രസ്ഡ് സിസ്റ്റം എന്നും പറയും. അപ്പോൾ ദിസ് എ കോമ്പിനേഷൻ ഓഫ് സെൻട്രലൈസ്ഡ് സ്റ്റോർ ആൻഡ് ഡീസെൻട്രലൈസ്ഡ് സ്റ്റോർ. അതാണ് ആദ്യം എഴുതേണ്ടത്. ഇൻ ലാർജ് ഫാക്ടറീസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ആർ സിറ്റുവേറ്റഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഫ്രം സെൻട്രൽ സ്റ്റോർ. അതായത് വലിയ വലിയ ഫാക്ടറീസിൽ, വലിയ വലിയ സ്ഥാപനങ്ങളിലൊക്കെ
ഈ സെൻട്രൽ സ്റ്റോറിൽ നിന്നും ഒരുപാട് വിട്ടിട്ടായിരിക്കും ചിലപ്പോൾ ഈ ഫാക്ടറീസ് സിറ്റുവേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രൊഡക്ഷൻ ഹൗസസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്സ് സിറ്റുവേറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യും, അതിനടുത്തായിട്ട് തന്നെ ഇതിനൊരു സബ് സ്റ്റോർ അവിടെ വെക്കും. അപ്പോൾ ഒരു മെയിൻ സ്റ്റോർ ഉണ്ടാവും, അതിനടുത്ത് ഉണ്ടാവും സബ് സ്റ്റോഴ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ചെറിയ രീതിയിലൊരു പെറ്റി ക്യാഷിൻ്റെ സിസ്റ്റം വരുന്നത് കൊണ്ടാണ് ഇതിന് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ നോട്ട് ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് തിങ് ഇസ് ബിൻ. എന്താണ് ബിൻ? അല്ലേ, നമ്മളിപ്പോൾ എന്താ പറയുക, ഒരു ഡസ്റ്റ് ബിൻ എന്ന് പറയില്ലേ നമ്മൾ, അതായത് എ പ്ലേസ് വെയർ ഡസ്റ്റ് ഷുഡ് ബി കെപ്റ്റ്. അതായത് നമ്മുടെ ഈ എന്താണ് നമ്മുടെ കുപ്പ കൊണ്ടിടാനുള്ള ഒരു സ്ഥലമാണ് ഈ ഡസ്റ്റ് ബിൻ. അപ്പോൾ ആ ബിന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട വേർഡ്. ബിൻ ഇസ് വാട്ട് ഡസ് ബിൻ മീൻസ്? ബിൻ മീൻസ് എ പ്ലേസ് ഓർ സെക്ഷൻ ഓഫ് സ്റ്റോർ വെയർ മെറ്റീരിയൽസ് ഓർ ഗുഡ്സ് ആർ കെപ്റ്റ്. അപ്പോൾ മെറ്റീരിയൽസ് വെക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് എന്ത്, ബിൻ എന്ന് വെച്ചാൽ. അപ്പോൾ സാധനം വെക്കുന്ന സ്ഥലം എന്നതാണ് ബിന്നെ കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ സ്റ്റോർ വിൽ ബി ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് സെക്ഷൻസ്, ഈച്ച് മെൻറ്റ് ഫോർ സ്റ്റോറിങ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ്. ഈച്ച് സെക്ഷൻ ഇസ് കോൾഡ് എ ബിൻ. അതായത് ഒരു സ്റ്റോറ് പല സെക്ഷൻസ് ആയിട്ട് തിരിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഓരോ സെക്ഷനിലും ഓരോ സാധനങ്ങളായിരിക്കും വെക്കേണ്ടത്. അപ്പോൾ ഓരോന്നും എന്താണ്, ഒരു ബിന്നാണ്. ഓക്കെ ഓക്കെ ഇനി അടുത്ത സൈഡിങ് നോക്കാം. സ്റ്റോഴ്സ് റെക്കോർഡ് ഓർ മെറ്റീരിയൽ റെക്കോർഡ്. അപ്പോൾ എന്താണ് സ്റ്റോഴ്സ് റെക്കോർഡ് അല്ലെങ്കിൽ മെറ്റീരിയൽ റെക്കോർഡ്? ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു കീപ് പ്രോപ്പർ റെക്കോർഡ്സ് റിലേറ്റിംഗ് ടു മെറ്റീരിയൽ. മെറ്റീരിയലായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രോപ്പർ റെക്കോർഡ്സ് കീപ്പ് ചെയ്യുക എന്നുള്ളത് എസെൻഷ്യലാണ്. 2 സെറ്റ്സ് ഓഫ് മെറ്റീരിയൽ റെക്കോർഡ്സ് ആർ ജനറലി മെയിൻറ്റെയിൻഡ്. അപ്പോൾ 2 തരം മെറ്റീരിയൽ റെക്കോർഡ്സ് ആണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. 1 സെറ്റ് ഇസ് മെയിൻറ്റെയിൻ ബൈ സ്റ്റോർ കീപ്പർ. അതായത് 2 തരത്തിലുള്ള മെറ്റീരിയൽ റെക്കോർഡ്സ് വെക്കണം. അതിലൊന്ന് സ്റ്റോർ കീപ്പറാണ് വെക്കുന്നത്, മറ്റേതെന്താണ് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, അത് കോസ്റ്റിംഗ് ഓഫീസിലാണ് വെക്കുക. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റോഴ്സ് റെക്കോർഡ് എന്നായിരുന്നു. അപ്പോൾ അത് 2 രീതിയിലാണ് വെക്കേണ്ടത്. ഒന്ന് സ്റ്റോർ കീപ്പറും വെക്കണം, ഒന്ന് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോസ്റ്റിംഗ് ഓഫീസിലാണ് വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ എന്തൊക്കെ റെക്കോർഡ്സാണ് സ്റ്റോർ കീപ്പർ വെക്കേണ്ടത്? അതായത് സ്റ്റോർ കീപ്പർ വെക്കേണ്ട റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ബൈ സ്റ്റോർ കീപ്പർ. The important material records kept by storekeeper are bin card. Bin card ഒരു important material റെക്കോർഡാണ്. ആൻഡ് സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡ്. പിന്നെ ഒന്ന് സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡാണ്. അപ്പോൾ എന്താണ് ഈ ബിൻ കാർഡ് എന്ന് നോക്കാം. അതായത് സ്റ്റോർ കീപ്പർ വെക്കേണ്ട ഒരു റെക്കോർഡാണ് ഈ ബിൻ കാർഡ്, ആദ്യത്തേത്. അപ്പോൾ എന്താണ് ബിൻ കാർഡ് എന്ന് നോക്കാം. അതിൽ പറയുന്നത് ബിൻ ഈസ് എ പ്ലേസ്, റാക്ക് ഓർ കബേർഡ് വെയർ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. ഓക്കെ, ബിൻ ഈസ് എ പ്ലേസ്, റാക്ക് ഓർ കബേർഡ് വെയർ മെറ്റീരിയൽസ് ആർ സ്റ്റോർഡ്. അതായത് ഒരു ഏത് സ്ഥലത്താണോ മെറ്റീരിയൽ വെക്കുന്നത് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു കബേർഡ് ആണെങ്കിൽ അതാണ് ബിന്ന്, ഒരു റാക്ക് ആണെങ്കിൽ അതാണ്, ഒരു കുട്ടയാണെങ്കിൽ അതാണ് ബിന്ന്. ഓക്കെ, എ കാർഡ് ഈസ് അറ്റാച്ച്ഡ് ടു ഈച്ച് ബിൻ. അതായത് ഓരോ ബിന്നിൻ്റെ കൂടെ ഒരു കാർഡ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും, ഇൻഡിക്കേറ്റിംഗ് ദ സ്റ്റോക്ക് പൊസിഷൻ ഓഫ് ദ ബിൻ. അപ്പോൾ എത്രയാണ് ആ ബിന്നിനുള്ള സ്റ്റോക്ക് ഉള്ളതെന്നുള്ളത് അറിയാൻ വേണ്ടി ഒരു കാർഡ് വെച്ചിട്ടുണ്ടാവും. ദിസ് കാർഡ് ഇസ് നോൺ ആസ് ബിൻ കാർഡ്. അപ്പോൾ അതായത് ഒരുപാട് എന്താണ്, ഇപ്പോൾ ഒരു ബക്കറ്റ് പോലത്തെ സാധനങ്ങൾ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിലൊക്കെ ഓരോ സാധനങ്ങൾ സ്റ്റോക്ക് നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു കാർഡ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്, എന്തൊക്കെ സാധനങ്ങളാണ് അതിൽ ഉള്ളതെന്ന് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ കാർഡിൻ്റെ പേരാണ് എന്ത്, ബിൻ കാർഡ്. ഈ വെച്ചിരിക്കുന്ന ഈ കൊട്ടേൻ്റെ പേര് അല്ലെങ്കിൽ ബക്കറ്റിൻ്റെ പേരാണ് എന്ത്, ബിന്നെന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതിന് മറ്റൊരു പേരും കൂടി എന്താണ്, സ്റ്റോഴ്സ് കാർഡ്. ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. whenever materials are received or issued, it is recorded in the bin card so that the balance of material at any time is readily seen. അപ്പോൾ ഓരോ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അത് ബിൻ കാർഡിൽ കൃത്യമായിട്ട് എന്ത് ചെയ്യും, അത് രേഖപ്പെടുത്തും. അപ്പോൾ അത് എത്ര എണ്ണം കൊടുത്തിട്ടുണ്ട്, എത്ര ബാലൻസ് ഉണ്ടെന്ന് അറിയാനൊക്കെ അത് ഉപകാരപ്പെടും. ഓക്കെ ഇനി അടുത്ത സൈഡിങ് വരുന്നത് വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ബിൻ കാർഡാണ്. അപ്പോൾ ബിൻ കാർഡിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഈ ബിൻ കാർഡ് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഈ ബിൻ കാർഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന പോയിൻറ്റ്സ് അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അത് ഒരുപാട് വട്ടം റിപ്പീറ്റായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഓക്കെ, അതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുക. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജിൽ പറഞ്ഞ ഫസ്റ്റ് അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് അതെന്താണ്, സ്റ്റോക്ക് പൊസിഷൻ ഏത് സമയത്തും കൃത്യമായിട്ട് അറിയാൻ സാധിക്കും. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞത് ഹെൽപ്പ് സ്റ്റോർ കീപ്പർ ടു പ്രിപ്പയർ പർച്ചേസ് റിക്വസിഷൻ. അപ്പോൾ എപ്പോഴാണ് പർച്ചേസ് റിക്വസിഷൻ കൊടുക്കേണ്ടതെന്ന് സ്റ്റോർ കീപ്പറിന് ഇതിനെക്കുറിച്ച് ഒരു ധാരണ വരും. കാര്യം ബിൻ കാർഡിൽ സാധനം കുറയുന്നത് കാണുമ്പോൾ എന്താണ് പുതിയ പർച്ചേസ് ഓർഡർ കൊടുക്കണം എന്നുള്ളത് എന്താണ് സ്റ്റോർ കീപ്പർക്ക് മനസ്സിലാവും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് സ്റ്റോഴ്സ് കൺട്രോൾ. അപ്പോൾ കൃത്യമായ സ്റ്റോർ കൺട്രോൾ ഇത് ഉറപ്പ് വരുത്തും. ഇറ്റ് ഹെൽപ്സ് ഇൻ ഇംപ്ലിമെൻറ്റിംഗ് ദ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അതായത് എപ്പോഴും ഇൻവെൻട്രി കൺട്രോൾ ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അപ്പോൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഈ ബിൻ കാർഡ് സഹായിക്കുമെന്നാണ് പറയുന്നത്. ഇറ്റ് എനേബിൾസ് ടു പ്രിപ്പയർ
ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് വിത്തൗട്ട് ഡിലേ. അതായത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒരു ഡിലേ ഇല്ലാതെ പ്രിപ്പയർ ചെയ്യാൻ ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ, നമുക്കൊരു ചോദ്യമാണ് നോക്കേണ്ടത്, എക്സാമ്പിൾ 1. അപ്പോൾ നമുക്ക് മേലെ ചോദ്യത്തിലേക്ക് കടക്കാം. ദ ഫോളോയിങ് ഇസ് ദ ഹിസ്റ്ററി ഓഫ് റിസീറ്റ്സ് ആൻഡ് ഇഷ്യൂസ് ഓഫ് മെറ്റീരിയൽ XY ഇൻ എ ഫാക്ടറി ഡ്യൂറിങ് 2021. അതായത് 2021 മെറ്റീരിയൽ XYയിലെ റെസീറ്റും ഇഷ്യൂവിനെയും കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് നമ്മളോട് ബിൻ കാർഡ് തയ്യാറാക്കാനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പോൾ അതിന് പെർട്ടിക്കുലർ ശ്രദ്ധിക്കുക. മാർച്ച് 1 ഓപ്പണിംഗ് സ്റ്റോക്ക് 200 kg വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ മാർച്ച് 1 വന്നപ്പോൾ അതിൻ്റെ ബാലൻസ് ആണ് 200 kg. അത് കഴിഞ്ഞിട്ട് മാർച്ച് 4 എഴുതി സപ്ലയറുടെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിയിട്ടുണ്ട്, റിസീവ് ചെയ്തിട്ടുണ്ട്, അത് 400 kg ഉണ്ട്. അതിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, GRN നമ്പർ വിച്ച് ഈസ് 148. നെക്സ്റ്റ് നോക്കാം. മാർച്ച് 9 ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 240 kg, അതിൻ്റെ SR നമ്പർ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 12 ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്, അത് 160 kg ആണ്, അതിൻ്റെ SR നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാർച്ച് 14 വീണ്ടും വാങ്ങിയിട്ടുണ്ട്, അത് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട്, 500 kg ആണ്, അതിൻ്റെ GRN നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മാർച്ച് 17 ഇഷ്യൂ ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻ്റ് ആണ് 400 kg, അതിൻ്റെ SR നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മാർച്ച് 19 റിസീവ്ഡ് ഫ്രം സപ്ലയർ കൊടുത്തിട്ടുണ്ട്, അത് വന്നിരിക്കുന്നത് 250 kg ആണ്, GRN നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് 164. മാർച്ച് 20 സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന് റിസീവ് ചെയ്തിട്ടുണ്ട് 500 kg, GRN നമ്പർ. മാർച്ച് 24 26 29 ഇഷ്യൂ ചെയ്തിട്ടുണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 250 260 349 kg, അതിൻ്റെ ഓരോന്നിൻ്റെയും SR നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ നമ്പറുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് മിനിമം സ്റ്റോക്ക് ലെവൽ കൊടുത്തിരിക്കുന്നത് 200 kg ആണ്, റീഓർഡർ ലെവൽ 350 kg ആണ്, മാക്സിമം ലെവൽ 1010 kg ആണ്, റീഓർഡർ ക്വാണ്ടിറ്റി 500 kg ആണ്. ഓക്കെ, അതായത് മിനിമം ലെവൽ ഇതിന് താഴെ പോകാൻ പാടില്ല. 200 kg മിനിമം ലെവൽ കഴിഞ്ഞാൽ പിന്നെ എന്താണ്, അത് പ്രൊഡക്ഷനെ ബാധിക്കും. ഓക്കെ, അതുകൊണ്ട് അതിന് താഴെ പോകരുത്. റീഓർഡർ ലെവൽ ശരിക്കും വരുന്നത് 350 kg ആണ്. 350 kg ആകുമ്പോഴേക്കും വീണ്ടും അടുത്ത ഓർഡർ കൊടുക്കണം എന്നാണ് റീഓർഡർ ലെവലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാക്സിമം 1010 kg വെക്കാൻ അനുമതിയുള്ളൂ ആ സ്റ്റോറിൽ. കാര്യം അതിനപ്പുറത്തേക്ക് വെച്ചാൽ ചിലവ് കൂടും, അല്ലെ അതിൻ്റെ കപ്പാസിറ്റി ഇല്ല. ഓരോ സമയത്ത് 500 kg റീഓർഡറാണ് മാക്സിമം ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഓക്കെ, പ്രിപ്പയർ എ ബിൻ കാർഡ് നമ്പർ 28 for material XY with all necessary details showing the transactions in 2021. അതായത് ബിൻ കാർഡ് XYൻ്റെ ബിൻ കാർഡ് തയ്യാറാക്കണം. അതിൻ്റെ നമ്പർ കൊടുത്തിരിക്കുന്നത് 28 ആണ്. അപ്പോൾ നമുക്ക് ബിൻ കാർഡ് ഇങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്. ബിൻ കാർഡ് എന്ന് ഹെഡിങ് ചെയ്താൽ, അപ്പോൾ മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീഓർഡർ ക്വാണ്ടിറ്റി, ഇത് ഓരോന്നുമായിട്ടും ക്വസ്റ്റ്യനിൽ കൊടുത്തത് അതേപോലെ ആദ്യം നിങ്ങളുടെ റൈറ്റ് സൈഡിൽ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ ബിൻ നമ്പർ 28 എന്നുള്ള ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റോഴ്സ് ലെഡ്ജർ ഫോളിയോ എന്ന് വെച്ചിട്ട് അണ്ടർലൈൻ ചെയ്യുക, സ്റ്റോഴ്സ് കോഡ് നമ്പർ എന്ന് വെച്ച് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒരു ഹെഡറിൻ്റെ സൈഡിലായിട്ട് വരേണ്ടത്. അത് കഴിഞ്ഞ് മെറ്റീരിയൽ XY, ആ മെറ്റീരിയലിൻ്റെ പേര് ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡേറ്റിനൊരു കോളം, ഡേറ്റിൻ്റെ കോളം കഴിഞ്ഞ് 3 കോളമാണ് മെയിനായിട്ട് വരുന്നത്. ഒന്ന് റെസീറ്റിൻ്റെ കോളം, ഒന്ന് ഇഷ്യൂവിൻ്റെ കോളം, ഒന്ന് ബാലൻസിൻ്റെ കോളം. ഈ റെസീറ്റിൻ്റെ കോളത്തിൽ 2 എണ്ണം വരുന്നുണ്ട്. ഒന്ന് GRN നമ്പറും അതിൻ്റെ ക്വാണ്ടിറ്റിയും, പിന്നെ ഇഷ്യൂവിൻ്റെ കോളത്തിൽ MRN നമ്പറും അതിൻ്റെ ക്വാണ്ടിറ്റി. അത് കഴിഞ്ഞിട്ട് ബാലൻസിൽ ക്വാണ്ടിറ്റി, പിന്നെ റിമാർക്കിന് വേണ്ടിയിട്ടൊരു സ്പേസ്, ഒരു കോളം കൊടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അതത് ഡേറ്റുകളിലായിട്ട് മാർച്ച് 1 മുതൽ മാർച്ച് 29 വരെയുള്ള ഡേറ്റുകളിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ മാർച്ച് 1 എന്താണ്, ആദ്യം ഓപ്പണിംഗ് ബാലൻസ് ആണ് കാണിച്ചു തന്നിരിക്കുന്നത്, അതിവിടെ എഴുതി വെച്ചു. അത് കഴിഞ്ഞ് മാർച്ച് 4 സാധനം വാങ്ങുക ചെയ്യുന്നത്, റിസീറ്റാണ് വന്നിരിക്കുന്നത് സപ്ലയറിൻ്റെ കയ്യിൽ നിന്ന്, അതിൻ്റെ GR നമ്പറോട് എഴുതുക, എത്ര ക്വാണ്ടിറ്റിയാണ് വാങ്ങിയെന്ന് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും കൂടി ആഡ് ചെയ്തിട്ട് നമ്മളെ ബാലൻസിൽ എഴുതുക. അത് കഴിഞ്ഞ് മാർച്ച് 9 ഇത് ഇഷ്യൂ ചെയ്യുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് 625 ആണ് ഇതിൻ്റെ MRN നമ്പർ വരുന്നത്, ക്വാണ്ടിറ്റി 240. അപ്പോൾ ഇതിൽ നിന്ന് ഇത് മൈനസ് ആവും, അപ്പോൾ 360 വരിക. 600 240 മൈനസ് ചെയ്താൽ വീണ്ടും മാർച്ച് 12 642 MRN നമ്പർ വരുന്ന 160 ക്വാണ്ടിറ്റി സാധനമാണ് കൊടുത്തിരിക്കുന്നത് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക്. അപ്പോൾ ഈ 160 ഈ 360 മൈനസ് ചെയ്യുമ്പോൾ അത് 240 വരും. അത് കഴിഞ്ഞ് മാർച്ച് 14 160 GR നമ്പർ വരുന്ന 500 ക്വാണ്ടിറ്റി സാധനം വാങ്ങി, അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്തു, ഇവിടെ എഴുതി 700. ഓക്കെ, മാർച്ച് 17 640 നമ്പർ വരുന്ന
400 ക്വാണ്ടിറ്റി സാധനം വാങ്ങി. അപ്പോൾ രണ്ടും കൂടെ എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. 700 400 മൈനസ് ചെയ്തിട്ട് 300 ബാലൻസ് വരിക. മാർച്ച് 19 20 250 500 ക്വാണ്ടിറ്റി സാധനം വാങ്ങി. അതിൻ്റെ നമ്പേഴ്സ് 164 165 അതിവിടെ എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ 300 കൂടെ 250 500 കൂടി ആഡ് ചെയ്തിട്ട് ഓരോന്നായിട്ട് എഴുതുക. അത് ഇതിൻ്റെ കൂടെ 250 ആഡ് ചെയ്യുമ്പോൾ എന്താണ് 550 വന്നു. 550 കൂടെ 500 ആഡ് ചെയ്യുമ്പോൾ 1050 വന്നു. ഓക്കെ. പിന്നെ 24 26 29 ഇഷ്യൂ ചെയ്യുക ചെയ്യുന്നത്. അതിൻ്റെ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ ക്വാണ്ടിറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ആകുമ്പോൾ ആദ്യം 1050 നിന്ന് 250 മൈനസ് ചെയ്യുക. അപ്പോൾ ഇത് വരും. അത് കഴിഞ്ഞ് 800 260 മൈനസ് ചെയ്യുക, 540 വരും. 540 നിന്ന് 349 മൈനസ് ചെയ്യുക, 191 വരും. ഇത്രയേ ബിൻ കാർഡിൽ വരുന്നുള്ളൂ. വളരെ സിമ്പിളാണ്. ബിൻ കാർഡ് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇങ്ങനത്തെ ഒരു ഇഷ്യൂ ചെയ്യുന്ന ഒരു പ്രോബ്ലം ചോദിക്കുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും. ഇതിൻ്റെ ഫോർമാറ്റ് പഠിച്ചു വെക്കലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. ഓക്കെ. മെയിൻറ്റെയിൻഡ് ബൈ സ്റ്റോർ കീപ്പർ. ഫസ്റ്റ് വൺ ബിൻ കാർഡായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രോബ്ലമൊക്കെ നമ്മൾ കണ്ടു, അതിൻ്റെ മീനിങ് കാര്യങ്ങളൊക്കെ കണ്ടു. സെക്കൻഡ് വൺ ഈസ് സ്റ്റോഴ്സ് മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡ്. ഓക്കെ. ദിസ് ഈസ് കെപ്റ്റ് ഇൻ ലൂസ് ലീഫ് ഫോംസ് സിമിലർ ടു ബിൻ കാർഡ്. ബിൻ കാർഡ് പോലെ തന്നെ ലൂസ് ലീഫ് ഫോമായിട്ട് വെക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന മെറ്റീരിയൽ കൺട്രോൾ റെക്കോർഡിൽ. ഓക്കെ. അപ്പോൾ ഇത് രണ്ടുമാണ് സ്റ്റോർ കീപ്പർ വെക്കുന്ന റെക്കോർഡ്സ്. അപ്പോൾ മെയിൻ പോയിന്റ് ബിൻ കാർഡാണ്. ഇത് ജസ്റ്റ് ഒരു പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. അത് ലൂസ് ലീഫായിട്ട് വെക്കുക എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ പറയുന്നുള്ളൂ. പിന്നെ അടുത്തത് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന റെക്കോർഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ. ദ ഇമ്പോർട്ടൻറ്റ് കോസ്റ്റിംഗ് റെക്കോർഡ്സ് മെയിൻറ്റെയിൻഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോഴ്സ് ലെഡ്ജർ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എന്താണെന്ന് വെച്ചാൽ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട്, അതേപോലെ മെറ്റീരിയൽ അബ്സ്ട്രാക്ട്, അതേപോലെ സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ട്, പർച്ചേസ് ജേർണൽ. അപ്പോൾ കോസ്റ്റ് അക്കൗണ്ടിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്ന റെക്കോർഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ടാണ്, ഒന്ന് മെറ്റീരിയൽ അബ്സ്ട്രാക്റ്റ് ആണ്, ഒന്ന് സ്റ്റോഴ്സ് ലെഡ്ജർ കൺട്രോൾ അക്കൗണ്ടാണ്, അടുത്തത് പർച്ചേസ് ജേർണലാണ്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റോഴ്സ് ലെഡ്ജർ എന്താണെന്ന് നോക്കാം. സ്റ്റോഴ്സ് ലെഡ്ജർ ഇസ് മെയിൻറ്റെയിൻ ബൈ ദ സ്റ്റോഴ്സ് അക്കൗണ്ടിംഗ് സെക്ഷൻ ഓഫ് ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലെ സ്റ്റോഴ്സ് അക്കൗണ്ടിംഗ് സെക്ഷനാണ് ഈ സ്റ്റോഴ്സ് ലെഡ്ജർ വെക്കുക. ഓക്കെ. ഇറ്റ് ഈസ് എ റെക്കോർഡ് ഷോയിങ് ദ റെസീറ്റ്സ് ഇഷ്യൂ ആൻഡ് ബാലൻസ് മെറ്റീരിയൽ ബോത്ത് ഇൻ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ. അതായത് ഈ റെക്കോർഡിൽ റെസീറ്റ് ഇഷ്യൂ അതിൻ്റെ ബാലൻസ് ഒക്കെ കാണിക്കും, അത് ക്വാണ്ടിറ്റിയിലും അതിൻ്റെ വാല്യൂയിലും കാണിക്കും. ഇറ്റ് ഈസ് എ സബ്സിഡറി ലെഡ്ജർ ടു ദ മെയിൻ കോസ്റ്റ് ലെഡ്ജർ. അപ്പോൾ മെയിൻ കോസ്റ്റ് ലെഡ്ജറിൻ്റെ ഒരു സബ്സിഡറി ലെഡ്ജറാണ്. ഇത്രയും പോയിന്റ് നോക്കി വെക്കുക. ഓക്കെ. അപ്പോൾ സ്റ്റോഴ്സ് ലെഡ്ജർ കാർഡിൻ്റെ ഒരു ഫോർമാറ്റ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിലും മാക്സിമം ലെവൽ, മിനിമം ലെവൽ, റീ ഓർഡർ ക്വാണ്ടിറ്റി, ഇതൊക്കെ ഇതിന് റൈറ്റ് സൈഡ് കാണിക്കുക. ഇനി ലെഫ്റ്റ് സൈഡിൽ എന്താ മെറ്റീരിയൽ എന്നുള്ളത്, അതിൻ്റെ കോഡ് നമ്പർ, ബിൻ നമ്പർ ഉണ്ടെങ്കിൽ കാണിക്കുക. ഡേറ്റിനൊരു കോളം, അത് കഴിഞ്ഞിട്ട് റെസീറ്റ്, ഇഷ്യൂ, ബാലൻസിന് 3 കോളായിട്ട്. അപ്പോൾ ഈ കോളത്തിനുള്ളിൽ റെസീറ്റിൽ 4 കോളം ഉള്ളിൽ വരുന്നുണ്ട്, ഇഷ്യൂവിൽ വരുന്നുണ്ട്, പക്ഷേ ബാലൻസിന് 3 കോളമാണ് ഉള്ളിൽ വരുന്നത്. അപ്പോൾ റെസീറ്റിൽ GRN നമ്പർ വരുന്നുണ്ട്, ക്വാണ്ടിറ്റി വരുന്നുണ്ട്, റേറ്റ് വരുന്നുണ്ട്, എമൗണ്ട് വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇഷ്യൂവിൽ SR നമ്പർ വരുന്നുണ്ട്, ക്വാണ്ടിറ്റി വരുന്നുണ്ട്, റേറ്റ് വരുന്നുണ്ട്, എമൗണ്ട് വരുന്നുണ്ട്. ബാലൻസിൽ ക്വാണ്ടിറ്റി, റേറ്റ്, എമൗണ്ട് ആണ് വരുന്നത്. ഓക്കെ. അപ്പോൾ ഇതാണ് സ്റ്റോഴ്സ് ലെഡ്ജർ കാർഡിൻ്റെ ഒരു ഫോർമാറ്റ്. അത് കഴിഞ്ഞിട്ട് ബിൻ കാർഡും സ്റ്റോഴ്സ് ലെഡ്ജറും തമ്മിലുള്ള വ്യത്യാസങ്ങളാണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ബിൻ കാർഡ് ആൻഡ് സ്റ്റോഴ്സ് ലെഡ്ജർ. ഓക്കെ. അപ്പോൾ ആദ്യം ബിൻ കാർഡിൽ എഴുതിയിരിക്കുന്നത് ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദ ബിൻ, അതായത് ഇത് ബിന്നിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നതാണ്. സ്റ്റോഴ്സ് ലെഡ്ജർ എന്താണ്, ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻ ദ കോസ്റ്റ് ഓഫീസ്. ഇത് ഓഫീസിൽ വെക്കുന്ന സാധനമാണ്. ഇത് ബിന്നിൻ്റെ അടുത്ത് വെക്കുന്ന ഒരു ലീഫ് പോലെയോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു പേപ്പറാണ് ഈ ബിൻ കാർഡ് എന്ന് വെച്ചാൽ. അത് കഴിഞ്ഞിട്ട് ബിൻ കാർഡിൽ പറഞ്ഞത് ഇറ്റ് ഈസ് മെയിൻറ്റെയിൻ ബൈ സ്റ്റോർ കീപ്പർ. അപ്പോൾ സ്റ്റോർ കീപ്പറാണ് ബിൻ കാർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സ്റ്റോഴ്സ് ലെഡ്ജർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കോസ്റ്റ് ക്ലർക്കാണ്. മൂന്നാമത്തെ പോയിന്റ്, ബിൻ കാർഡിൽ ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ക്വാണ്ടിറ്റി ഓൺലി. ക്വാണ്ടിറ്റി മാത്രമേ ബിൻ കാർഡിൽ കാണിക്കുള്ളൂ. സ്റ്റോഴ്സ് ലെഡ്ജറിൽ ക്വാണ്ടിറ്റിയും വാല്യൂയും കാണിക്കും. ഇനി നാലാമത്തെ പോയിന്റ്, എൻട്രീസ് ആർ പോസ്റ്റഡ് ഇൻഡിവിജ്വലായിട്ടാണ് എൻട്രി ഇതിൽ പോസ്റ്റ് ചെയ്യുന്നത്. ഇതിൽ നാലാമത്തെ പോയിന്റ് നോക്കാം. സ്റ്റോഴ്സ് ലെഡ്ജറിൽ എൻട്രീസ് ആർ പോസ്റ്റഡ് പീരിയോഡിക്കലി ആൻഡ് ഇൻ ടോട്ടലായിട്ടാണ് പീരിയോഡിക്കലി എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. ബിൻ കാർഡിൽ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക, എൻട്രീസ് ആർ പോസ്റ്റഡ് ജസ്റ്റ് ബിഫോർ ദ ട്രാൻസാക്ഷൻ ടേക്സ് പ്ലേസ്. അപ്പോൾ ട്രാൻസാക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് എൻട്രീസ് ബിൻ കാർഡിൽ എൻട്രി ചെയ്യുക. ഇനി സ്റ്റോഴ്സ് ലെഡ്ജറിൽ എൻട്രീസ് ആർ പോസ്റ്റഡ് ആഫ്റ്റർ ട്രാൻസാക്ഷൻ. ഓക്കെ. അത് കഴിഞ്ഞിട്ട്
ബിൻ കാർഡിൽ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് നോട്ട് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ്. ഇതൊരു ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡല്ല. പക്ഷേ സ്റ്റോർസ് ലെഡ്ജറിൽ പറഞ്ഞ് ശ്രദ്ധിക്കുക, ഇറ്റ് ഈസ് എ ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡ് ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിൻ്റെ ഒരു ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡാണ് ഈ പറഞ്ഞ സ്റ്റോർസ് ലെഡ്ജർ. അപ്പോൾ ഒരു ബേസിക് അക്കൗണ്ടിങ് റെക്കോർഡാണ് സ്റ്റോർസ് ലെഡ്ജർ. ഇതൊരു അക്കൗണ്ടിങ് റെക്കോർഡല്ല ബിൻ കാർഡ്. 7ാമത്തെ പോയിന്റ്, ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ജോബ് ടു അനദർ ഡു നോട്ട് അപ്പിയർ. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ഒന്നും ഇതിലേക്ക് എന്താണ് അപ്പിയർ ആവില്ല. സ്റ്റോർസ് ലെഡ്ജറിൽ ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽ ഫ്രം വൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഓർ ജോബ് ടു അനദർ വിൽ അപ്പിയർ. അപ്പോൾ അത് ഇതിൽ അപ്പിയർ ആവുമെന്നാണ് പറയുന്നത്. ഇനി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്ന അടുത്ത റെക്കോർഡ് എന്താണെന്ന് വെച്ചാൽ മെറ്റീരിയൽ എബ്സ്ട്രാക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് മെറ്റീരിയൽ എബ്സ്ട്രാക്റ്റ് എന്ന് നോക്കാം. മെറ്റീരിയൽ എബ്സ്ട്രാക്റ്റ് ഈസ് ആൻ അനാലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽസിൻ്റെ ഒരു അനാലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ മെറ്റീരിയൽ എബ്സ്ട്രാക്റ്റ് എന്ന് വെച്ചാൽ. ഇഷ്യൂ ടു ഡിഫറെൻറ്റ് ജോബ്, ഒരു ഡിഫറെൻറ്റ് ജോബ്സിന് വേണ്ടി ഇഷ്യൂ ചെയ്യുന്നതാണിത്. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് പീരിയോഡിക്കലി, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഹാഫ് ഇയർലി എക്സെട്ര. അത് പീരിയോഡിക്കലായിട്ടും ഡെയിലി ആയിട്ടും വീക്ക്ലി ആയിട്ടും മന്ത്ലി ആയിട്ടും ഹാഫ് ഇയർലി ആയിട്ടൊക്കെ എന്ത് പ്രിപ്പയർ ചെയ്യുന്നതാണ്. ഇറ്റ്സ് പേർപ്പസ് ഇസ് ടു അസർടെയിൻ ദ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂഡ് ടു ഈച്ച് ജോബ്. ഓരോ ജോബിന് വേണ്ടിയിട്ടും ഇതിൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കണക്കാക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെറ്റീരിയൽസ് എബ്സ്ട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് മെറ്റീരിയൽസ് അനാലിസിസ് ഷീറ്റ്. മെറ്റീരിയൽ അനാലിസിസ് ഷീറ്റ് എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഓക്കെ, ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ഓൺ ദ ബേസിസ് ഓഫ് മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്സ്. അപ്പോൾ ഇത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽ റിക്വസിഷൻ സ്ലിപ്സ് കിട്ടിയാലേ ഈ മെറ്റീരിയൽ എബ്സ്ട്രാക്റ്റ് ഉണ്ടാക്കുള്ളൂ. അതൊരു അനാലിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്തിൻ്റെ മെറ്റീരിയൽസിൻ്റെ. ഇത് പീരിയോഡിക്കലായിട്ടാണ് തയ്യാറാക്കുക, പ്രിപ്പയർ ചെയ്യുക, ഡെയിലി, വീക്ക്ലി, മന്ത്ലി, ഹാഫ് ഇയർലി. അപ്പോൾ എന്താണ് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഓരോ ജോബിന് വേണ്ട കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ എത്രയാണെന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇതിന് മറ്റൊരു പേരാണ് മെറ്റീരിയൽ അനാലിസിസ് ഷീറ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് റെക്കോർഡ്സ്, സ്റ്റോർസിൽ വെക്കുന്ന റെക്കോർഡ്സിനെ കുറിച്ച് പറയാനുള്ളത്. നമ്മൾ സ്റ്റോർ കീപ്പർ വെക്കുന്ന റെക്കോർഡ്സും അതേമാതിരി കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് വെക്കുന്ന റെക്കോർഡ്സിനെ കുറിച്ചും കണ്ടു. ഇനി അടുത്തത് നോക്കാനുള്ളത് ടെക്നീക്സ്, മെത്തേഡ്സ് ഓഫ് മെറ്റീരിയൽ ഇൻവെൻട്രി ഓർ സ്റ്റോർസ് കൺട്രോൾ. അതായത് സ്റ്റോർസ് കൺട്രോൾ അല്ലെങ്കിൽ ഇൻവെൻട്രി കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോളിന് ഒരുപാട് ടെക്നീക്സ്, മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സിനെ കുറിച്ചിട്ടാണ് നോക്കേണ്ടത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ നമ്പർ ഓഫ് ടെക്നീക്സ് ആർ അവൈലബിൾ ടു എക്സസൈസ് കൺട്രോൾ ഓവർ മെറ്റീരിയൽസ്. അപ്പോൾ ഒരുപാട് ടെക്നീക്സ് ഉണ്ട് മെറ്റീരിയലിന് പുറത്തൊരു കൺട്രോൾ വരുത്താനായിട്ട്. ഇമ്പോർട്ടൻറ്റ് ടെക്നീക്സ് ആർ, അപ്പോൾ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ടെക്നീക്സ് എന്ന് നോക്കാം. ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയൽസിനെ ക്ലാസിഫൈ ചെയ്യുക, അതേമാതിരി ഓരോന്നിനോരോ കോഡ് കൊടുക്കുക, കോഡിഫൈ ചെയ്യുക. 2ാമത്തെ പോയിന്റ് ഡബിൾ ബിൻ സിസ്റ്റമാണ്. 3ാമത്തെ പോയിന്റ് സ്റ്റോർസിൻ്റെ സ്റ്റോക്ക് ലെവൽ എത്രയാണെന്നുള്ള നിശ്ചയിക്കലാണ്. 4ാമത്തെ പോയിന്റ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയാണ്. 5ാമത്തെ പോയിന്റ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. 6ാമത്തെ പോയിന്റ് സ്റ്റോക്ക് വെരിഫിക്കേഷൻ സിസ്റ്റം കണ്ടെത്തുക എന്നുള്ളതാണ്. 7ാമത്തെ പോയിന്റ് ഇംപ്രസ്ഡ് സിസ്റ്റമാണ്. നെക്സ്റ്റ് പോയിന്റ് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ്സ് ആണ്. അതിൽ ABC അനാലിസിസ് വരുന്നുണ്ട്, VED അനാലിസിസ് വരുന്നുണ്ട്. നെക്സ്റ്റ് വൺ JIT ഇൻവെൻട്രി ടെക്നിക്കാണ്. ഓക്കെ, അപ്പോൾ ഓരോ ടെക്നിക്കും താഴെ വിവരിച്ച് തരുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ടെക്നിക്ക് എന്തായിരുന്നു? ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ആണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫോർ എഫിഷ്യൻറ്റ് സ്റ്റോറേജ് പ്രോപ്പർ ക്ലാസിഫിക്കേഷൻ ആൻഡ് കോഡിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് ഈസ് നെസസറി. Classification of materials refers to grouping of materials according to their nature in suitable categories. For example, iron, aluminum, copper. അപ്പോൾ ഓരോന്നതിന് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്ത് വെക്കുക. അതാണ് ക്ലാസിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക, കോഡിഫിക്കേഷൻ ഇസ് ദ പ്രോസസ് ഓഫ് ഗിവിംഗ് ഡിസ്റ്റിങ്ക്റ്റ് നമ്പേഴ്സ് ഓർ ലെറ്റേഴ്സ് ഓർ സിംബൽസ് ടു ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ടു ഫെസിലിറ്റേറ്റ് ഈസി ഐഡൻറ്റിഫിക്കേഷൻ. പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഓരോ നമ്പേഴ്സ് ഓരോ മെറ്റീരിയൽസിന് കൊടുക്കുക. അപ്പോൾ അതാണ് എന്ത് കോഡിഫിക്കേഷൻ എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ ടെക്നിക്ക് ഓഫ് സ്റ്റോർസ് കൺട്രോൾ അല്ലെങ്കിൽ മെറ്റീരിയൽ കൺട്രോൾ. ഓക്കെ, ഇനി അടുത്ത ടെക്നിക്ക് നോക്കാം. ഡബിൾ ബിൻ സിസ്റ്റം അല്ലെങ്കിൽ 2 ബിൻ സിസ്റ്റം. അണ്ടർ ദി സിസ്റ്റം 2 ബിൻസ് ആർ മെയിൻറ്റെയിൻഡ് ഫോർ ഈച്ച് മെറ്റീരിയൽ. ഓരോ മെറ്റീരിയലിന് 2 ബിൻ സിസ്റ്റം വരും. ദ ഫസ്റ്റ് ബിൻ ഈസ് ടേംഡ് ആസ് റണ്ണിങ് ഓർ റെഗുലർ ബിൻ. റെഗുലർ ഓർ ഡേ ടു ഡേ ഇഷ്യൂസ് ആർ മെയ്ഡ് ഫ്രം ദിസ് ബിൻ. അതായത് ഡേ ടു ഡേ ഇഷ്യൂസൊക്കെ ഈ റെഗുലർ ബിന്നിൽ ചേർക്കും. ദ സെക്കൻഡ് ബിൻ ഇസ് ടേംഡ് ആസ് റിസർവ് ഓർ മിനിമം സ്റ്റോക്ക് ബിൻ. അതായത് റിസർവ് അല്ലെങ്കിൽ മിനിമം സ്റ്റോക്ക് ബിൻ ആണ് സെക്കൻഡ് ബിൻ. ദിസ് കണ്ടെയ്ൻസ് ദ മിനിമം സ്റ്റോക്ക്. അതായത് 2 ബിൻ സിസ്റ്റം വരും. ഒരു ബിന്നിൽ റെഗുലർ ആവശ്യത്തിനുള്ള സാധനങ്ങൾ വെക്കും, മറ്റേത് റിസർവിൽ, നമ്മൾ വണ്ടിക്കൊക്കെ ഉള്ള മാതിരി റിസർവിൽ മറ്റൊരു ബിന്ന് വെക്കും. അപ്പോൾ ഇതിന്ന് സാധനം തീർന്നു കഴിഞ്ഞാൽ എന്താണ്, ഇതിന്ന് പെട്ടെന്ന് എടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ റിസർവിൽ എപ്പോഴും സാധനം ഉണ്ടാവും, റിസർവ് ഒരിക്കലും എന്താണ് ഒഴിവാക്കില്ല. അപ്പോൾ ഇതാണ് ഡബിൾ ബിൻ സിസ്റ്റം. 2 ബിന്ന് വെക്കും, 2 എന്താണ് സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഒന്ന് റിസർവിന് വേണ്ടിയിട്ടായിരിക്കും, ഒന്ന് റെഗുലർ ഡേ ടു ഡേ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരിക്കും.
ഇനി അടുത്ത സ്റ്റോഴ്സ് കൺട്രോൾ ടെക്നീക്ക് എന്താണെന്ന് വെച്ചാൽ സ്റ്റോർസ് സ്റ്റോക്ക് ലെവൽ നിശ്ചയിക്കലാണ്. സ്റ്റോർസ് സ്റ്റോക്ക് ലെവൽ. ഓക്കെ. ക്യാരിങ് ടു മച്ച് ഓർ ടു ലിറ്റിൽ ഇൻവെൻട്രീസ് ഈസ് അൺഡിസൈറബിൾ ഫോർ എനി ബിസിനസ്. അപ്പോൾ അധികം ഇൻവെൻട്രി വരാൻ പാടില്ല, കുറവും വരാൻ പാടില്ല. ആ ഒരു ഐഡിയൽ കപ്പാസിറ്റി എപ്പോഴും സൂക്ഷിക്കണം. അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എടുക്കുന്ന ചില ടെക്നീക്സ് ആണ് ഈ സ്റ്റോർസ് സ്റ്റോക്ക് ലെവൽ. ചില കാൽക്കുലേഷൻസ് ആണ്. ഇഫ് ദ ഇൻവെൻട്രി is too high, the situation of over inventory arises. On the other hand, if the inventory is too little, the organization would face regular stock outs. Stock എപ്പോഴും തീർന്നുകൊണ്ടിരിക്കും, അത് ഓർഗനൈസേഷൻ റണ്ണിങ്ങിനെ ബാധിക്കും. ഓക്കെ. സോ ദ ഓർഗനൈസേഷൻ ഷുഡ് കീപ് ഒപ്റ്റിമം ലെവൽ, അതായത് ഒരു ബാലൻസ്ഡ് ലെവൽ ഓഫ് ഇൻവെൻട്രി ആയിരിക്കണം എപ്പോഴും വെക്കേണ്ടത്. ഫോർ മെയിൻറ്റെയിനിങ് ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി, മാനേജ്മെൻറ്റ് വിൽ ഫിക്സ് ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽ. അപ്പോൾ ഈ ഒരു ഒപ്റ്റിമം ലെവൽ സൂക്ഷിക്കാനായിട്ട് മാനേജ്മെൻറ്റ് ഡിഫറെൻറ്റ് സ്റ്റോക്ക് ലെവൽ മെയിൻറ്റെയിൻ ചെയ്യും. The different stock levels are maximum level, minimum level, reorder level, average level and danger level. ഓക്കെ. അപ്പോൾ ഓരോ ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസ് പഠിച്ചു വെക്കാനായിട്ടുണ്ട്. ഫസ്റ്റ് വൺ മാക്സിമം ലെവലാണ്. മാക്സിമം സ്റ്റോക്ക് ലെവൽ ഇസ് ദ അപ്പർ ലെവൽ ഓഫ് ഇൻവെൻട്രി. ഏറ്റവും ഇൻവെൻട്രിയുടെ ടോപ്പ് ലെവലാണ് ഈ മാക്സിമം ലെവൽ എന്ന് വെച്ചാൽ. ദിസ് ഇസ് ദ ലെവൽ എബവ് വിച്ച് സ്റ്റോക്ക് ഷുഡ് നോട്ട് എക്സീഡ്. സ്റ്റോക്ക് ഇതിന് പുറത്തേക്ക് പോകാൻ പാടില്ല. The main purpose of this level is to avoid overstocking. Overstocking ഒഴിവാക്കാനായിട്ടാണ് മാക്സിമം ലെവൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ. ഓഫ് മെറ്റീരിയൽ ആൻഡ് അൺനെസറി ബ്ലോക്കിംഗ് ഓഫ് ക്യാപിറ്റൽ ഇൻ ഇൻവെൻട്രീസ്. അപ്പോൾ ക്യാപിറ്റൽ വെറും ഇൻവെൻട്രീസിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, അപ്പോൾ അത് ലോക്കായി പോകും. അപ്പോൾ അത് ഒഴിവാക്കാനും കൂടിയായിട്ടാണ് ഈ പറയുന്ന മാക്സിമം ലെവൽ വെക്കുന്നത്. മാക്സിമം ലെവൽ ഈസ് ഓൾസോ നോൺ ആസ് സമ്മിറ്റ് ലെവൽ. അപ്പോൾ സമ്മിറ്റ് ലെവൽ എന്നൊരു പേരും കൂടി മാക്സിമം ലെവലിലുണ്ട്. അപ്പോൾ അതിൻ്റെ കമ്പ്യൂട്ടേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. മാക്സിമം ലെവൽ ഈസ് ഈക്വൽ ടു reorder level plus reorder quantity minus minimum consumption into minimum reorder period. ഓക്കെ. അപ്പോൾ മാക്സിമം ലെവലിൻ്റെ ഇക്വേഷനാണ് റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഓക്കെ. റീഓർഡർ ലെവൽ പ്ലസ് റീഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. അപ്പോൾ ഇത് ബൈ ഹാർട്ട് പഠിക്കുക. ഇത് ചോദിക്കുകയാണെങ്കിൽ മാക്സിമം ലെവലിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഇത് ബൈ ഹാർട്ട് പഠിച്ച് വെച്ചിട്ട് അത് എഴുതി വെക്കുക. ഓക്കെ. ഇനി ശ്രദ്ധിക്കുക നിങ്ങൾ, ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. അതായത് മാക്സിമം ലെവൽ വെക്കുമ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്? അതിൽ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ കൺസിഡർ ചെയ്യണം. അപ്പോൾ വളരെ വേഗത്തിൽ കൺസംഷൻ നടക്കുകയാണെങ്കിൽ മാക്സിമം ലെവൽ കൂട്ടി വെക്കണം. അവൈലബിലിറ്റി ഓഫ് ഫണ്ട് കൺസിഡർ ചെയ്യണം. സ്റ്റോറേജ് സ്പേസ് കൺസിഡർ ചെയ്യണം, അതിൻ്റെ അവൈലബിലിറ്റി എത്ര ഉണ്ട് എന്നുള്ളത്. നെക്സ്റ്റ് പോയിന്റ്, ടൈം നെസറി ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ്. നെക്സ്റ്റ് വൺ, സ്റ്റോറേജ് കോസ്റ്റ്. അടുത്തത് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അടുത്തത് സീസണൽ ആൻഡ് സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ. നെക്സ്റ്റ് വൺ, റിസ്ക് ഓഫ് ഒബ്സലൻസ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്തായിരിക്കണം നമ്മൾ ഒരു മാക്സിമം ലെവൽ കൺസിഡർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. ഒന്നെന്താണ്, ഇത് കേടായി പോകുന്ന സാധനങ്ങളാണോ നോക്കുക, സൈക്ലിക്കൽ ഫ്ലക്ച്വേഷൻ വരുന്നുണ്ടോ നോക്കുക, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റിയെ കുറിച്ച് പഠിക്കാണ്ട് നമുക്ക് ഈ ഒരു ചാപ്റ്റർ തന്നെ. അപ്പോൾ നമുക്ക് നോക്കാം. ഇപ്പോൾ സ്റ്റോറേജ് കോസ്റ്റ് എത്ര വരാൻ നോക്കുക, എത്ര ടൈം എടുക്കും പുതിയ മെറ്റീരിയൽ കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. ഓക്കെ. അത് കഴിഞ്ഞ് ഇനി അടുത്ത ലെവൽ എന്ന് വെച്ചാൽ മിനിമം ലെവലാണ്. ഓക്കെ. മിനിമം സ്റ്റോക്ക് ലെവൽ ഇസ് ദ മിനിമം ക്വാണ്ടിറ്റി ഓഫ് സ്റ്റോക്ക് ദാറ്റ് ഷുഡ് ബി ഹെൽഡ് അറ്റ് ഓൾ ടൈംസ്. മിനിമം വെക്കേണ്ട സ്റ്റോക്ക് ലെവലാണെന്ത് ഈ മിനിമം ലെവൽ എന്ന് വെച്ചാൽ. മിനിമം സ്റ്റോക്ക് ഈസ് ഓൾസോ കോൾഡ് സേഫ്റ്റി ഓർ ബഫർ സ്റ്റോക്ക്. അപ്പോൾ മിനിമം സ്റ്റോക്കിൻ്റെ മറ്റൊരു പേരാണ് സേഫ്റ്റി അല്ലെങ്കിൽ ബഫർ സ്റ്റോക്ക്. ഈ മിനിമം ലെവൽ കഴിഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മിനിമം ലെവൽ എപ്പോഴും കമ്പനി മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം സ്റ്റോക്ക് ലെവൽ ഈസ് കമ്പ്യൂട്ടഡ് ഇൻ ബൈ ദ ഫോളോയിങ് ഫോർമുല. അതായത് മിനിമം സ്റ്റോക്ക് ലെവൽ താഴെ പറഞ്ഞ രീതിയിലാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ വരുന്നത് റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. നമ്മൾ നേരത്തെ മാക്സിമം ലെവൽ എന്താ കണ്ടത്? മാക്സിമം ലെവൽ നമ്മൾ കണ്ടത് റീഓർഡർ ക്വാണ്ടിറ്റി പ്ലസ് റീഓർഡർ ലെവൽ മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ് ആയിരുന്നു. ഇവിടെ റീഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീഓർഡർ പീരീഡ്. അപ്പോൾ ഇതിന് ഈ പറയുന്ന നോർമൽ കൺസംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക, ഈ നോർമൽ കൺസംഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നോർമൽ റീഓർഡർ പീരീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ മിനിമം റീഓർഡർ പീരീഡ് പ്ലസ് മാക്സിമം റീഓർഡർ പീരീഡ് ഡിവൈഡ് ബൈ 2 ചെയ്താൽ നോർമൽ റീഓർഡർ പീരീഡ് കിട്ടും. അപ്പോൾ അത് ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ തരും, അത് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ.
അപ്പോൾ അതിൻ്റെ പ്രോബ്ലംസ് ഒന്നും നമുക്കിവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നാണ് വിചാരിക്കുന്നത്. അതുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ ബൈ ഹാർട്ടായിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, ഇനി അടുത്തത് ഫാക്ടേഴ്സ് ടു ബി കൺസിഡേർഡ്. അതായത് മിനിമം ലെവലിൽ സൂക്ഷിക്കണമെങ്കിൽ എന്ത് ഫാക്ടേഴ്സാണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കുക, ഫസ്റ്റ് പോയിന്റ് എന്താണ്, നേച്ചർ ഓഫ് ഐറ്റം ഓഫ് മെറ്റീരിയൽ. അപ്പോൾ മെറ്റീരിയലിൻ്റെ നേച്ചർ എന്താണെന്നുള്ളത് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് വൺ, ആവറേജ് ടൈം റിക്വയർഡ് ടു ഗെറ്റ് ന്യൂ മെറ്റീരിയൽ. പുതിയ മെറ്റീരിയൽ കിട്ടേണ്ട ആവറേജ് ടൈം എത്രയാണെന്നുള്ളത് കൺസിഡർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആവറേജ് റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ, അതായത് മെറ്റീരിയലിൻ്റെ ആവറേജ് റേറ്റ് ഓഫ് കൺസംഷൻ എത്രയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ് എന്താണെന്നുള്ളത്, റീഓർഡർ ലെവലും റീഓർഡർ ക്വാണ്ടിറ്റിയും കൺസിഡർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതാണ് മിനിമം ലെവലിനെ കുറിച്ച് പറയാനുള്ളത്. ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. ഇനി നെക്സ്റ്റ് സൈഡ് ഹെഡിങ് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ എന്ന് വെച്ചാൽ റീഓർഡർ ലെവലാണ്, അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരാണ് ഓർഡറിംഗ് ലെവൽ. ദിസ് ഇസ് ദ ലെവൽ അറ്റ് വിച്ച് ഓർഡർ ഇസ് പ്ലേസ്ഡ് ഫോർ ഫ്രഷ് സപ്ലൈ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ ഏത് ലെവലാകുമ്പോഴാണ് പുതിയ ഓർഡർ പ്ലേസ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഇതിൽ സ്റ്റോക്ക് ഇപ്പോൾ ഈ ലെവലുണ്ട്, അത് മാക്സിമം ലെവലാണ്, ഇത് മിനിമം ലെവലാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഏത് ലെവൽ എത്തുമ്പോഴാണ് പുതിയ ഓർഡർ കൊടുക്കേണ്ടത് എന്നാണ് റീഓർഡർ ലെവലിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിന് പറഞ്ഞത്, വെൻ സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ റീച്ചസ് ദിസ് ലെവൽ ദ സ്റ്റോർ കീപ്പർ മസ്റ്റ് റീഓർഡർ ഫോർ ദിസ് മെറ്റീരിയൽ. പുതിയ മെറ്റീരിയലിന് വേണ്ടി റീഓർഡർ ചെയ്യുക. ഓക്കെ, റീഓർഡർ ലെവൽ ഈസ് ഫിക്സ്ഡ് സംവെയർ ബിറ്റ്വീൻ മിനിമം ലെവൽ ആൻഡ് മാക്സിമം ലെവൽ. അപ്പോൾ അതിനൊരു കമ്പ്യൂട്ടേഷൻ വരുന്നുണ്ട്. റീഓർഡർ ലെവൽ ഈസ് കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. അപ്പോൾ റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ അവിടെ കൊടുത്തിരിക്കുന്നത്, റീഓർഡർ ലെവൽ ഈസ് ഈക്വൽ ടു മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഒന്നുകിൽ മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ്, അല്ലെങ്കിൽ മിനിമം ലെവൽ പ്ലസ് ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് റീഓർഡർ പീരീഡ്. ഓക്കെ, അതായത് മിനിമം ലെവൽ പ്ലസ് കൺസംഷൻ ഡ്യൂറിങ് ലീഡ് ടൈം. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് ശ്രദ്ധിക്കുക എന്തൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട ഫാക്ടേഴ്സ്. വൈൽ ഡിറ്റർമിനിങ് റീഓർഡർ ലെവൽ ദ ഫാക്ടേഴ്സ് ടു ബി ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ ആർ റേറ്റ് ഓഫ് കൺസംഷൻ, റീഓർഡർ പീരീഡ്, വേരിയേഷൻ ഇൻ റീഓർഡർ പീരീഡ്, മിനിമം ലെവൽ, എക്കണോമിക് ഓർഡർ, ക്വാണ്ടിറ്റി. ഈ വക കാര്യങ്ങളൊക്കെയാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആവറേജ് സ്റ്റോക്ക് ലെവലാണ്. ഓക്കെ, ദിസ് ഇസ് ദ ആവറേജ് സ്റ്റോക്ക് ഹെൽഡ് ബൈ ആൻ ഓർഗനൈസേഷൻ. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീഓർഡർ ക്വാണ്ടിറ്റി. ഇതാണ് ആവറേജ് സ്റ്റോക്ക് ലെവൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഡേഞ്ചർ ലെവൽ വരുന്നുണ്ട്. മിനിമം ലെവലിന് താഴെ വരുന്നതാണ് ഡേഞ്ചർ ലെവൽ. അത് കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത സമയത്ത് തന്നെ സ്റ്റോക്ക് ഔട്ടായി പോകും. ദിസ് ഇസ് ദ ലെവൽ ഓഫ് സ്റ്റോക്ക് ബിലോ വിച്ച് ദ സ്റ്റോക്ക് ഷുഡ് നെവർ ബി അലൗഡ് ടു ഫോൾ. അതായത് ഇതിന് താഴെ സ്റ്റോക്ക് പോകാൻ പാടില്ല. വെൻ സ്റ്റോക്ക് റീച്ചസ് ഡേഞ്ചർ ലെവൽ, urgent and emergency action should be taken to replenish the stock so that production is not stopped. അതായത് പ്രൊഡക്ഷൻ നിൽക്കുന്നത് ഒഴിവാക്കാനായിട്ട് എത്രയും പെട്ടെന്ന് ഈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ദ സ്റ്റോക്ക് ഷുഡ് ബി റീപ്ലെനിഷ്ഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഫോർമുല ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഡേഞ്ചർ ലെവൽ ഈസ് ഈക്വൽ ടു ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസസ്. ആവറേജ് കൺസംഷൻ ഇൻറ്റു മാക്സിമം റീഓർഡർ പീരീഡ് ഫോർ എമർജൻസി പർച്ചേസസ്. ഓക്കെ, അല്ലെങ്കിൽ മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡ്. ഇത് രണ്ടുമാണ് വരിക. ഒന്നുകിൽ ആവറേജ് കൺസംഷൻ അല്ലെങ്കിൽ മിനിമം കൺസംഷൻ. അപ്പോൾ ആവറേജ് കൺസംഷൻ ആണെങ്കിൽ മാക്സിമം റീഓർഡർ പീരീഡാണ് വരിക ഫോർ എമർജൻസി പർച്ചേസസ്. അല്ലാന്നുണ്ടെങ്കിൽ മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീഓർഡർ പീരീഡാണ് വരിക. ഇനി നെക്സ്റ്റ് വൺ റീഓർഡർ പീരീഡാണ്. എന്താണ് റീഓർഡർ പീരീഡ് എന്ന് നോക്കാം. ഓക്കെ, ഇൻ കണക്ഷൻ വിത്ത് സ്റ്റോക്ക് ലെവൽ ദ ടേം റീഓർഡർ പീരീഡ് റെഫേഴ്സ് ടു ദ ടൈം റിക്വയർഡ് ടു ഒബ്റ്റെയിൻ ന്യൂ മെറ്റീരിയൽസ്. പുതിയ മെറ്റീരിയൽസ് കിട്ടാനായിട്ട് എടുക്കുന്ന സമയമാണ് റീഓർഡർ പീരീഡ്. നമ്മളൊരു ഓർഡർ കൊടുത്തു, എത്ര കാലം കൊണ്ടാണ് ആ ഓർഡർ നമുക്ക് കിട്ടുക, അതാണ് റീഓർഡർ പീരീഡ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ഓൺലൈനായിട്ടൊരു സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കാലം കൊണ്ടാണ് അത് കിട്ടുകയെന്നുണ്ടല്ലോ. അപ്പോൾ അതാണ് റീഓർഡർ പീരീഡ് എന്ന് വെച്ചാൽ. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, എക്സാമ്പിൾ 2. ഫ്രം ദ ഫോളോയിങ് ഡാറ്റ ഫോർ ദ ലാസ്റ്റ് ഇയർ കാൽക്കുലേറ്റ് സ്റ്റോഴ്സ് സ്റ്റോക്ക് ലെവൽ. അപ്പോൾ ഈ താഴെ കൊടുത്തിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് സ്റ്റോറിൻ്റെ ഓരോ ലെവൽ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ മാക്സിമം യൂസേജ് അല്ലെങ്കിൽ കൺസംഷൻ കൊടുത്തിട്ടുണ്ട്, മിനിമം കൺസംഷൻ കൊടുത്തിട്ടുണ്ട്. മാക്സിമം 300 നമ്പറാണ്, മിനിമം 200 ആണ്, ആവറേജ് 225 ടൈം ലാഗ് വരുന്നത് മാക്സിമം 6 മാസം, മിനിമം 2 മാസം. റീഓർഡർ ക്വാണ്ടിറ്റി വരുന്നത് 750 നമ്പറാണ്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാനുള്ളത് റീഓർഡർ ലെവലാണ്. അപ്പോൾ റീഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ എന്താ വരുന്നത്?
മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ്. റീ ഓർഡർ ലെവലിൻ്റെ ഇക്വേഷൻ വരുന്നത് മാക്സിമം കൺസംഷൻ ഇൻറ്റു മാക്സിമം റീ ഓർഡർ പീരീഡ് ആണ്. അപ്പോൾ മാക്സിമം കൺസംഷൻ ക്വസ്റ്റ്യനിലുള്ളത് 300 ആണ്. മാക്സിമം റീ ഓർഡർ പീരീഡ് കൊടുത്തിരിക്കുന്നത് 6 മാസമാണ്. അപ്പോൾ 300 × 6 1800 നമ്പർ എത്തുമ്പോൾ നമ്മൾ റീ ഓർഡർ ചെയ്യണം. ഓക്കെ, ഇനി മാക്സിമം ലെവൽ എന്താണ് ഇക്വേഷൻ? മാക്സിമം ലെവലിൻ്റെ ഇക്വേഷൻ റീ ഓർഡർ ലെവൽ പ്ലസ് റീ ഓർഡർ ക്വാണ്ടിറ്റി മൈനസ് മിനിമം കൺസംഷൻ ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡ്. അതായത് റീ ഓർഡർ ലെവൽ കിട്ടി 1800, അതിൻ്റെ കൂടെ റീ ഓർഡർ ക്വാണ്ടിറ്റി ആഡ് ചെയ്യുക, മൈനസ് മിനിമം കൺസംഷൻ എത്രയാണ് 200 ആയിരുന്നു, ഇൻറ്റു മിനിമം റീ ഓർഡർ പീരീഡാണ് 2 മാസം. ഓക്കെ, അപ്പോൾ 2150 മാക്സിമം ലെവൽ. ഇനി മിനിമം ലെവലിൻ്റെ ഇക്വേഷനാണ് കൊടുത്തിരിക്കുന്നത് റീ ഓർഡർ ലെവൽ മൈനസ് നോർമൽ കൺസംഷൻ ഇൻറ്റു നോർമൽ റീ ഓർഡർ പീരീഡ്. ഓക്കെ, അപ്പോൾ നോർമൽ കൺസംഷൻ്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് 225, പക്ഷേ നോർമൽ റീ ഓർഡർ പീരീഡ് കണ്ടെത്തണം. അതിന് മാക്സിമം റീ ഓർഡർ പീരീഡ് പ്ലസ് മിനിമം റീ ഓർഡർ പീരീഡ് ഡിവൈഡ് ബൈ 2 ആണ്. ഓക്കെ, അപ്പോൾ മാക്സിമം പീരീഡ് 6 മാസം, മിനിമം പീരീഡ് 2 മാസം, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 മാസം വരും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ മിനിമം ലെവൽ കിട്ടും. അപ്പോൾ റീ ഓർഡർ ലെവൽ മൈനസ് എന്താണ്? ആവറേജ് കൺസംഷൻ ഇൻറ്റു ആവറേജ് പീരീഡ്. അപ്പോൾ ഇത് ചെയ്താൽ 900 നമ്പേഴ്സാണ് മിനിമം ലെവൽ. ഇനി ആവറേജ് സ്റ്റോക്ക് ലെവൽ എന്താണ്? മിനിമം ലെവൽ പ്ലസ് ഹാഫ് റീ ഓർഡർ ക്വാണ്ടിറ്റിയാണ്. അതായത് 900 പ്ലസ് ഹാഫ് ഓഫ് 750 വിച്ച് ഇസ് ഈക്വൽ ടു. നെക്സ്റ്റ് പോയിന്റ്, എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, EOQ. ഓക്കെ, അപ്പോൾ എന്താണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി നോക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ മുതൽ ശ്രദ്ധിക്കുക. ദിസ് മീൻസ് ദാറ്റ് ഓൺലി ഒപ്റ്റിമം ഓർ മോസ്റ്റ് ഫേവറബിൾ ഓർ എക്കണോമിക് ക്വാണ്ടിറ്റി ഷുഡ് ബി പർച്ചേസ്ഡ് അറ്റ് എ ടൈം. ദിസ് ക്വാണ്ടിറ്റി ഈസ് കോൾഡ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. അതായത് ഒപ്റ്റിമം അല്ലെങ്കിൽ ഫേവറബിൾ അല്ലെങ്കിൽ എക്കണോമിക് ക്വാണ്ടിറ്റി ആയിരിക്കണം ഓരോ സമയം നമ്മൾ പർച്ചേസ് ചെയ്യേണ്ടത്. ഓർഡർ കൊടുക്കുമ്പോൾ മോസ്റ്റ് എക്കണോമിക് ഓർഡർ ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ അത്തരം ഓർഡേഴ്സിൻ്റെ അല്ലെങ്കിൽ അത്തരം ക്വാണ്ടിറ്റീസിൻ്റെ പേരാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ദസ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ക്വാണ്ടിറ്റി വിച്ച് ഇസ് മോസ്റ്റ് എക്കണോമിക്കൽ ടു ഓർഡർ അറ്റ് എ ടൈം. അതായത് ഒരു പ്രാവശ്യം ഏറ്റവും എക്കണോമിക്കലായിട്ട് ഓർഡർ ചെയ്യാൻ പറ്റുന്ന ക്വാണ്ടിറ്റിയാണ് എക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ അതർ വേർഡ്സ് ശ്രദ്ധിക്കുക. ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി വിച്ച് മിനിമൈസസ് ദ ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി. അതായത് ആ ഒരു അളവിൽ ഓർഡർ കൊടുത്താൽ അത് ഇൻവെൻട്രി കോസ്റ്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ ഇത് മുതൽ ഇതുവരെ നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി കംപ്രൈസസ് ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രിയിൽ ഓർഡറിംഗ് കോസ്റ്റും വരുന്നുണ്ട്, ക്യാരിങ് കോസ്റ്റും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഓർഡറിംഗ് കോസ്റ്റ് എന്ന് നോക്കാം. ഓർഡറിംഗ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് റിലേറ്റ് ടു പർച്ചേസിംഗ് ആൻഡ് പ്ലേസിംഗ് ആൻ ഓർഡർ. അതായത് ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുന്ന നേരത്ത് വരുന്ന കോസ്റ്റാണ് ഓർഡറിംഗ് കോസ്റ്റ്. ദിസ് ഈസ് ഓൾസോ നോൺ ആസ് ബൈയിങ് കോസ്റ്റ്. അപ്പോൾ ഇത്തരം കോസ്റ്റുകളുടെ മറ്റൊരു പേരാണ് ബൈയിങ് കോസ്റ്റ്. അത് കഴിഞ്ഞിട്ട് ക്യാരിങ് കോസ്റ്റ് എന്താ നോക്കാം നമുക്ക്. ക്യാരിങ് കോസ്റ്റ് ആ കോസ്റ്റ് ഓഫ് ഹോൾഡിംഗ് ഓർ ക്യാരിങ് ദ ഇൻവെൻട്രി. അതായത് ഇൻവെൻട്രി നമ്മൾ സൂക്ഷിക്കാൻ വരുന്ന ചിലവാണ് ക്യാരിങ് കോസ്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇൻവെൻട്രി വാങ്ങാൻ വരുന്ന ചിലവാണ് ഓർഡറിംഗ് കോസ്റ്റ്, ഇൻവെൻട്രി സൂക്ഷിക്കാൻ വരുന്ന ചിലവാണ് ക്യാരിങ് കോസ്റ്റ്. ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ടോട്ടൽ കോസ്റ്റ് ഓഫ് ഇൻവെൻട്രി വരുന്നത്. ദാറ്റ് ഈസ് സ്റ്റോറേജ് കോസ്റ്റ്. ദീസ് ഇൻക്ലൂഡ് റെന്റ് ആൻഡ് ഇൻഷുറൻസ് ഓഫ് സ്റ്റോർസ്, ക്ലറിക്കൽ കോസ്റ്റ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോർസ്, സ്റ്റാഫ് സാലറീസ്, ഒബ്സലൻസ് ആൻഡ് വേസ്റ്റേജസ് ഓഫ് മെറ്റീരിയൽസ് എക്സെട്ര. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നോക്കാം. സ്റ്റോറേജ് കോസ്റ്റിൽ വരുന്നത് ഒന്ന് റെന്റ് വരുന്നുണ്ട്. ഗോഡൗൺ ഒക്കെ ആണെങ്കിൽ അതിന് കൊടുക്കുന്ന റെന്റ്, അതേപോലെ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കൊടുക്കുന്ന പ്രീമിയം, അത് ഇൻഷുറൻസ് ഓഫ് സ്റ്റോറിൽ വരികയാണെങ്കിൽ അത് സ്റ്റോറേജ് കോസ്റ്റ്, അല്ലെങ്കിൽ അത് ബൈയിങ് ഓർ ഓർഡറിങ് ക്യാരിങ് കോസ്റ്റ് ആണ്. അത് ക്ലറിക്കൽ കോസ്റ്റ്. ഇപ്പോൾ ക്ലറിക്കലായിട്ട് ആരെങ്കിലും അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വരുന്ന ചിലവുകൾ, അല്ലെങ്കിൽ ഈ സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ വരുന്ന ചിലവുകളൊക്കെ എന്താണ് ക്ലറിക്കൽ കോസ്റ്റ് ആയിട്ട് വരും. അതായത് ഒരു ഗോഡൗണിൻ്റെ ക്ലറിക്കൽ ജോബായിട്ടൊരു സ്റ്റാഫ് ഇരിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്ക് വേണ്ട സ്റ്റേഷനറി ഐറ്റംസിനൊക്കെ വരുന്ന ചിലവും ഈ ക്ലറിക്കൽ കോസ്റ്റിൽ വരും. അത് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ലോക്ക്ഡ് അപ്പ് ഇൻ സ്റ്റോർ. അതായത് നമ്മൾ വലിയൊരു ക്യാപിറ്റലാണ് ഇത്തരം ഗോഡൗണുകൾ വെക്കാനും അല്ലെങ്കിൽ ഈ ഇൻവെൻട്രി വാങ്ങി വെക്കുമ്പോഴൊക്കെ നമ്മൾ അതിലേക്കായിട്ട് വക മാറ്റുന്നത്. അപ്പോൾ അതിന് വരുന്ന ചിലവ് ഇൻട്രസ്റ്റ്. നമ്മൾ ലോൺ എടുത്തിട്ടാണ് ഇത്തരം സാധനങ്ങൾ വലിയൊരളവിൽ ഇൻവെൻട്രി വാങ്ങിയിട്ട് ഗോഡൗണിൽ വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് കൊടുക്കുന്ന ചിലവ് എന്താണ്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എന്താണ്, ഈ പറയുന്ന നമ്മുടെ സ്റ്റോറേജ് അല്ലെങ്കിൽ ക്യാരിങ് കോസ്റ്റാണ്. ഇനി ഈ നമ്മുടെ സ്റ്റോറിലുള്ള സ്റ്റാഫിന് കൊടുക്കുന്ന സാലറി, അതേപോലെ നഷ്ടങ്ങൾ വരികയാണെങ്കിൽ, വേസ്റ്റേജസ് ഒക്കെ വരികയാണെങ്കിൽ എന്താണ്, ഇതൊക്കെ മെറ്റീരിയൽസിൽ വരികയാണെങ്കിൽ ഇതൊക്കെ ക്യാരിങ് കോസ്റ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് ശ്രദ്ധിക്കുക. ഓർഡറിംഗ് കോസ്റ്റ് ആൻഡ് ക്യാരിങ് കോസ്റ്റ് ബിഹേവ് ഇൻ ആൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതായത് ഇത് രണ്ടും ഓപ്പോസിറ്റ് ആയിട്ടാണ് പോവുക. ഓർഡറിംഗ് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ക്യാരിങ് കോസ്റ്റ് കുറയും, ക്യാരിങ് കോസ്റ്റ് കൂടിക്കഴിഞ്ഞാൽ ഓർഡറിംഗ് കോസ്റ്റ്
എന്താണ് റിവേഴ്സ് ആയിട്ടാണ് പോവുക. ഇൻ അതർ വേർഡ്സ് ദേ ഹാവ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ഓക്കെ, ഇഫ് ദ ഓർഡറിംഗ് ക്വാണ്ടിറ്റി ഈസ് ലാർജർ ദ ഓർഡറിംഗ് കോസ്റ്റ് വിൽ ബി ലോ. അപ്പോൾ ഓർഡറിംഗ് ക്വാണ്ടിറ്റി കൂടുതലാണെങ്കിൽ ഓർഡറിങ്ങിൻ്റെ ചിലവ് കുറയും, പക്ഷെ ക്യാരിങ് കോസ്റ്റ് കൂടും. കാര്യം എന്താണ്, വലിയൊരു ഗോ ഡൗൺ ആവശ്യം വരും. അതേപോലെ തന്നെ ഓർഡറിംഗ് കോസ്റ്റ് കുറയുകയാണെങ്കിൽ, ഓർഡറിംഗ് കോസ്റ്റ് കൂടുകയാണെങ്കിൽ, അത് ഓർഡർ കുറയുകയാണെങ്കിൽ ഓർഡറിംഗ് കോസ്റ്റ് കൂടും. അപ്പോൾ എന്താണ്, ക്യാരിങ് കോസ്റ്റ് കുറയുക ചെയ്യുക. ഓക്കെ, സ്റ്റോറേജ് കോസ്റ്റ് കുറയുക ചെയ്യുക. നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം. ദ EOQ മോഡൽ വാസ് ഫസ്റ്റ് പ്രപ്പോസ്ഡ് ബൈ ഹാരിസ് ഇൻ 1915. അപ്പോൾ ഹാരിസ് എന്ന് പറയുന്ന ഒരു ബിസിനസ് തിങ്കറാണ് ഈ പറയുന്ന EOQ മോഡൽ ആദ്യം കൊണ്ടുവന്നത്. 1915 ഇദ്ദേഹം ഇത് കൊണ്ടുവന്നത്. ഓക്കെ, ഇറ്റ് വാസ് ഡെവലപ്ഡ് ബൈ വിൽസൺ ഇൻ 1928. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്തത് വിൽസൺ എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഇദ്ദേഹം 1928 ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, EOQ മോഡൽ ഈസ് പോപ്പുലർലി നോൺ ആസ് വിൽസൺസ് ലോട്ട് സൈസ്. അപ്പോൾ EOQ മോഡലിന് മറ്റൊരു പേരാണ് വിൽസൺസ് ലോട്ട് സൈസ്. ഓക്കെ, ഡിറ്റർമിനേഷൻ ഓഫ് EOQ. അപ്പോൾ EOQ എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാൻ നോക്കാം. ദർ ആർ 4 മെത്തേഡ്സ് ഓർ അപ്രോച്ചസ് ടു ഡിറ്റർമിൻ EOQ. 4 മെത്തേഡ്സ് ആണ് EOQ ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് ഈസ് algebraic method, second one is graphical method, third one is tabular method, and the fourth one is cost comparison method. നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത് algebraic method ആണ്. algebraic അല്ലെങ്കിൽ formula method ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. This method is very useful if the purchase price of material does not fluctuate from one order size to another. അതായത് ഈ മെറ്റീരിയൽ എപ്പോഴാണ് യൂസ്ഫുൾ ആവുന്നതെന്ന് വെച്ചാൽ പർച്ചേസ് പ്രൈസ്, മെറ്റീരിയലിൻ്റെ പർച്ചേസ് പ്രൈസ് ഇതിൻ്റെ ഓർഡർ സൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ കൂടെ ഫ്ലക്ച്വേറ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനത്തെ ഒരു കണ്ടീഷൻ ആണെങ്കിൽ ഫോർമുല മെത്തേഡാണ് നല്ലത്. ഓക്കെ, അതായത് ഇത് വാങ്ങുന്ന പർച്ചേസിൻ്റെ പ്രൈസ് ഇത് ഓർഡർ അനുസരിച്ചിട്ട്, ഓർഡർ നമ്മൾ വലിയ ഓർഡർ എടുക്കുമ്പോൾ കുറയുക അല്ലെങ്കിൽ ചെറിയ ഓർഡർ എടുക്കുമ്പോൾ കൂടുക, ആ രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നില്ലെങ്കിൽ ഇതാ നല്ലതെന്നാണ് പറയുന്നത്. ഓക്കെ, അണ്ടർ ദിസ് മെത്തേഡ് EOQ ഈസ് കമ്പ്യൂട്ടഡ് ബൈ ദ ഫോളോയിങ് ഫോർമുല. അപ്പോൾ EOQ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ആൽജിബ്രൈക് മെത്തേഡിൽ √2CO ഡിവൈഡ് ബൈ I. C means annual consumption or usage of material. വാർഷികമായിട്ട് എത്ര മെറ്റീരിയൽ യൂസ് ചെയ്യുന്നുള്ളതാണ് CEനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. O means cost of placing an order. ഓർഡറിംഗ് കോസ്റ്റ് ആണ് O. I എന്താണ്, ആനുവൽ ക്യാരിങ് ഓർ സ്റ്റോറേജ് കോസ്റ്റ്. സോ 2CO ഡിവൈഡ് ബൈ I. C means annual consumption, O means ordering cost, I means carrying cost. 2 അവിടെ ഒരു കോൺസ്റ്റന്റ് ആണ്. അതിനെന്ത് ചെയ്യുക, റൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, EOQ കിട്ടും എന്നാണ് പറയുന്നത്. I is usually calculated as given percentage of value of materials per unit. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ പെർ യൂണിറ്റ് ആയിട്ടാണ് I കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇഫ് ഇൻ ക്വസ്റ്റ്യൻ ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ ഈസ് ഓൾസോ ആസ്ക്ഡ് ടു ബി ഫൗണ്ട് ഔട്ട്, ഇറ്റ് ക്യാൻ ബി കാൽക്കുലേറ്റഡ് ബൈ ഡിവൈഡിങ് ദ ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ബൈ ദ EOQ. അതായത് ഈ ആനുവൽ റിക്വയർമെൻറ്റ് ഓഫ് മെറ്റീരിയൽ ഡിവൈഡ് ബൈ EOQ നമുക്ക് എന്ത് കാണാൻ സാധിക്കും, നമുക്ക് എത്ര ഓർഡറാണ് പ്ലേസ് ചെയ്യേണ്ടതെന്ന് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. എക്സാമ്പിൾ 3 ആണ്. എക്സാമ്പിൾ 3 ശ്രദ്ധിക്കുക. കാൽക്കുലേറ്റ് EOQ ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഇൻഫർമേഷനിൽ നിന്നും EOQ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ചോദ്യം. ഓൾസോ കാൽക്കുലേറ്റ് ദ നമ്പർ ഓഫ് ഓർഡേഴ്സ് ടു ബി പ്ലേസ്ഡ് ഇൻ എ ഇയർ. അതായത് ഒരു വർഷം എത്ര ഓർഡർ പ്ലേസ് ചെയ്യണം എന്നുള്ളതും കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ആനുവൽ കൺസംപ്ഷൻ കൊടുത്തിട്ടുണ്ട് 10,000 kg ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് 50 rupees പെർ ഓർഡർ ആണ്. അപ്പോൾ ഓർഡറിംഗ് കോസ്റ്റ് ആണ് 50 rupees. കോസ്റ്റ് പെർ kg ഓഫ് മെറ്റീരിയൽ ഈസ് 2 rupees. സ്റ്റോറേജ് കോസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇറ്റ് ഈസ് ഈക്വൽ ടു 8% ഓൺ ആവറേജ് ഇൻവെൻട്രി. ഓക്കെ, അപ്പോൾ EOQ കാണണമെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ചെയ്ത √2CO ഡിവൈഡ് ബൈ I. ഓക്കെ, വേറെ C ഇസ് എന്താണ്, ആനുവൽ കൺസംപ്ഷൻ എത്രയാ, C എത്രയാണ് വരുന്നത്, 10,000 kg ആണ്. കോസ്റ്റ് ഓഫ് പ്ലേസിംഗ് ആൻ ഓർഡർ, ഓർഡറിംഗ് കോസ്റ്റ് വരുന്നത് 50 rupees ആണ്. I ഈസ് 8%. അതായത് ഒരു മെറ്റീരിയലിൻ്റെ കോസ്റ്റ് 2 ആണെങ്കിൽ അതിൽ 8% എന്ത് I എന്ന് വെച്ചാൽ, അപ്പോൾ 2ൻ്റെ 8% 0.16 I വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ √2 into 10,000 into 50 ഡിവൈഡഡ് ബൈ 0.16 വിച്ച് ഇസ് ഈക്വൽ ടു 2,500 kg. അപ്പോൾ ഇത് വാങ്ങുന്നതാണ് ഏറ്റവും, ഈ ഒരു അളവിൽ സാധനം വാങ്ങുന്നതാണ് ഏറ്റവും ഒപ്റ്റിമം ക്വാണ്ടിറ്റി, ഏറ്റവും എന്താണ് നമുക്ക് ചിലവ് കുറഞ്ഞ ക്വാണ്ടിറ്റി, ഏറ്റവും നല്ല കോസ്റ്റ് എഫിഷ്യൻറ്റ് ക്വാണ്ടിറ്റി ടു ബി പർച്ചേസ്ഡ് ഈസ് 2,500 kg. ഓക്കെ, ഇനി ചോദ്യത്തിൽ നമ്പർ ഓഫ് ഓർഡേഴ്സ് എത്ര കൊടുക്കണം, ഒരു വർഷം എത്ര ഓർഡേഴ്സ് വരും നോക്കിക്കഴിഞ്ഞാൽ 10,000 ഡിവൈഡ് ബൈ 2,500 വിച്ച് ഈസ് ഒരു വർഷം 4 ഓർഡറെങ്കിലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഒരു വർഷം വരുന്ന എന്താണ് കൺസംഷൻ 10,000 ആണ്. അപ്പോൾ അത് മീറ്റ് ചെയ്യണമെങ്കിൽ ഈ EOQ പ്രകാരം എന്താണ് 4 പ്രാവശ്യം, അതായത് ക്വാർട്ടർലി എന്ത് കൊടുക്കണം, നമ്മൾ ഓർഡർ കൊടുക്കണം. അപ്പോൾ ഇതാണ് EOQ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഒരു ബേസിക്കായ കണക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് EOQ നോക്കാം. ഓക്കെ, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് EOQ? അപ്പോൾ എന്തൊക്കെയാണ് EOQനെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ്? അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ എഴുതി വെക്കുക. EOQ ഈസ് എ യൂസ്ഫുൾ ടെക്നീക്ക് ഓഫ്
ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. അപ്പോൾ ഇതൊരു പോയിൻ്റാണ്. EOQ എന്താണ്, ഇൻവെൻട്രി മാനേജ്മെൻറ്റിന് ഒരു യൂസ്ഫുൾ ടെക്നിക്കാണ്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ടെൽസ് ദ ക്വാണ്ടിറ്റി ടു ഓർഡർ ആൻഡ് ഓൾസോ ടൈം ടു ഓർഡർ. അപ്പോൾ എത്ര പ്രാവശ്യം അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി കൊടുക്കണം എന്നുള്ളത് അല്ലെങ്കിൽ ഓർഡർ കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കി തരും. ഇതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് നോക്കാം. തേർഡ് പോയിന്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസൈഡിങ് വെൻ ടു റീപ്ലെനിഷ് ദ ഇൻവെൻട്രി ആൻഡ് ഓൾസോ ദ ക്വാണ്ടിറ്റി ടു ബി റീപ്ലെനിഷ്ഡ്. അപ്പോൾ ഇൻവെൻട്രി എപ്പോഴാണ് പുതുക്കേണ്ടത് അത് മനസ്സിലാക്കി തരും, അത് എത്ര ക്വാണ്ടിറ്റിയിലാണ് പുതുക്കേണ്ടതെന്ന് മനസ്സിലാക്കി തരും. ഇതാണ് മൂന്നാമത്തെ പോയിന്റ്. ലാസ്റ്റ് പോയിന്റ് നോക്കാം. ഫർദർ ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അപ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. ഇൻ ഷോർട്ട് ഇറ്റ് ഹെൽപ്സ് ഇൻ മെയിൻറ്റെയിനിങ് ആൻ ഒപ്റ്റിമം ലെവൽ ഓഫ് ഇൻവെൻട്രി. അപ്പോൾ ഈ പോയിന്റ്സ് ഒക്കെ എന്താണ്, പോയിന്റ് ആയിട്ട് കൊടുക്കാതെ ഒരു പാരഗ്രാഫ് ആയിട്ട് കൊടുത്തിരിക്കുകയാണ്. അത് പോയിന്റ് ആയിട്ട് പഠിക്കാതെ ഇറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് ഇസ് സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഇസ് തേർഡ് പോയിന്റ് ആൻഡ് ഇറ്റ് ഇസ് ഫോർത്ത് പോയിന്റ് ആൻഡ് ഇറ്റ് ഇസ് ഫിഫ്ത്ത് പോയിന്റ്. ഓക്കെ, അപ്പോൾ ഇത് പോയിന്റ് ആയിട്ട് എഴുതി വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിക്കുക. ബെനിഫിറ്റ്സ് ഓഫ് EOQ അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് EOQ. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് പ്രത്യേകമായിട്ടൊന്ന് പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റ് നോക്കാം, മെറ്റീരിയൽ ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ എന്താണ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ, എന്താണ് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ? ഇത് രണ്ടും തന്നെയാണ്, നോക്കാം നമുക്ക്. അല്ലെങ്കിൽ ഇതിന് മറ്റൊരു പേരുണ്ട്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇസ് എ ടെക്നിക് ഓഫ് മെറ്റീരിയൽ കൺട്രോൾ. അപ്പോൾ മെറ്റീരിയൽ കൺട്രോൾ ഒരു ടെക്നിക്കാണ് ഈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡ്യൂറിങ് എ ഗിവൺ പീരീഡ് ടു ദ ആവറേജ് സ്റ്റോക്ക് ഡ്യൂറിങ് ദാറ്റ് പീരീഡ്. അതായത് ഇത് എന്തിൻ്റെ റേഷ്യോ ആണ്, അതായത് മെറ്റീരിയൽ കൺസ്യൂം ചെയ്തതിൻ്റെ കോസ്റ്റും, അതായത് ഒരു വർഷം യൂസ് ചെയ്ത മെറ്റീരിയലിന് വന്ന ചിലവും അതിനെന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക, ആ വർഷം വന്ന ആവറേജ് സ്റ്റോക്കുമായിട്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോഴാണ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഓർ ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ലഭിക്കുക. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ സ്പീഡ് വിത്ത് വിച്ച് ദ റോ മെറ്റീരിയൽസ് ഹാവ് ബീൻ കൺസ്യൂംഡ് ഇൻ പ്രൊഡക്ഷൻ. അതായത് എത്ര വേഗതയിലാണ് റോ മെറ്റീരിയൽസ് കൺസ്യൂം ചെയ്യുന്നത് എന്ന് തിരിച്ചറിയാനായിട്ട് ഈ ഒരു റേഷ്യോ സഹായിക്കും. ഇറ്റ് ഗിവ്സ് ദ നമ്പർ ഓഫ് ടൈംസ് ഇൻ എ ഇയർ സ്റ്റോക്ക് ഇസ് യൂസ്ഡ് അപ്പ് ആൻഡ് റീപ്ലെനിഷ്ഡ്. അപ്പോൾ എത്ര പ്രാവശ്യം സ്റ്റോക്ക് യൂസ് ചെയ്യുന്നുണ്ട്, റീപ്ലെനിഷ് ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇത് മനസ്സിലാക്കി തരും. ഇൻ ഷോർട്ട് ഇറ്റ് ഷോസ് ദ റേറ്റ് ഓഫ് കൺസംഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ റേറ്റ് ഓഫ് കൺസംഷൻ ആണിത് മനസ്സിലാക്കി തരുന്നത്. ഓക്കെ, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് കോൾഡ് സ്റ്റോക്ക് വെലോസിറ്റി. ഇതിന് മറ്റൊരു പേരാണ് സ്റ്റോക്ക് വെലോസിറ്റി ഓൾസോ. ഓക്കെ, ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ആസ് ഫോളോസ്. അപ്പോൾ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യാന്ന് വെച്ചാൽ താഴെ പറയുന്ന രീതിയിലാണ് കമ്പ്യൂട്ട് ചെയ്യുക. ഇക്വേഷൻ ഇതാണ്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ അത് ടൈംസിലാണ് എഴുതുക. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ പർച്ചേസ് ആഡ് ചെയ്യുക, അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് പർച്ചേസസ്. ഈ പർച്ചേസിൻ്റെ കൂടെ എന്തും കൂടി ആഡ് ചെയ്യണം, ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്തിട്ട് അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്താൽ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടും. അത് ആവറേജ് സ്റ്റോക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ കൂടെ ക്ലോസിംഗ് സ്റ്റോക്ക് ആഡ് ചെയ്യുക, അതിനെ രണ്ടുകൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും, ആവറേജ് സ്റ്റോക്ക് കിട്ടും. ഓക്കെ, മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ക്യാൻ ഓൾസോ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡേയ്സ്. അപ്പോൾ അതിന് ദിവസങ്ങളായിട്ട് നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെ കിട്ടുമെന്ന് വെച്ചാൽ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഡേയ്സിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ 365 ഡിവൈഡ് ബൈ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ടൈംസ്. അതായത് ഇവിടെ കിട്ടിയ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഇൻ ഡേയ്സ് നമുക്ക് കിട്ടും. നെക്സ്റ്റ് പോയിന്റ്, ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ദ റേഷ്യോ ആണ്. ഇതിനെങ്ങനെയാണ് ഇൻ്റർപ്രിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ഇതിനൊരു ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ടാവുമല്ലോ, ഇതെങ്ങനെയാണ് വിലയിരുത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഹൈ ടേൺ ഓവർ റേഷ്യോ ഓർ ലെസർ ഡേയ്സ് ഇൻഡിക്കേറ്റ്സ് ദാറ്റ് മെറ്റീരിയൽസ് ആർ ഫാസ്റ്റ്. അപ്പോൾ ഇത് ദിവസം കുറയാണെങ്കിൽ മെറ്റീരിയൽസ് വളരെ വേഗതയിൽ എന്താണ് ടേൺ ഓവർ നടക്കുന്നുണ്ട്, പെട്ടെന്ന് കൺസ്യൂം ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഫാസ്റ്റ് മൂവിങ്, ലോവർ ഓബ്സിലൻസ്. അപ്പോൾ എന്താണ്, അപ്പോൾ വേസ്റ്റ് ഒക്കെ കുറയും, ഓബ്സിലൻസ് കുറയും, ലോവർ ആവറേജ് ക്യാരിങ് കോസ്റ്റ് ആണ്, അപ്പോൾ ക്യാരിങ് കോസ്റ്റ് കുറയും. അതേപോലെ മെറ്റീരിയൽ ലോസും കുറവായിരിക്കും. ലോവർ ടേൺ ഓവർ റേഷ്യോ അതർ ഹാൻഡ് ഇൻഡിക്കേറ്റ്സ് ദ മെറ്റീരിയൽസ് ആർ സ്ലോ മൂവിങ്. അപ്പോൾ അത് ലോവർ ആണെങ്കിൽ, കുറേ ദിവസങ്ങൾ വരികയാണെങ്കിൽ എന്താണ്, മെറ്റീരിയൽസ് മെല്ലെയാണ് പോകുന്നത്. അപ്പോൾ എന്താണ്, ഒരുപാട് ക്യാരിങ് കോസ്റ്റ് വരും, ഓബ്സിലൻസ് കൂടും, അതേപോലെ എന്താണ് മെറ്റീരിയൽ ലോസും എക്സസ് സ്റ്റോക്കൊക്കെ വരും. ഓക്കെ, അപ്പോൾ അത് ഹൈ ആവുന്നതാണ് എന്ത്, സ്ഥാപനത്തിന് നല്ലത്. ഹൈ മീൻസ് ഇതിൻ്റെ ദിവസങ്ങൾ കുറയുന്നതാണ് നല്ലത്. ഓക്കെ, ഇനി അടുത്തത് സിഗ്നിഫിക്കൻസ് ഓഫ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ. അപ്പോൾ മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്നുള്ളതാണ്. മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ഈസ് യൂസ്ഫുൾ ടു അവോയ്ഡ് അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദോസ് മെറ്റീരിയൽസ് ഹൂസ് കൺസംഷൻ ഈസ് മച്ച് ലെസ്. അതായത് കുറഞ്ഞ കൺസംഷൻ വരുന്നത് എന്താണ്, ഈ മെറ്റീരിയൽസിൽ അധികം ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കാൻ ഇത് സഹായിക്കും. ഇതാണ് ഇതിൽ ഫസ്റ്റ് പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ആയിട്ടും ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോയുടെ അഡ്വാൻറ്റേജ് ചോദിക്കുകയാണെങ്കിൽ ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എന്ത് ചെയ്താൽ, ദ റേഷ്യോ ഈസ് യൂസ്ഫുൾ ടു അവോയ്ഡ് അൺനെസസറി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ മെറ്റീരിയൽസ് ഹൂസ് കൺസംഷൻ ഈസ് മച്ച് ലെസ്. അപ്പോൾ തീരെ കൺസ്യൂം ചെയ്ത മെറ്റീരിയൽസിലേക്ക് എന്താണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, ഈ റേഷ്യോ കൊണ്ട് അത് മനസ്സിലാവും. സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഓൾസോ ഹെൽപ്സ് ടു അവോയ്ഡ് ഒബ്സലൻസ് ഓഫ് സ്റ്റോക്ക് ആൻഡ് ഇൻകറിങ് ഓഫ് അൺനെസസറി സ്റ്റോറേജ് കോസ്റ്റ്. അപ്പോൾ സാധനങ്ങളുടെ വേസ്റ്റേജ് കുറയ്ക്കാനും അതേപോലെ തന്നെ അൺനെസസറി സ്റ്റോറേജ് കോസ്റ്റും ഇത് ഒഴിവാക്കും. ത്രൂ ദിസ് റേഷ്യോ ഇറ്റ് ഈസ് പോസിബിൾ ടു നോ വെദർ ദ മെറ്റീരിയൽസ് ആർ ഫാസ്റ്റ് മൂവിങ് ഓർ സ്ലോ മൂവിങ്. ഈ റേഷ്യോയിൽ
മെറ്റീരിയൽസ് ഫാസ്റ്റ് മൂവിങ് ആണോ അല്ലെങ്കിൽ സ്ലോ മൂവിങ് ആണോ എന്നുള്ളത് കൃത്യമായിട്ടും തിരിച്ചറിയാൻ സാധിക്കും. ഇൻ അതർ വേർഡ്സ് ദിസ് റേഷ്യോ ഇൻഡിക്കേറ്റ്സ് ദാറ്റ് ഹൗ മെനി ഡേയ്സ് ദ മെറ്റീരിയൽസ് റിമെയിൻ ഇൻ സ്റ്റോക്ക്, എത്ര ദിവസങ്ങളാണ് മെറ്റീരിയൽ സ്റ്റോക്കിൽ ഉള്ളത് എന്ന് തിരിച്ചറിയാൻ സഹായിക്കും. ഇൻ ഷോർട്ട്, സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഹെൽപ്സ് ടു ഡിറ്റർമിൻ ദ എഫിഷ്യൻസി വിത്ത് വിച്ച് ഇൻവെൻട്രീസ് ആർ മെയിൻറ്റെയിൻഡ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇൻവെൻട്രിയുടെ എഫിഷ്യൻസിക്ക് ഇത് സഹായിക്കുന്നതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതൊക്കെ ഓരോ പോയിന്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, പോയിന്റ്സ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ച് നിങ്ങൾ എഴുതി പഠിക്കുക. അപ്പോൾ സിഗ്നിഫിക്കൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ ചോദിക്കുകയാണെങ്കിൽ ഈ പോയിന്റ്സ് എഴുതാം. ഓക്കെ, ഇനി നമുക്കൊരു ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. എക്സാമ്പിൾ 4. From the following data for the year ended 31st March 2021, calculate the inventory turnover ratio of 2 items and make your comments on them. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ട് ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ എൻ്റെയും കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ ബിൻ്റെയും കൊടുത്തിട്ടുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ എ 40,000, മെറ്റീരിയൽ ബി ഇസ് 36,000. പർച്ചേസസ് കൊടുത്തിട്ടുണ്ട്, മെറ്റീരിയൽ എ ഇസ് 2,08,000, മെറ്റീരിയൽ ബി ഇസ് 1,08,000. ക്ലോസിംഗ് സ്റ്റോക്ക് മെറ്റീരിയൽ എ ഇസ് 24,000, മെറ്റീരിയൽ ബി ഇസ് 48. അപ്പോൾ നമുക്ക് മെറ്റീരിയൽ ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ രണ്ടിനും കാണണം. അപ്പോൾ അതിനായിട്ട് ആദ്യം എന്ത് കാണണം? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കാണണം. അപ്പോൾ അതിലാദ്യം ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതി വെക്കുക, മെറ്റീരിയൽ എൻ്റെ എഴുതി വെക്കുക, മെറ്റീരിയൽ ബീൻ്റെ എഴുതി വെക്കുക. അത് 40,000 ആണ് മെറ്റീരിയൽ ഏൻ്റെത്, മെറ്റീരിയൽ ബീൻ്റെത് 36,000 ആണ്. അപ്പോൾ അതിലൂടെ പർച്ചേസ് ആഡ് ചെയ്യുക. പർച്ചേസ് വരുന്നത് 2,08,000 ആണ് ഇവിടെ വരുന്നത്, 1,08,000 ആണ് ഇവിടെ വരുന്നത്. രണ്ടും കൂടി ആഡ് ചെയ്ത് എഴുതി വെക്കുക, 2,48,000 ആൻഡ് 1,44,000. ഇനി നെക്സ്റ്റ് പേജിലേക്ക് പോവാം. ഇനി അതിൽ നിന്നും ക്ലോസിംഗ് സ്റ്റോക്ക് മൈനസ് ചെയ്യുക. ക്ലോസിംഗ് സ്റ്റോക്ക് രണ്ട് സൈഡിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ 2,24,000 ഇവിടെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എ വരും, എൻ്റെത് 2,24,000. ഇനി ബീൻ്റെത് വരിക 48,000 മൈനസ് ചെയ്യുമ്പോൾ 96,000 വരും ബീൻ്റെത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് രണ്ടിൻ്റെ ആവറേജ് സ്റ്റോക്ക് നോക്കാം. അപ്പോൾ 40,000 പ്ലസ് 24,000 ഡിവൈഡ് ബൈ 2 ഇവിടെ 32,000 വരും. ഇവിടെ 36,000 പ്ലസ് 48,000 ഡിവൈഡ് ബൈ 2 42,000 വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ആവറേജ് സ്റ്റോക്ക് കിട്ടി, ബീൻ്റെത് കിട്ടി, എൻ്റെ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി, ബീൻ്റെയും കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് കിട്ടി. ഓക്കെ, ഇത് രണ്ടിനും കിട്ടി. ഇനി ഇൻവെൻട്രി ടേൺ ഓവർ റേഷ്യോൻ്റെ ഇക്വേഷൻ വരുന്നത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂം ഡിവൈഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുക, ഈ കിട്ടിയ എമൗണ്ടിൽ നിന്ന് ഇത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഏൻ്റെത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് 2,24,000 ഡിവൈഡ് ബൈ 32,000 7 ടൈംസാണ് വരുന്നത്. ഇനി ബീൻ്റെത് കിട്ടണമെന്നുണ്ടെങ്കിൽ 96,000 ഡിവൈഡ് ബൈ 42,000, അത് 2.3 ടൈംസ് ആണ്. ഇനി ഇത് ഡേയ്സിൽ കാണുന്നുണ്ടെങ്കിൽ 365 നിന്നും എന്ത് ഡിവൈഡ് ചെയ്യുക, ഈ 7 ടൈംസും ഈ 2.3 ടൈംസും എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ 52 ഡേയ്സാണ് വരുന്നത്, ഇവിടെ 159 ഡേയ്സാണ് വരുന്നത്. ഓക്കെ, ഇൻ ടൈംസിൽ എ ആണ് കൂടുതൽ, ഇൻ ഡേയ്സിൽ എ കുറവാണ്. ഇൻ ടൈംസിൽ ബി കുറവാണ്, ഇൻ ഡേയ്സിൽ ബി കൂടുതലാണ്. അതുകൊണ്ട് ബി എന്താണ്? ബി സ്ലോ മൂവിങ് ഗുഡ്സ്. ബി വളരെ സ്ലോ ആയിട്ടാണ് മൂവ് ചെയ്യുന്നത്, എ വളരെ ഫാസ്റ്റ് ആണ്. 52 ദിവസം കൊണ്ട് എ കൺസംഷൻ കഴിഞ്ഞിട്ട് പുതിയ എന്താണ് സ്റ്റോക്ക് എടുക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്താണ് മെറ്റീരിയൽ എ ഈസ് ഫാസ്റ്റ് മൂവിങ്. അതാണ് ഇവിടെ കമൻസിൽ കൊടുത്തിരിക്കുന്നത്. മെറ്റീരിയൽ എ ഈസ് ഫാസ്റ്റ് മൂവിങ് ബിക്കോസ് ഇറ്റ്സ് ടേൺ ഓവർ റേഷ്യോ ഈസ് ഹയർ. മെറ്റീരിയൽ എ ഈസ് ലൈങ് ഇൻ സ്റ്റോക്ക് ഫോർ 52 ഡേയ്സ് ഓൺലി. 52 ദിവസം മാത്രമേ സ്റ്റോക്കിൽ അത് കിടക്കുന്നുള്ളൂ. എസ് compared to material A, B is slow moving, turnover ratio of B is lower. It is lying in stock for a longer period which is 159 days. അപ്പോൾ അത് കൂടുതൽ കാലം സ്റ്റോക്കിൽ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് എഫക്റ്റീവായ സ്റ്റോക്ക് മെറ്റീരിയൽ എ ആണ്. ഓക്കെ, സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓർ ഇൻവെൻട്രി സിസ്റ്റം. ഓക്കെ, generally the materials purchased for production are not fully consumed. There is some quantity of stock at any time. To check the material losses, it is necessary to verify properly the materials in stock. There are mainly two methods of verification of materials. First one, verification of materials or inventory system, which is periodic inventory system or perpetual inventory system. അതായത് നമ്മൾ സ്റ്റോക്ക് മുഴുവനായിട്ടും പ്രൊഡക്ഷന് വേണ്ടി യൂസ് ചെയ്യില്ല, അതിൽ കുറച്ചെങ്കിലും ബാലൻസ് ഉണ്ടാവും. അപ്പോൾ അത് ഇടയ്ക്ക് വെരിഫൈ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ മെറ്റീരിയൽ ലോസ് വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് വെരിഫൈ ചെയ്യുന്നത്. അപ്പോൾ രണ്ട് തരം വെരിഫിക്കേഷൻ വരുന്നുണ്ട്. ഒന്ന് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റമാണ്, ഒന്ന് പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ്. ഓക്കെ, അപ്പോൾ എന്താണ് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം എന്ന് നോക്കാം. അണ്ടർ പീരിയോഡിക് സ്റ്റോക്ക് വെരിഫിക്കേഷൻ ഓർ ഇൻവെൻട്രി സിസ്റ്റം, ദ എൻറ്റയർ സ്റ്റോക്ക് ഇസ് വെരിഫൈഡ് അറ്റ് എ ടൈം അറ്റ് പീരിയോഡിക് ഇൻ്റർവെൽസ്. അതായത് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൽ ഒരു സമയത്ത് മൊത്തമായിട്ടുള്ള സ്റ്റോക്ക് ഒന്ന് വെരിഫൈ ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കാലാവധി വരുമ്പോൾ വീണ്ടും മൊത്തമായിട്ടുള്ള സ്റ്റോക്ക് വെരിഫൈ ചെയ്യുക പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റത്തിൽ. ഓക്കെ, ഇനി അടുത്തത് പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റമാണ്. ദിസ് ഈസ് അനദർ സിസ്റ്റം ഓഫ് വെരിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ. ദ സിസ്റ്റം ഓഫ് മെറ്റീരിയൽ കൺട്രോൾ ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് വൈൽ ദ മെറ്റീരിയൽ ഈസ് ഇൻ സ്റ്റോറേജ് ഈസ് കോൾഡ് പെർപച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അതായത് ദിവസവും മെറ്റീരിയൽസ് ഇങ്ങനെ എന്ത് ചെയ്യുക,
ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുക. പീരിയോഡിക്കലായിട്ട് എല്ലാ മെറ്റീരിയലും അല്ലെങ്കിൽ എല്ലാ സ്റ്റോക്കും ഇൻസ്പെക്ട് ചെയ്യുന്നതിന് പകരമായിട്ട് ദിവസം എന്താണ് എല്ലാ മേഖലകളിലേക്കൊന്ന് കടന്നു ചെല്ലാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ കുറച്ച് സ്റ്റോക്കെങ്കിലും എന്ത് ചെയ്യുക, ദിവസം വെരിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എന്താണ് കണ്ടിന്യൂസ് ആയിട്ട് എന്താണ് എല്ലാ സ്റ്റോക്കിൻ്റെയും വെരിഫിക്കേഷൻ നടന്നുകൊണ്ടേയിരിക്കും. അതാണ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. ഓക്കെ, അപ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷൻ മെത്തേഡിൽ 2 തരം വരുന്നത്. ഒന്ന് പീരിയോഡിക് ഇൻവെൻട്രി സിസ്റ്റം, ഒന്ന് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. അപ്പോൾ പീരിയോഡിക്കിലാണ് മൊത്തം സ്റ്റോക്ക് ഒരു ഇൻ്റർവെല്ലിൽ എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. പെർപ്പച്വൽ എന്താണ് ദിവസവും എന്ത് ചെയ്യുക, കുറച്ചെങ്കിലും വെരിഫൈ ചെയ്യുക. നെക്സ്റ്റ് പേജിൽ നമുക്ക് നോക്കാം. അതായത് ഈ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിന് മറ്റൊരു പേരും കൂടി ഉണ്ട്. അതിൻ്റെ പേരാണ് ഓട്ടോമാറ്റിക് ഇൻവെൻട്രി സിസ്റ്റം. ഓക്കെ, പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിന് മറ്റൊരു പേരാണ് ഓട്ടോമാറ്റിക് ഇൻവെൻട്രി സിസ്റ്റം. ഇനി പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റത്തിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം ഹാസ് ദ ഫോളോയിങ് അഡ്വാൻറ്റേജസ്. അപ്പോൾ എന്തൊക്കെയാണ് ഫോളോയിങ് അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് നെസസറി ടു സ്റ്റോപ്പ് പ്രൊഡക്ഷൻ. അതായത് പ്രൊഡക്ഷൻ നിർത്തിവെക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അത് പെർപ്പച്വലി എന്താണ് സ്റ്റോക്ക് വെരിഫൈ ചെയ്യുമ്പോൾ എന്താണ് പ്രൊഡക്ഷൻ്റെ കൂടെ തന്നെ ഈ വെരിഫിക്കേഷനും കൂടെ നടക്കും. ഓക്കെ, അപ്പോൾ ഫാക്ടറി ക്ലോസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, സ്റ്റോക്ക് ഓഫ് ഈച്ച് ഐറ്റം ഓഫ് മെറ്റീരിയൽ ക്വാണ്ടിറ്റി ആൻഡ് വാല്യൂ അറ്റ് എനി ടൈം ഈസ് നോൺ. അതായത് സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താണ് തിരിച്ചറിയാൻ സാധിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ഈസ് പോസിബിൾ ടു പ്രിപ്പയർ ഇൻ്ററിം ഫൈനൽ അക്കൗണ്ട്സ്. അതായത് ഇൻ്ററിം ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ സഹായിക്കും. ആസ് ദ വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റെഡിലി അവൈലബിൾ. സ്റ്റോക്കിൻ്റെ വാല്യൂ എന്താണ് ഈസിലി അവൈലബിൾ ആണ്. നാലാമത്തെ പോയിന്റ്, സ്റ്റോക്ക് റെക്കോർഡ്സ് ആർ ഓൾവേസ് കെപ്റ്റ് അപ് ടു ഡേറ്റ്. എപ്പോഴും അപ് ടു ഡേറ്റ് ആയിട്ട് സ്റ്റോക്കിൻ്റെ റെക്കോർഡ് വെക്കും. അഞ്ചാമത്തെ പോയിന്റ്, പിൽഫറേജസ് ആൻഡ് അതർ മെറ്റീരിയൽ ലോസസ്. അതായത് പിൽഫറേജസും അതർ മെറ്റീരിയൽ ലോസൊക്കെ എന്താണ് പെട്ടെന്ന് തന്നെ ഡിറ്റക്ട് ചെയ്യാനായിട്ട് സഹായിക്കും. ആറാമത്തെ പോയിന്റ്, ഇറ്റ് എൻഷോർസ് മോറൽ ചെക്ക് ഓൺ സ്റ്റോർ സ്റ്റാഫ്. സ്റ്റോർ സ്റ്റാഫിൻ്റെ ഒരു മോറൽ ചെക്ക് എപ്പോഴും നടത്താനായിട്ട് സഹായിക്കും. അവരൊരു തിരുമറിയും കാര്യങ്ങളും ചെയ്യാൻ ചാൻസ് വളരെ കുറവായിരിക്കും. ഏഴാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ഇൻ കീപ്പിംഗ് ദ സ്റ്റോക്ക് വിത്തിൻ ദ ലിമിറ്റ്. എപ്പോഴും സ്റ്റോക്ക് ഒരു ലിമിറ്റിൻ്റെ അകത്ത് വെക്കാനായിട്ട് ഈ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം സഹായിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് സ്ട്രെങ്തൻ ദ സിസ്റ്റം ഓഫ് ഇന്റേണൽ കൺട്രോൾ. അതായത് ഇന്റേണൽ കൺട്രോളിൻ്റെ സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യാനായിട്ട് ഇത് സഹായിക്കും. നയൻത്ത് പോയിന്റ്, ഇറ്റ് പ്രൊവൈഡ്സ് കറക്റ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ ടു ദ മാനേജ്മെൻറ്റ്. അതായത് മാനേജ്മെൻറ്റിന് കറക്റ്റ് ആൻഡ് റിലയബിൾ ഇൻഫർമേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യും റിഗാർഡിംഗ് ദ ഡെയിലി ബാലൻസ് ഓഫ് മെറ്റീരിയൽ. അതായത് മെറ്റീരിയലിൻ്റെ ബാലൻസ് എത്ര ഉണ്ടെന്നുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഇത് പ്രൊവൈഡ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ്, പത്താമത്തെ പോയിന്റ് പറഞ്ഞത്, ഇൻ കേസ് ഓഫ് ഡിസ്ട്രക്ഷൻ ഓഫ് സ്റ്റോക്ക് ബൈ ഫയർ ദ സിസ്റ്റം ഹെൽപ്സ് ഇൻ സെറ്റിലിംഗ് സാറ്റിസ്ഫാക്ടറിലി ഇൻഷുറൻസ് ക്ലെയിംസ് ആസ് ദ കറക്റ്റ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഇസ് ഓൾവേസ് നോൺ. അതായത് എപ്പോഴും സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് തിരിച്ചറിയാനായിട്ട് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് അഡ്വാൻറ്റേജസ് ഓഫ് നമ്മുടെ പെർപ്പച്വൽ ഇൻവെൻട്രി സിസ്റ്റം. നെക്സ്റ്റ് സൈഡിലേക്ക് നോക്കാം. റീസൺസ് ഫോർ ഡിഫറൻസ് ഇൻ സ്റ്റോക്ക് വെരിഫിക്കേഷൻ. അപ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷന് പല റീസൺസ് എന്താണ്, അത് വെരിഫൈ ചെയ്യുമ്പോൾ എന്താണ് ചിലപ്പോൾ മാറ്റങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള സ്റ്റോക്ക് ആയിരിക്കില്ല വെരിഫൈ ചെയ്ത് വരിക. അപ്പോൾ എന്തൊക്കെയാണ് അതിന് റീസൺസ് എന്ന് നോക്കാം. ദ ആക്ച്വൽ സ്റ്റോക്ക് മേ ഡിഫർ ഫ്രം സ്റ്റോക്ക് ഷോൺ ബൈ റെക്കോർഡ്. അതായത് റെക്കോർഡിൽ കാണിച്ചിരിക്കുന്ന സ്റ്റോക്കും ശരിക്കുള്ള സ്റ്റോക്കും തമ്മിലാണ് ഒരുപാട് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടാവാം. അതിൻ്റെ കാരണങ്ങളാണ് 2 മെയിൻ റീസൺസ് ഉള്ളത്. ഒന്ന് അവോയ്ഡബിൾ കോസസും ആൻഡ് അൺഅവോയ്ഡബിൾ കോസസും. അപ്പോൾ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ക്ലറിക്കൽ എറേഴ്സ്. കണക്ക് കൂട്ടുന്ന നേരത്ത് ഈ ക്ലറിക്കലായിട്ട് വരുന്ന തെറ്റുകൾ, കണക്ക് കൂട്ടുമ്പോൾ എന്തെങ്കിലും തെറ്റ് പറ്റി പോവുക, മൈൻഡ് ഔട്ടായി പോവുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവോയ്ഡബിൾ കോസാണ്. രണ്ടാമത്തത് എൻ്ററിങ് ട്രാൻസാക്ഷൻ ഇൻ റോങ് ബിൻ കാർഡിലേക്കൊക്കെ തെറ്റി എഴുതി പോവുക. അതും എന്താണ് നമ്മൾ അറിയാതെ നമ്മളെന്താണ് ശ്രദ്ധ വിട്ടു പോകുമ്പോൾ പറ്റി പോകുന്നതാണ്, അവോയ്ഡബിൾ കോസാണ്. ഇനി മൂന്നാമത്തത് പ്ലേസിങ് ഓഫ് ഇൻ ദ റോങ് ബിൻ ആൻഡ് റോങ് ഇഷ്യൂസ്. അതായത് തെറ്റായ ഒരു ബിന്നിലേക്ക് സാധനങ്ങൾ ഇട്ടു പോവുക, അതും അബദ്ധത്തിൽ നമ്മൾ ചെയ്തു പോകുന്നതാണ്, അവോയ്ഡബിൾ കോസാണ്. ഓവർ ഇഷ്യൂ ഓർ അണ്ടർ ഇഷ്യൂ, കൂടുതൽ ഇഷ്യൂ ചെയ്തു പോവുക അല്ലെങ്കിൽ കുറഞ്ഞ ഇഷ്യൂ ചെയ്തു പോവുക, അതും എന്താണ് അവോയ്ഡബിൾ കോസാണ്. അപ്പോൾ ഒരു 100 യൂണിറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ നമ്മൾ 90 കൊടുത്തിട്ട് 100 എഴുതി വെച്ച് പോവുക. ഓക്കെ, ഇനി എന്താണ് ബ്രേക്കേജ് ആൻഡ് പിൽഫറേജസും അവോയ്ഡബിൾ ആണ്. എന്തെങ്കിലും പൊട്ടിപ്പോവുക അല്ലെങ്കിൽ എന്ത് ചെയ്യുക, കളവ് പോവുക, ഈ വക കാര്യങ്ങളൊക്കെ നടക്കുക. സോ ദീസ് ആർ അവോയ്ഡബിൾ കോസസ്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ് അൺഅവോയ്ഡബിൾ കോസസ് ആണ്. ലോസസ് ഡ്യൂ ടു ഇൻഹെറൻറ്റ് നേച്ചർ ഓഫ് മെറ്റീരിയൽ. അതായത് ഇപ്പോൾ പെട്രോളിയൊക്കെ നമ്മളെന്താണ് ഈ ടാങ്കറിൽ താഴെ സൂക്ഷിക്കും, അതായത് പെട്രോൾ പമ്പിലൊക്കെ താഴെയായിട്ട് സൂക്ഷിക്കും. അപ്പോൾ എന്തായാലും എന്താണ് കുറച്ചെങ്കിലും അത് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഓക്കെ, അതേപോലെ ചില സാധനങ്ങൾ സ്ട്രിങ്ക് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ചുരുങ്ങി പോവുക, ഇവാപ്പറേറ്റ് ചെയ്ത് പോവുക, ഇതൊക്കെ അൺഅവോയ്ഡബിൾ കോസസ് ആണ്. അപ്പോൾ നമ്മൾ എടുത്ത സ്റ്റോക്കിനെക്കാട്ടും കുറവായിരിക്കും ചിലപ്പോൾ വരിക പെട്രോളൊക്കെ. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ് ലോസസ് ഡ്യൂ ടു ക്ലൈമാറ്റിക് കണ്ടീഷൻസ്. അതായത് കാലാവസ്ഥ വ്യതിയാനം വരുമ്പോൾ ചിലപ്പോൾ എന്താണ് സാധനങ്ങൾ കേടായി പോകാൻ ചാൻസ് ഉണ്ട്, അതേപോലെ ഇവാപ്പറേറ്റ് ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്, അങ്ങനെ പല കാരണങ്ങളുണ്ട്.
ലോസസ് ഡ്യൂ ടു ബ്രേക്കിംഗ് ദ ബൾക്ക് ഇഷ്യൂയിങ് മെറ്റീരിയൽ. അതായത് ഇഷ്യൂ ചെയ്ത് ബൾക്കായിട്ട് സാധനങ്ങൾ കൊണ്ടുവരുമ്പോൾ എന്താണ് ചിലപ്പോൾ എന്തെങ്കിലും ബ്രേക്കേജ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്താണ് പെരിഷബിൾ ഐറ്റംസ് ആണെങ്കിൽ അത് നശിച്ചു പോകാനും ചാൻസ് ഉണ്ട്. ഇതൊക്കെ എന്താണ് അൺഅവോയ്ഡബിൾ കോസസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യാണ് സ്റ്റോക്ക് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, ചിലപ്പോൾ സ്റ്റോക്ക് കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ എഴുതി വെച്ചിരിക്കുന്ന ഡാറ്റയിൽ നിന്ന് അതെന്താണ് വ്യതിയാനങ്ങൾ വരാൻ ചാൻസ് ഉണ്ട്. ദ നെക്സ്റ്റ് ടെക്നിക് ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. അപ്പോൾ നമ്മൾ സ്റ്റോഴ്സ് കൺട്രോൾ അടുത്ത ടെക്നിക് നോക്കാം, ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. ഓക്കെ, അപ്പോൾ എന്താണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ എന്ന് നോക്കാം. ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് മെത്തേഡ് ഓഫ് ഇൻവെന്ററി കൺട്രോൾ. This involves determination of a maximum level for the bin and the periodical inspection of stores level in the bin. The bin is then filled up as required immediately to the maximum level. അപ്പോൾ ഇവിടെ എന്താണ് സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിന്നിന്, അതായത് നമ്മൾ സ്റ്റോക്ക് കീപ്പ് ചെയ്യുന്ന ഒരു ബിന്ന്, അപ്പോൾ അതിനൊരു മാക്സിമം ലെവൽ നമ്മൾ കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് സ്റ്റോക്ക് ഉണ്ടോയെന്ന് എപ്പോഴും എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അത് കുറയാണെങ്കിൽ എന്ത് ചെയ്യുക, മാക്സിമം ഇപ്പോൾ ഫില്ല് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. ഓക്കെ, അത് വളരെ സിമ്പിളാണ്. അപ്പോൾ ബിന്ന് നിയന്ത്രിക്കുക. അതായത് ബിന്ന് മീൻസ് എന്താണ്, ഒരു സ്റ്റോറേജ് ഫെസിലിറ്റിയാണ്. അത് കബേർഡ് ആവാം, അല്ലെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ആവാം. അപ്പോൾ അതിൽ ഒരു നമ്മൾ ലെവൽ വെക്കുക, ഒരു മാക്സിമം ലെവൽ വെക്കുക. അപ്പോൾ അതിനനുസരിച്ചിട്ട് എപ്പോഴും സ്റ്റോക്ക് അതിലുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യുക, വെരിഫൈ ചെയ്യുക. അത് കുറവാണെങ്കിൽ എന്ത് ചെയ്യുക, അതിലേക്ക് എന്ത് ചെയ്യുക, എപ്പോഴും അത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതാണ് ഇംപ്രസ്ഡ് സിസ്റ്റം ഓഫ് സ്റ്റോഴ്സ് കൺട്രോൾ. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെക്നിക് നോക്കാം, സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ. ഓക്കെ, സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ. നെക്സ്റ്റ് പോയിന്റ് സെലക്റ്റീവ് ഇൻവെന്ററി കൺട്രോൾ. അപ്പോൾ എന്താ ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കാം. ഇൻ മെനി വാക്സ് ഓഫ് ലൈഫ് വി ഫൈൻഡ് ദ ഫിനോമിന ദ വൈറ്റൽ ഫ്യൂ ആൻഡ് ട്രിവിയൽ മെനി. അതായത് ഏറ്റവും അത്യാവശ്യ ഘടകങ്ങൾ കുറച്ചേ ഉള്ളൂ, ബാക്കിയൊക്കെ എന്താണ് ആവശ്യം തന്നെയാണ്, പക്ഷെ അത്യാവശ്യ ഘടകങ്ങൾ എന്താണ് കുറച്ചേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഇൻ എ ടി വി സെറ്റ് 5% ഓഫ് ഇറ്റ്സ് പാർട്ട് കോൺട്രിബ്യൂട്ട് ടു 80% ഓഫ് ഇറ്റ്സ് കോസ്റ്റ്. അതായത് ഒരു ടി വി സെറ്റിൽ 5% പാർട്സ് അതിൻ്റെ കോമ്പോണൻസിനാണ് അതിൻ്റെ 80% എന്ത് വരുന്നത്, ചിലവ് വരുന്നത്. ഓക്കെ, അത് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യയിൽ തന്നെ 10% ജനങ്ങൾ മാത്രമേ ടാക്സ് അടയ്ക്കുന്നുള്ളൂ. ഇൻ എ ബോഡി ഓൺലി 10% ഓഫ് ഓർഗൻസ്, അതായത് നമ്മുടെ ശരീരത്തിലുള്ള അവയവങ്ങൾ ഒരു 10% അവയവങ്ങളാണ് വൈറ്റൽ. അപ്പോൾ അതിനെന്തെങ്കിലും എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമുക്ക് കൂടുതലായിട്ടും അപകടങ്ങൾ അല്ലെങ്കിൽ മരണത്തിലേക്കൊക്കെ കലാശിക്കുക. അപ്പോൾ 10% ഓർഗൻസിനാണ് വൈറ്റൽ ആയിട്ടുള്ളത് നമ്മുടെ ശരീരത്തിൽ. ഓക്കെ, ദിസ് ഡിസ്കവറി വാസ് മെയ്ഡ് ബൈ വിൽഫ്രെഡോ പാരറ്റോ. അത് പാരറ്റോ അനാലിസിസ് എന്ന് പറഞ്ഞൊരു അനാലിസിസ് തന്നെ ഉണ്ട്. അപ്പോൾ വിൽഫ്രെഡോ പാരറ്റോ ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സംഗതികൾക്കാണ് ഒരു വൈറ്റൽ സ്വഭാവം ഉള്ളത് ഈ ഭൂമിയിൽ. ഓക്കെ, ആൻഡ് ദ ഫിനോമിന ഇസ് കോൾഡ് പാരറ്റോസ് ലോ. ഓക്കെ, അപ്പോൾ പാരറ്റോസ് ലോ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഹി വാസ് എൻ ഇറ്റാലിയൻ ഫിലോസഫർ. ഇത് ഇദ്ദേഹം വളരെ ഫേമസ് ആയിട്ടുള്ള ഇറ്റാലിയൻ ഫിലോസഫറാണ് ആൻഡ് ആൻ എക്കണോമിസ്റ്റ്. അപ്പോൾ ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റും കൂടിയാണ്. ഓക്കെ, ഹി worked out the distribution of incomes in East Russia and found that 20% of people got 80% of money. This law is commonly used in welfare economics. അതായത് ഇദ്ദേഹത്തിന് ഈസ്റ്റ് റഷ്യയിൽ ഇദ്ദേഹം നടത്തിയ പഠനത്തിൽ നിന്നും മനസ്സിലായത് 20% ജനങ്ങളുടെ അടുത്താണ് 80% വരുമാനം അല്ലെങ്കിൽ സമ്പത്തുള്ളത്. അപ്പോൾ അതെന്താണ് ഈ വെൽഫെയർ എക്കണോമിക്സ്, അതായത് എല്ലാവർക്കും തുല്യത അവകാശപ്പെടുന്ന എക്കണോമിക്സിനൊക്കെ ഇത് സഹായകമായിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ കണ്ടുപിടുത്തങ്ങൾ. ഓക്കെ, ദ സെയിം ഫിനോമിന ഈസ് നോട്ടീസബിൾ ഇൻ ഇൻവെൻട്രീസ് ആസ് വെൽ. അപ്പോൾ ഇതന്നെയാണ് ഇൻവെൻട്രീസിൽ എന്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു ഫാക്ടർ എന്ന് വെച്ചാൽ one would find that 20% of the total stock contribute 80% of the value. അതായത് 20% വരുന്ന സ്റ്റോക്കിനാണ് 80%-ഓളം വാല്യൂ വരുന്നത്. ആൻഡ് ദീസ് 20% ആർ മോസ്റ്റ് ക്രൂഷ്യൽ ആസ് ഫാർ ആസ് കമ്പനീസ് പ്രൊഡക്ഷൻ ഈസ് കൺസേൺഡ്. അപ്പോൾ കമ്പനിയുടെ പ്രൊഡക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഈ 20%-ാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ളത്. ദ വേരിയസ് സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾ ടെക്നീക്സ്, അതായത് ഈ സെലക്റ്റീവ് ഇൻവെൻട്രി കൺട്രോൾസ് ഒരുപാട് ടെക്നീക്സ് വരുന്നുണ്ട്. അതിലൊന്ന് ABC അനാലിസിസ് ആണ്, ഒന്ന് VED അനാലിസിസ് ആണ്, ഒന്ന് SAP അനാലിസിസ് ആണ്, ഒന്ന് FSN അനാലിസിസ് ആണ്, ഒന്ന് HML അനാലിസിസ് ആണ്, ഒന്ന് SDE അനാലിസിസ് ആണ്, ഒന്ന് SOS അനാലിസിസ് ആണ്, ഒന്ന് ഗോൾഫ് അനാലിസിസ് ആണ്, ഒന്ന് XYZ അനാലിസിസ് ആണ്. നമ്മളിവിടെ ഈ ടെക്സ്റ്റിലാകെ ABC അനാലിസിസിനെ കുറിച്ചും VED അനാലിസിസിനെ കുറിച്ചും മാത്രമാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ABC അനാലിസിസ് എന്ന് നോക്കാം. ഓൾവേസ് ബെറ്റർ കൺട്രോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ABC അനാലിസിസ് ഇസ് ഓൾവേസ് ബെറ്റർ കൺട്രോൾ ഓർ ആൽഫബറ്റിക് കൺട്രോൾ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇതിലെന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇൻ കേസ് ഓഫ് ലാർജ് കൺസേൺസ് ലാർജ് നമ്പർ ഓഫ് ഐറ്റംസ് ആർ കെപ്റ്റ് ഇൻ സ്റ്റോഴ്സ്. അതായത് വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഈ സ്റ്റോറുകളിലാണ് ഈ ഐറ്റംസ് അല്ലെങ്കിൽ സ്റ്റോക്ക് സൂക്ഷിക്കുക. Therefore, it is practically impossible to concentrate on each and every item. അതായത് അതുകൊണ്ട് തന്നെ ഓരോ ഐറ്റം ഇൻഡിവിജ്വലി ആയിട്ട് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും ശ്രദ്ധിക്കാനും പ്രയാസമാണ്. ഇൻ സച്ച് സിറ്റുവേഷൻസ് ABC അനാലിസിസ് ഈസ് യൂസ്ഡ് വിത്ത് എ വ്യൂ ടു എക്സസൈസ് ബെറ്റർ കൺട്രോൾ ഓവർ മെറ്റീരിയൽസ്. അതായത് മെറ്റീരിയൽസിൽ ബെറ്റർ കൺട്രോൾ നേടാനായിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും,
ഈ ABC അനാലിസിസ് ഉപയോഗിക്കാൻ സാധിക്കും. ഇറ്റ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് ആൻഡ് പോപ്പുലർ ടെക്നീക്സ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ. അപ്പോൾ ഇൻവെൻട്രി കൺട്രോളിലെ ബെസ്റ്റ് ആൻഡ് പോപ്പുലർ ടെക്നിക്കാണ് ABC അനാലിസിസ്. ഓൾ മെറ്റീരിയൽസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു 3 കാറ്റഗറീസ്. അപ്പോൾ ABC അനാലിസിസിൽ പറഞ്ഞത് മെറ്റീരിയൽസ് 3 കാറ്റഗറീസ് ആയിട്ട് തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന് A, B ആൻഡ് C. അതിൻ്റെ വാല്യൂ അടിസ്ഥാനത്തിൽ. അപ്പോൾ A ഇൻക്ലൂഡ്സ് ഹൈ വാല്യൂ മെറ്റീരിയൽ, ചിലവേറിയ മെറ്റീരിയൽസിനെ A ആയിട്ട് തരംതിരിക്കുന്നു. B ഇൻക്ലൂഡ് മീഡിയം ഓർ മോഡറേറ്റ് വാല്യൂ, അതായത് ഒരു ശരാശരി വാല്യൂ വരുന്ന മെറ്റീരിയൽസ് ആണ് B ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്. C ഇൻക്ലൂഡ്സ് ലോവർ വാല്യൂ മെറ്റീരിയൽ, അതായത് വില കുറഞ്ഞ മെറ്റീരിയൽസ് ആണ് Cയിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യുന്നതിൻ്റെ പേരാണ് എന്ത്? ABC അനാലിസിസ്. അപ്പോൾ ഇത്രയും പോർഷൻ നോക്കി വെച്ചാൽ മാത്രം മതി. അപ്പോൾ ഇവിടെ അതിനൊരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ A എന്ന് വെച്ചാൽ ആകെ 10% അതിൻ്റെ വാല്യൂ വരുന്നത് 70 C 20% വരുമ്പോൾ അതിൻ്റെ വാല്യൂ 25. C 70% സാധനങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ ആകെ 5% മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് ഒരു ചെറിയൊരു എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നതാണ്, നോക്കേണ്ട കാര്യമില്ല. ഇത് 3 തരത്തിൽ തരംതിരിക്കുന്നു. A ആണ് ഏറ്റവും വില കൂടിയത്, B മീഡിയം വിലയാണ്, C വില കുറഞ്ഞ സാധനങ്ങളാണ്. അങ്ങനെയാണ് ABC അനാലിസിസിൽ തരംതിരിക്കുന്നതെന്ന് മാത്രം പഠിച്ചു വെച്ചാൽ. നെക്സ്റ്റ് പോയിന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ABC അനാലിസിസ്. അപ്പോൾ എന്തൊക്കെയാണ് ABC അനാലിസിസിൻ്റെ ഗുണങ്ങൾ, അഡ്വാൻറ്റേജസ്? അപ്പോൾ അതിൽ ശ്രദ്ധിക്കാം. നമുക്ക് ഫസ്റ്റ് പോയിന്റ്, ഇറ്റ് എൻഷുവേഴ്സ് ആൻ എഫക്റ്റീവ് കൺട്രോൾ ഓവർ കോസ്റ്റ്ലിയർ ഐറ്റംസ് ഇൻ വിച്ച് ലാർജ് എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഈസ് ഇൻവെസ്റ്റഡ്. അതായത് ഈ വില കൂടിയ സാധനങ്ങൾ കൃത്യമായിട്ടും സൂക്ഷിക്കാനും അത് കൈകാര്യം ചെയ്യാനും ഇത് നമ്മളെ സ്വായത്തമാക്കും. ഓക്കെ, കാരണം അതിലാണ് ഏറ്റവും കൂടുതൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു യൂസ് വർക്കിംഗ് ക്യാപിറ്റൽ ഇൻ എ ബെറ്റർ വേ. അത് വർക്കിംഗ് ക്യാപിറ്റൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ ഇത് സഹായിക്കും. മൂന്നാമത്തെ പോയിന്റ്, ഇറ്റ് ലീഡ്സ് ടു റിഡക്ഷൻ ഇൻ സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും. ഇറ്റ് റെഡ്യൂസസ് ക്ലറിക്കൽ കോസ്റ്റ് ഇത് കുറയ്ക്കാൻ സഹായിക്കും. അഞ്ചാമത്തെ പോയിന്റ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ മെറ്റീരിയൽസ് ക്യാൻ ബി റെഗുലേറ്റഡ്. മെറ്റീരിയലിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? നമുക്ക് റെഗുലേറ്റ് ചെയ്യാൻ, അത് നിയന്ത്രിക്കാൻ സഹായിക്കും. ആറാമത്തെ പോയിന്റ്, ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻ ഹൈ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ. വളരെ ഹൈ ആയിട്ടുള്ള സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ വെക്കാനും ഇത് സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ്. 6 പോയിന്റ് പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ABC അനാലിസിസിനെ കൊണ്ട് പറയാനായിട്ടുള്ളത്. അപ്പോൾ 3 തരംതിരിക്കുന്നു. ഇത് ഹൈ വാല്യൂ ആണ്, ഇത് മീഡിയം വാല്യൂ ആണ്, ഇത് ലോ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് അടുത്തത് VED അനാലിസിസ് ആണ്. ഓക്കെ, വൺ disadvantage of ABC analysis is that it gives priority to usage value and ignores the criticality of items. അതായത് ABC അനാലിസിസിന് ഏറ്റവും വലിയ പോരായ്മ ഇതിൻ്റെ വാല്യൂ മാത്രമേ ഇത് പരിഗണിക്കുന്നുള്ളൂ. ഈ ഐറ്റത്തിൻ്റെ ക്രിട്ടിക്കാലിറ്റി, അതായത് പ്രൊഡക്ഷൻ എത്രമാത്രം ഇത് ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഇത് നോക്കുന്നില്ല. ഇൻ റിയൽ ലൈഫ് ദർ ആർ മെനി ഐറ്റംസ് വിച്ച് ഡു നോട്ട് ഹാവ് ഹൈ യൂസേജ് വാല്യൂ ബട്ട് ആർ ക്രിട്ടിക്കൽ. ഫോർ എക്സാമ്പിൾ, ഇമ്പോർട്ടൻറ്റ് സ്പെയർ പാർട്ട് ഓഫ് എ മെഷീൻ മേ നോട്ട് ബി ഇൻ A or B. അതായത് സ്പെയർ പാർട്സിന് ചിലപ്പോൾ വില കുറവായിരിക്കാം, അത് ചിലപ്പോൾ ഇരുമ്പോണ്ട് ഉണ്ടാക്കിയതായിരിക്കാം, പക്ഷെ എന്താണ്, അതിന് ഒരു ക്രിട്ടിക്കൽ വാല്യൂ ഉണ്ട് ആ ഒരു മെഷീനറി ഓപ്പറേറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ആ ക്രിട്ടിക്കൽ വാല്യൂ അനുസരിച്ചിട്ടാണ് ഇതിൽ വരുന്നത് VED അനാലിസിസിൽ ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. അക്കോർഡിംഗ്ലി ഇൻവെൻട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു വൈറ്റൽ, എസെൻഷ്യൽ ആൻഡ് ഡിസൈറബിൾ. അപ്പോൾ VED അനാലിസിസിൽ ഇൻവെൻട്രീസിനെ വൈറ്റൽ, എസെൻഷ്യൽ, ഡിസൈറബിൾ എന്ന 3 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വൈറ്റൽ ഐറ്റംസ് ആർ ദോസ് വിച്ച് ആർ വെരി ക്രിട്ടിക്കൽ ഫോർ പ്രൊഡക്ഷന് വളരെ ക്രിട്ടിക്കലായ സാധനങ്ങളാണ് വൈറ്റൽ ഐറ്റംസ്. അത് വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് ദീസ് ആർ ഔട്ട് ഓഫ് സ്റ്റോക്ക് ഇറ്റ് വിൽ ലീഡ് ടു ഇമ്മീഡിയറ്റ് പ്രൊഡക്ഷൻ സ്റ്റോപ്പേജ്. അതായത് ഈ സാധനങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു വാച്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വാച്ചിൻ്റെ എവിടെയൊക്കെ ഡയമണ്ട്സ് ഉണ്ട്, പക്ഷേ വാച്ചിൻ്റെ ഉള്ളിലൊരു മെഷീനറി വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? വാച്ചിൻ്റെ ഉള്ളിലായിട്ടൊരു മെഷീൻ ഉണ്ട്. അപ്പോൾ മെഷീനാണ് അതിൻ്റെ വൈറ്റൽ ഐറ്റം. മെഷീന് വേണ്ട ഈ പറയുന്ന ഈ ചെറിയ വീൽസൊക്കെ, ഓക്കെ, ഇപ്പോൾ അതിൻ്റെ സൂചി, ഈ വക കാര്യങ്ങളൊക്കെ വൈറ്റൽ. അപ്പോൾ ചിലപ്പോൾ ഈ ഡയലിൻ്റെ പേരെ ചിലപ്പോൾ ഡയമണ്ട് സാധനങ്ങൾ ഉണ്ടാകും, അതിനൊക്കെ വില കൂടുതൽ. ഇപ്പോൾ ABC അനുസരിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷേ VED അനുസരിച്ച് എന്താണ്, ഈ മെഷീനിൽ വരുന്ന സാധനങ്ങൾക്കാണ് എന്ത് ഇമ്പോർട്ടൻസ് ഉള്ളത്. കാരണം മെഷീൻ വർക്ക് ചെയ്തെങ്കിലേ വാച്ച് വർക്ക് ചെയ്യുന്നുള്ളൂ. പിന്നെ അതിൻ്റെ അലങ്കാരങ്ങളാണ് എന്ത് ഈ വില കൂടിയ ഡയമണ്ട്സ് ഒക്കെ അതിൽ ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതേപോലെ ഫസ്റ്റ് എന്താണ് വൈറ്റലാണ്, അത് കഴിഞ്ഞിട്ട് എസെൻഷ്യൽ, പിന്നെ എന്താണ് ഡിസൈറബിൾ ആണ്. അപ്പോൾ ഈ ഡിസൈറബിളിലായിരിക്കും എന്ത് വരിക, നമ്മൾ ഈ അലങ്കാര സാധനങ്ങളൊക്കെ വരിക. അപ്പോൾ ഈ വൈറ്റൽ ഐറ്റം ഇല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ പ്രൊഡക്ഷൻ നടക്കില്ല. അത് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്നു. അപ്പോൾ കേക്കിൻ്റെ ബേസിക്കായ സംഗതി അതിൻ്റെ അടിയിലുള്ള എന്താണ് ആ ഒരു കേക്കിൻ്റെ രൂപമാണ്. അതിൻ്റെ പുറത്തേക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അതിന് ആ ക്രീം കൊടുക്കുന്നത്, ചെറി വെക്കുന്നത്, ഈ വക കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഡിസൈറബിൾ ഐറ്റംസ് ആണ്. വൈറ്റൽ ഐറ്റം എന്താണ്, അതിനുള്ളിൽ കിടക്കുന്ന കേക്കാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് VED അനാലിസിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മുതൽ ഇതുവരെ പഠിച്ചാൽ മതി. ഓക്കെ, ഈ 3 ലൈന് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ഈ 3 ലൈൻ നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് VED അനാലിസിസ്. അപ്പോൾ VED അനാലിസിസിൻ്റെ ഇമ്പോർട്ടൻസ് നോക്കാം. സം സ്പെയർ പാർട്സ് ത്രൂ ക്യാരിങ് very small value may be vital for ensuring uninterrupted production
and require constant attention. Such spare parts may not be given proper attention under ABC analysis because their value may be small. In such cases, VED analysis is made to ensure the availability of various types of spare parts at the proper time. അപ്പോൾ VED ആണെങ്കിൽ എന്താണ് ആവശ്യം, VED അനാലിസിസ് ആണെങ്കിൽ ആവശ്യമുള്ള സാധനങ്ങളാണ് അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, വാല്യൂ അനുസരിച്ചിട്ടല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെന്താണ് സ്റ്റോക്ക് ഔട്ട് പൊസിഷൻ വരുന്നത് ഇത് തടയും. VED അനാലിസിസ് ഈസ് വെരി വാല്യുബിൾ ടു ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസ്. അതായത് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഇൻഡസ്ട്രീസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് VED അനാലിസിസ്. അതായത് മെഷീനറീസിലൂടെയൊക്കെ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ആണെങ്കിൽ ആ മെഷീനറിക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വളരെ വൈറ്റലാണ്. അപ്പോൾ അതൊക്കെ എന്താണ് VED അനാലിസിസിൽ വരുന്നത്. ആസ് ഇറ്റ് സ്ക്രൂട്ടിനൈസസ് ദ ഐറ്റംസ് ബേസ്ഡ് ഓൺ ദിയർ ക്രിട്ടിക്കാലിറ്റി. അപ്പോൾ ക്രിട്ടിക്കാലിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് ഐറ്റംസിനെ സ്ക്രൂട്ടിനൈസ് ചെയ്യുന്നത്, തരംതിരിക്കുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ റോ മെറ്റീരിയൽസ് ദാറ്റ് ആർ വെരി ഡിഫിക്കൽട്ട് ടു പ്രൊക്യൂർ. അത് വളരെ ബുദ്ധിമുട്ടി നമുക്ക് സമാഹരിക്കാൻ പറ്റുന്ന റോ മെറ്റീരിയൽസിലൊക്കെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് VED അനാലിസിസ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ടെക്നീക്ക് എന്ന് വെച്ചാൽ ജസ്റ്റ് ഇൻ ടൈം അല്ലെങ്കിൽ JIT ഇൻവെൻട്രി ടെക്നിക്കാണ്. JIT ഇൻവെൻട്രി ടെക്നിക്ക് അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം ഇൻവെൻട്രി ടെക്നിക്ക്. സോ JIT is a modern technique for inventory control. അതായത് JIT ഒരു മോഡേൺ ടെക്നിക്കാണ് ഇൻവെൻട്രി കൺട്രോൾ. ഇറ്റ് വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ ജാപ്പനീസ് മോട്ടോർ കമ്പനി ടൊയോട്ട. നമുക്കെല്ലാവർക്കും അറിയാം ടൊയോട്ട ജപ്പാനിലെ വളരെ ഫേമസ് ആയിട്ടൊരു മോട്ടോർ കമ്പനിയാണ്. അപ്പോൾ അവരാണത് ആദ്യം തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇറ്റ് വാസ് അഡ്വക്കേറ്റഡ് ബൈ തായ്ചി ഓനോ. അതായത് ടൊയോട്ടയുടെ അന്നത്തെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു. ഇദ്ദേഹമാണ് ഇത് കൊണ്ടുവന്നത്, അഡ്വക്കേറ്റ് ചെയ്തത്. ഇത് മുന്നോട്ട് വെച്ചത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിൻ്റെ പേര് തായ്ചി ഓനോ എന്നാണ്. ദ സിസ്റ്റം എയിംസ് അറ്റ് മിനിമൈസിങ് ഇൻവെൻട്രീസ് ഓഫ് റോ മെറ്റീരിയൽ. അതായത് ഈ സിസ്റ്റം എന്ത് പറയുന്നതെന്ന് വെച്ചാൽ റോ മെറ്റീരിയൽസ് മിനിമൈസ് ചെയ്യാം, അത് യൂസ് ചെയ്യുന്നത് വളരെ ചുരുക്കുക. ഓക്കെ, ആൻഡ് വർക്ക് ഇൻ പ്രോഗ്രസ്സും ചുരുക്കുക. ഇറ്റ് ഓൾസോ എയിംസ് അറ്റ് എലിമിനേറ്റിംഗ് വേസ്റ്റ് ഫ്രം എവറി ആസ്പെക്ട് ഓഫ് മാനുഫാക്ചറിങ്. അതായത് മാനുഫാക്ചറിങ്ങിൻ്റെ എല്ലാ ആസ്പെക്റ്റിൽ നിന്നും എന്ത് ചെയ്യുക, വേസ്റ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇറ്റ്സ് റിലേറ്റഡ് ആക്ടിവിറ്റീസ്, എല്ലാ റിലേറ്റഡ് ആക്ടിവിറ്റീസിൽ നിന്നും എന്ത് ചെയ്യുക, ഇത് കുറയ്ക്കുക. അതായത് വേസ്റ്റ് പരമാവധി കുറയ്ക്കുക, റോ മെറ്റീരിയൽസും അതേപോലെ ഇൻവെൻട്രീസും പരമാവധി എന്ത് ചെയ്യുക, ചുരുക്കി യൂസ് ചെയ്യാൻ ഉള്ളൊരു ടെക്നിക്കാണ് ഈ ജസ്റ്റ് ഇൻ ടൈം ടെക്നിക്ക്, ഇൻവെൻട്രി ടെക്നിക്ക്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ മീനിങ് നോക്കാം. The term just in time refers to purchasing or producing only what is needed when it is needed in just a quantity needed. അതായത് എന്താണ് ആവശ്യം, എപ്പോഴാണത് ആവശ്യം, അത് എത്ര അളവിലാണ് ആവശ്യം, ഇത് മനസ്സിലാക്കാനാണ് ജസ്റ്റ് ഇൻ ടൈമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് ദ പർച്ചേസ് ഓഫ് മെറ്റീരിയൽ ഇൻ സച്ച് എ വേ ദാറ്റ് മെറ്റീരിയൽസ് ആർ ഡെലിവേർഡ് ജസ്റ്റ് ബിഫോർ ദെയർ യൂസ്. അതായത് മെറ്റീരിയൽ കിട്ടുന്നതിൻ്റെ തൊട്ട് മുമ്പ് യൂസ് ചെയ്യാനാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് എ ഫിലോസഫി ദാറ്റ് ഫോക്കസസ് attention on eliminating waste by purchasing or manufacturing just enough of the right items in just in time. അതായത് തൊട്ട് മുൻപ് ജസ്റ്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അണ്ടർ ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം റോ മെറ്റീരിയൽസ് ആർ റിസീവ്ഡ് ജസ്റ്റ് ഇൻ ടൈം ടു ഗോ ഇൻ ടു പ്രൊഡക്ഷൻ. മാനുഫാക്ചർഡ് പാർട്സ് ആർ കംപ്ലീറ്റഡ് ജസ്റ്റ് ഇൻ ടൈം ടു ബി assembled into products and products are completed just in time to be sold to customers. അതായത് മാനുഫാക്ചറിങ്ങിന് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ എന്ത് ചെയ്യുക, റോ മെറ്റീരിയൽസ് സംഘടിപ്പിക്കുക. അപ്പോൾ തൊട്ടടുത്ത് തന്നെ ചിലപ്പോൾ റോ മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് നമ്മൾ ഫാക്ടറി സ്ഥാപിക്കുക. അപ്പോൾ മാനുഫാക്ചറിങ്ങിന് ആവശ്യമുള്ള റോ മെറ്റീരിയൽസ് അപ്പോൾ തന്നെ സംഘടിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്ത് വേണ്ട, ഒരു വെയർ ഹൗസിൻ്റെ ആവശ്യം വരുന്നില്ല, ഓവർ സ്റ്റോക്കിംഗ് വരില്ല, ഈ സ്റ്റോക്ക് വേസ്റ്റായി പോവില്ല, ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ ആൾ വേണ്ട. അപ്പോൾ പരമാവധി എന്ത് ചെയ്യുക, ഈ ചിലവുകളൊക്കെ അവിടെ കുറഞ്ഞു കിട്ടും. ഓക്കെ, അപ്പോൾ ആവശ്യം വരുന്ന നേരത്തെ റോ മെറ്റീരിയൽ സംഘടിപ്പിക്കുക, അതാണ് ജസ്റ്റ് ഇൻ ടൈമിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കാം. ഓക്കെ, അപ്പോൾ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം നോക്കാം. ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം ആർ ടു റെഡ്യൂസ് സെറ്റപ്പ് ടൈം ആൻഡ് ലോഡ് ടൈം. അതായത് സെറ്റപ്പ് ടൈമും ലോഡ് ടൈമും എന്ത് ചെയ്യുക, റെഡ്യൂസ് ചെയ്യുക. രണ്ടാമത്തത് ടു റെഡ്യൂസ് ഇൻവെൻട്രി റെഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തത് ടു ഇൻക്രീസ് ഫ്ലെക്സിബിലിറ്റി വർദ്ധിപ്പിക്കുക. നാലാമത്തത് ടു ഷോർട്ടൻ ദ റിയാക്ഷൻ ടൈം ടു ദ കസ്റ്റമറിൻ്റെ റിയാക്ഷൻ ടൈം കുറയ്ക്കുക. അഞ്ചാമത്തത് ടു എലിമിനേറ്റ് ഓവർ പ്രൊഡക്ഷൻ കുറയ്ക്കുക. ആറാമത്തത് ടു ഇംപ്രൂവ് സ്പേസ് യൂട്ടിലൈസേഷൻ, സ്പേസ് നമുക്ക് പരമാവധി യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കും. ഏഴാമത്തത് ടു പ്രൊവൈഡ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ ഏഴാമത്തെ പോയിന്റ് കസ്റ്റമറിന് സാറ്റിസ്ഫാക്ഷൻ എന്ത് ചെയ്യുക, കസ്റ്റമറിന് ഒരു സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ്, അഡ്വാൻറ്റേജസ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം. ജസ്റ്റ് ഇൻ ടൈമിൻ്റെ അഡ്വാൻറ്റേജ് നോക്കാം. ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം ഇസ് ദാറ്റ് ഇറ്റ് ഹെൽപ്സ് ടു റെഡ്യൂസ് ദ ഇൻവെൻട്രി ലെവൽ ആൻഡ് ടു മേക്ക് ലാർജർ സേവിങ്സ്. അതായത് ഇൻവെൻട്രി ലെവൽ കുറയ്ക്കാനും
കൂടുതൽ സേവിങ്സിനും എന്ത് ചെയ്യാണ് ജസ്റ്റ് ഇൻ ടൈം സഹായിക്കും. അതാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ്. ദ അതർ ബെനിഫിറ്റ്സ് ഓഫ് ജസ്റ്റ് ഇൻ ടൈം ആർ സമ്മറൈസ്ഡ് ആസ് ഫോളോസ്. അപ്പോൾ അതിൻ്റെ അടുത്ത ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് താഴെ പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പോയിന്റ് പറയുന്നത് റിഡക്ഷൻ ഇൻ ഇൻവെൻട്രി ആൻഡ് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇൻവെൻട്രി കുറയ്ക്കാനും വർക്കിംഗ് ക്യാപിറ്റൽ ഒപ്റ്റിമമായിട്ട് യൂട്ടിലൈസ് ചെയ്യാനും എന്താണ് ഇത് സഹായിക്കും. രണ്ടാമത്തെ പോയിന്റ് ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യും. മൂന്നാമത്തത് പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കും. നാലാമത്തത് വേസ്റ്റ് കുറയ്ക്കും. അഞ്ചാമത്തത് റിഡക്ഷൻ ഇൻ സ്റ്റോറേജ് കോസ്റ്റ് ആണ്. സ്റ്റോറേജ് കോസ്റ്റ് കുറയ്ക്കും. അതുകൊണ്ട് എന്താണ് സ്പേസും ലഭിക്കും. പിന്നെ എന്താണ് ലേ ഔട്ടും കൂടുതലായിട്ട് നമുക്ക് പ്രൊഡക്ഷൻ്റെ ലേ ഔട്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ആറാമത്തെ പോയിന്റ് എന്താണ് ഇത് പ്രോഫിറ്റ് മാർജിൻ വർദ്ധിപ്പിക്കും. ഏഴാമത്തെ പോയിന്റ് ഗ്രേറ്റർ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ റിസൾട്ടിങ് ഫ്രം ഹയർ ക്വാളിറ്റി ബെറ്റർ ഡെലിവറീസ് ആൻഡ് ഗ്രേറ്റർ പ്രൊഡക്റ്റ് വെറൈറ്റി. കൂടുതൽ പ്രൊഡക്റ്റ് വെറൈറ്റി, പെട്ടെന്ന് ഡെലിവറി കിട്ടും, എന്താണ് ക്വാളിറ്റിയും നല്ലതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ജസ്റ്റ് ഇൻ ടൈമിൻ്റെ അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. നെക്സ്റ്റ് പോയിന്റ് നോക്കാം, ഇഷ്യൂയിങ് ഓഫ് മെറ്റീരിയൽസ് എങ്ങനെയാണ് ഇഷ്യൂ ചെയ്യേണ്ടതെന്ന് നോക്കാം. ദ മെറ്റീരിയൽസ് കെപ്റ്റ് ഇൻ സ്റ്റോർസ് ആർ അൾട്ടിമേറ്റ്ലി ഇഷ്യൂഡ് ടു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് അതർ നീഡി ഡിപ്പാർട്ട്മെൻറ്റ്സ്. അതായത് ഈ സ്റ്റോറിൽ നിന്നും മെറ്റീരിയൽസ് എന്താണ് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും മറ്റ് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് എന്ത് റിക്വയർമെൻറ്റ് നേരത്ത് അയച്ചു കൊടുക്കുന്നത്. ദ ആസ്പെക്ട് ഓഫ് ഇഷ്യൂ ഓഫ് മെറ്റീരിയൽ ഇസ് ക്രൂഷ്യൽ ആസ് ദാറ്റ് ഓഫ് ക്യാഷ്. അപ്പോൾ ക്യാഷ് പോലെ തന്നെ മെറ്റീരിയൽ കൃത്യമായിട്ട് അയച്ചു കൊടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ഇഷ്യൂവിൻ്റെ പ്രൊസീജിയർ എങ്ങനെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് ഓൺലി എഗെയിൻസ്റ്റ് പ്രോപ്പർ ഓതറൈസേഷൻ. അതായത് പ്രോപ്പർ ഓതറൈസേഷനിൽ മാത്രമേ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഫസ്റ്റ് കാര്യമായിട്ട് പറയുന്നത്. സെക്കൻഡ് പോയിന്റ്, മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് വിത്തൗട്ട് കോസിങ് ഡിലേ. ഒരു ഡിലേ വരുത്താതെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യണം. രണ്ടാമത്തെ പോയിന്റ് മെറ്റീരിയൽ ഷുഡ് ബി ഇഷ്യൂഡ് വിത്തൗട്ട് കോസിങ് ഡിലേ. മൂന്നാമത്തെ പോയിന്റ് മെറ്റീരിയൽ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ കൺവീനിയൻറ്റ് പ്ലേസ് ഫെസിലിറ്റേറ്റിംഗ് ക്വിക്ക് ഇഷ്യൂ. അതായത് പെട്ടെന്ന് ഇഷ്യൂ ചെയ്യാനായിട്ട് മെറ്റീരിയൽസ് ഒരു കൺവീനിയൻറ്റ് പ്ലേസിൽ സൂക്ഷിക്കണം. നാലാമത്തെ പോയിന്റ് മെറ്റീരിയൽസ് ഷുഡ് ബി പ്രോപ്പർലി ക്ലാസിഫൈഡ് സോ ആസ് ടു അവോയ്ഡ് ദ റോങ് ഇഷ്യൂ ഒഴിവാക്കാനായിട്ട് മെറ്റീരിയൽസ് കൃത്യമായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കണം. അഞ്ചാമത്തെ പോയിന്റ് എവരി ഇഷ്യൂ ഷുഡ് ബി പ്രോപ്പർലി റെക്കോർഡ്. എല്ലാ ഇഷ്യൂവും കൃത്യമായിട്ടും റെക്കോർഡ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഷുഡ് ബി പ്രൈസ്ഡ് ആൻഡ് എൻറ്റേർഡ് ഇൻ ടു സ്റ്റോർസ് ലെഡ്ജർ ബൈ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്തത് കൃത്യമായിട്ട് അതിന് വില നിശ്ചയിച്ചിരിക്കണം. അതെന്താണ് അത് ഒരു സ്റ്റോർസ് ലെഡ്ജറിൽ എന്ത് ചെയ്യണം, അത് എൻറ്റർ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് എന്ത് വരുന്നത് മെറ്റീരിയൽ ഇഷ്യൂവിൻ്റെ പ്രൊസീജിയറായിട്ട് വരുന്നത്. ഓക്കെ, ഇനി മെറ്റീരിയൽ റിക്വിസിഷൻ എന്താണെന്നുള്ളത് നോക്കാനുള്ളത്. മെറ്റീരിയൽസ് വിൽ ബി ഇഷ്യൂഡ് ബൈ ദ സ്റ്റോർ കീപ്പർ ഓൺലി ഓൺ പ്രസൻറ്റേഷൻ ഓഫ് ഡ്യൂലി ഓതറൈസ്ഡ് ഡോക്യുമെൻറ്റ് കോൾഡ് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സ്റ്റോർസ് റിക്വിസിഷൻ നോട്ട്. അത് എന്താണ് മെറ്റീരിയൽ റിക്വിസിഷൻ? അതായത് മെറ്റീരിയൽ എങ്ങനെയാണ് കൊടുക്കാൻ പറ്റുള്ളൂ, ഒരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് സ്റ്റോറിൽ നിന്ന് മെറ്റീരിയൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോറിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കണം. അതാണ് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്. ഓക്കെ, അല്ലെങ്കിൽ അതിൻ്റെ പേരാണ് സ്റ്റോർസ് റിക്വിസിഷൻ നോട്ട്. ഓക്കെ, ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് വേണ്ടത്, അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ക്വാണ്ടിറ്റി എത്ര വേണം, എത്ര യൂണിറ്റ് വേണം, എത്ര ടോട്ടൽ കോസ്റ്റ് എത്രയാണ്, ജോബ് നമ്പർ എത്രയാണ്, ഇതൊക്കെ പ്രതിപാദിച്ചിരിക്കണം ആ മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ടിൽ അല്ലെങ്കിൽ സ്റ്റോർസ് റിക്വിസിഷൻ നോട്ടിൽ. ഓക്കെ, അത് 3 കോപ്പീസ് ആയിട്ടാണ് എടുക്കേണ്ടത്. ഇറ്റ് ഷുഡ് ബി പ്രിപ്പയർഡ് ഇൻ ട്രിപ്ലിക്കേറ്റ്. ഓക്കെ, അത് മാത്രം നോക്കി വെക്കുക. ഇനി ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണെന്നുള്ളതാണ്. ആസ് സൂൺ ആസ് എൻ ഓർഡർ ഇസ് റിസീവ്ഡ് ദി എഞ്ചിനീയറിംഗ് ഓർ പ്ലാനിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിപ്പയർ ബിൽ ഓഫ് മെറ്റീരിയൽ. ബിൽ ഓഫ് മെറ്റീരിയൽ ഇസ് എ ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽസ് റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിംഗ് ദ ഓർഡർ. അതായത് ഒരു ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ ഈ എഞ്ചിനീയേഴ്സ് ആ ഓർഡർ എന്നുള്ള സാധനം പ്രൊഡ്യൂസ് ചെയ്യാൻ എത്ര മെറ്റീരിയൽ വേണം എന്നുള്ളതാണ് ഈ ബിൽ ഓഫ് മെറ്റീരിയൽസിൽ വരുന്നത്. ഓക്കെ, അതിന് സ്പെസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽസ് എന്നൊരു പേരും കൂടെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് ബിൽ ഓഫ് മെറ്റീരിയൽ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക, അത് എഴുതി വെക്കുക. അത് 4 കോപ്പീസിലാണ് എടുക്കേണ്ടതും കൂടി നോട്ട് ചെയ്ത്. ബിൽ ഓഫ് മെറ്റീരിയലിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് നോക്കാം. എ ബിൽ ഓഫ് മെറ്റീരിയൽ സെർവ്സ് ദ ഫോളോയിങ് പേർപ്പസസ്. അപ്പോൾ താഴെ പറഞ്ഞ പേർപ്പസസ് ആണ് ബിൽ ഓഫ് മെറ്റീരിയൽ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് സെർവ്സ് ആസ് എൻ അഡ്വാൻസ് ഇൻറ്റിമേഷൻ ടു ഓൾ കൺസേൺ ഓർഡേഴ്സ് ടു ബി എക്സിക്യൂട്ടഡ്. അതായത് ഓർഡർ എക്സിക്യൂട്ട് ചെയ്യാൻ അതിൻ്റെ ഇൻറ്റിമേഷനാണിത്. പിന്നെ എന്താണ്, ഇറ്റ് അവോയ്ഡ്സ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് സെപ്പറേറ്റ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട്. അതായത് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് സെപ്പറേറ്റ് ഉണ്ടാക്കേണ്ട ആവശ്യം ബിൽ ഓഫ് മെറ്റീരിയൽ ഉണ്ടാക്കിയാൽ വരില്ല എന്നാണ് പറയുന്നത്. ഇറ്റ് റെഡ്യൂസസ് ക്ലറിക്കൽ വർക്ക്. ഇത് ക്ലറിക്കൽ വർക്ക് റെഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ പ്രത്യേകമായിട്ട് ഇങ്ങനത്തെ നോട്ടൊന്നും ഉണ്ടാക്കേണ്ട. അപ്പോൾ ക്ലറിക്കൽ വർക്ക് കുറയ്ക്കുന്നു. ഇറ്റ് റെഡ്യൂസസ് കോസ്റ്റ് ഓഫ് സ്റ്റേഷനറി. അപ്പോൾ സ്റ്റേഷനറി ചിലവ് കുറയുന്നു. പേപ്പറിൻ്റെ അത്ര പേപ്പർ വേണ്ടി വരില്ല. ഓക്കെ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയുന്നു. ഇറ്റ് എനേബിൾസ് സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ പർച്ചേസ് റിക്വസിഷൻ. അതായത് ഇത് സ്റ്റോർ കീപ്പർക്ക് പർച്ചേസ് റിക്വസിഷൻ ഇഷ്യൂ ചെയ്യാൻ സഹായിക്കും. ഇറ്റ് എനേബിൾസ് ദ കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ടു അസർടെയിൻ ദ മെറ്റീരിയൽ കോസ്റ്റ് ഓഫ് ജോബ്സ് ഈസിലി. അതായത് കോസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ മെറ്റീരിയൽ തന്നെ ചിലവെത്രയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. ഇറ്റ് അവോയ്ഡ്സ് ദ പ്രോബ്ലം ഓഫ് ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേഞ്ചർ.
അതായത് ഓവർ സ്റ്റോക്കിംഗ്, അണ്ടർ സ്റ്റോക്കിംഗ്, ഔട്ട് ഓഫ് സ്റ്റോക്ക് ഡേഞ്ചറൊക്കെ അവോയ്ഡ് ചെയ്യാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസ് ഓഫ് ബിൽസ് ഓഫ് മെറ്റീരിയൽ. നോക്കാം. റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോഴ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോഴ്സ് എന്ന് പറയുന്നത് നോക്കാം നമുക്ക്. അതിലെന്താ പോയിന്റിൽ എന്താ പറയുന്നത് നോക്കാം. സംടൈംസ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ഫ്രം സ്റ്റോർ മേ ബി in excess of requirement. Similarly, materials may sometimes be defective or damaged or wrong items. In such cases, the surplus of defective materials should be returned to stores. For effective stores issue control, a separate document is used for return of materials. The document is called material return note. Okay. Thus, material return note is a document which is used to record return of materials to stores. It is also called contra requisition slip or shop credit note or stores debit note. അതായത് മെറ്റീരിയൽ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം, ഒരു മെറ്റീരിയൽ റിട്ടേൺ നോട്ട് വേണമെന്നാണ് പറയുന്നത്. അതായത് ചിലപ്പോൾ ഡിഫക്റ്റീവ് ആയതോ ആവശ്യമില്ലാത്തതൊക്കെ മെറ്റീരിയൽസ് വരും. അപ്പോൾ അതിനായിട്ട് അത്തരത്തിലുള്ള നോട്ട് വേണം. അതിൻ്റെ മറ്റ് പേരുകളാണ് ഷോപ്പ് ക്രെഡിറ്റ് നോട്ട്, കോൺട്രാ റിക്വിസിഷൻ നോട്ട്, സ്റ്റോഴ്സ് ഡെബിറ്റ് നോട്ട്. ഓക്കെ, അപ്പോൾ അതാണ് റിട്ടേൺ ഓഫ് മെറ്റീരിയൽസ് ടു സ്റ്റോഴ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പോയിന്റിൽ നോക്കാനായിട്ടുള്ളത്. നെക്സ്റ്റ് പോയിന്റ് ഈസ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ്. എന്താണ് ട്രാൻസ്ഫർ ഓഫ് മെറ്റീരിയൽസ് എന്നുള്ളതാണ്. സംടൈംസ് പാർട്ട് ഓഫ് മെറ്റീരിയൽസ് ഇഷ്യൂഡ് ടു വൺ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ഇൻ റെസ്പെക്ട് ടു എ പെർട്ടിക്കുലർ ജോബ് മേ ബി ട്രാൻസ്ഫർ ഡയറക്ട്ലി ടു അനദർ ഡിപ്പാർട്ട്മെൻറ്റ് ഓർ ജോബ്. ദിസ് is permitted only under special circumstances. Example, when a more urgent order has to be executed in a place of a less urgent one. Similarly, surplus materials issued to a department or in respect of a job may be transferred direct to another department or job without returning the same to the store. A separate document is used for such transfer of materials. This document is called material transfer note. അതായത് ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഡിപ്പാർട്ട്മെൻറ്റ് 1 നിന്നും ഡിപ്പാർട്ട്മെൻറ്റ് 2 മെറ്റീരിയൽസ് ട്രാൻസ്ഫർ ചെയ്യണം. ഒന്നുകിൽ ചിലപ്പം പെട്ടെന്നൊരു ഓർഡർ ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ അത്ര അർജൻറ്റായ ഓർഡർ ഇല്ലെങ്കിൽ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മെറ്റീരിയൽസും എല്ലാം ഈ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. കാര്യം ഇവിടെ മെറ്റീരിയൽ ഉണ്ട്, ഇവിടെ മെറ്റീരിയൽ ഇല്ല. അപ്പോൾ ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ സ്റ്റോറിലേക്ക് പോയിട്ടല്ല അത് കൊണ്ട് വരുന്നത്, ഡയറക്റ്റ് ആയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ദർ ഇസ് എ മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട്. അത് വെച്ചിട്ട് വേണം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അത്ര ഒരു നോട്ട് വേണം. ഓക്കെ, അപ്പോൾ ഇത് ഒന്നുകിൽ എന്താണ്, മൊത്തത്തിൽ ജോബ് മാറ്റുകയോ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഉദാഹരണം പോലെ അർജൻറ്റായ ജോബ് രണ്ടാമത്തെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതുകൊണ്ടോ ഒക്കെ ആവാം ഇത് ഈ ഒരു ട്രാൻസ്ഫർ ചെയ്യുക. അപ്പോൾ അത് സ്റ്റോറിലേക്ക് പോവാതെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് ആണ് ഇത് ട്രാൻസ്ഫർ നടക്കുക. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു മെറ്റീരിയൽ ട്രാൻസ്ഫർ നോട്ട് ആവശ്യം. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. അതായത് മെറ്റീരിയൽ പ്രൈസ് ചെയ്യുന്ന ഏതൊക്കെ മെത്തേഡ്സ് ആണുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് എങ്ങനെ പ്രൈസ് കൊടുക്കണം എന്നുള്ള മെത്തേഡ്സ് ആണ്. അല്ലെങ്കിൽ മെത്തേഡ്സ് ഓഫ് വാല്യൂയിങ് മെറ്റീരിയൽസ്. ഓക്കെ, മെറ്റീരിയൽസ് ആർ പർച്ചേസ്ഡ് നോട്ട് അറ്റ് വൺ ടൈം ബട്ട് അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഇൻ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ് അറ്റ് ഡിഫറെൻറ്റ് പ്രൈസസ്. Thus, stock consists of material purchased in different quantities in different dates at different prices. From the stock, required quantities of materials are issued for production. When materials are issued for production from stock consisting of different lots of different prices, a problem arises as to which price should be used for pricing materials issues. അതായത് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിന് മുമ്പ് ഒരു പ്രൈസ് ഉണ്ടാവും, ചിലപ്പോൾ അതിനായിരിക്കും ചിലപ്പോൾ കൊടുക്കേണ്ടി വരിക, പ്രൈസ് മാറിയിട്ടുണ്ടാവും. അത്തരം ഇഷ്യൂസൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ദർ ആർ സെവറൽ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഓഫ് ഓർ വാല്യൂയിങ് മെറ്റീരിയൽസ്. വൈൽ ചൂസിങ് എ മെത്തേഡ് ഇറ്റ് ഷുഡ് ബി സീൻ ദാറ്റ് മെത്തേഡ് ഈസ് സിമ്പിൾ, കോസ്റ്റ് എഫക്റ്റീവ് ആൻഡ് റിയലിസ്റ്റിക്. അതായത് ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അത് സിമ്പിൾ ആയിരിക്കണം, അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കണം, അത് റിയലിസ്റ്റിക് ആയിരിക്കണം. വൈൽ സെലക്ടിങ് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂ ദി ഫോളോയിങ് ഫാക്ടേഴ്സ് ഷുഡ് ബി കൺസിഡേർഡ്. സോ ദ ഫാക്ടേഴ്സ് to be considered while pricing material issues are objectives of the business. ബിസിനസ്സിൻ്റെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളത് നോക്കണം. പ്രോസസ് ഓഫ് പ്രൊഡക്ഷൻ, ഫ്രീക്വൻസി ഓഫ് പർച്ചേസസ്, ലെവൽ ഓഫ് സ്റ്റോക്ക് ടു ബി മെയിൻറ്റെയിൻഡ്, ഗവൺമെൻറ് റെഗുലേഷൻസ്, മെത്തേഡ് ഓഫ് പ്രൊഡക്ഷൻ, നേച്ചർ ഓഫ് ബിസിനസ്, ചേഞ്ച് ഇൻ പ്രൈസ് എക്സ്പെക്റ്റഡ്, ഇൻവെൻട്രി ടേൺ ഓവർ, മാനേജ്മെൻറ്റ് പോളിസി റിഗാർഡിംഗ് സ്റ്റോക്ക് വാല്യുവേഷൻ. ഓക്കെ, അപ്പോൾ ഇത് മുതൽ നിങ്ങൾ നോക്കുക. ഇതിന് മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ് ആണെങ്കിൽ പഠിക്കേണ്ടത് ഇത് മുതലാണ്. ഓക്കെ, വൈഹാർട്ട് പഠിക്കേണ്ടത് ഈ ഒരു പോയിന്റ്സ് പഠിച്ചു വെക്കുക. നെക്സ്റ്റ് പോയിന്റ് നോക്കാം. മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് മെറ്റീരിയൽ ഇഷ്യൂസ്. അതായത് മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെ പ്രൈസ് ചെയ്യേണ്ടത്. ദർ ആർ വേരിയസ് മെത്തേഡ്സ്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ്സ് നമുക്ക് നെക്സ്റ്റ് പേജിൽ നോക്കാം. സോ ദ മെത്തേഡ്സ് ഓഫ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂസ് ആർ, ദർ ആർ മെയിൻലി
three main points. The first one is cost price or actual cost methods. The second one is average price or cost method. The third one is notional price methods. Okay. അപ്പോൾ ഫസ്റ്റ് മെയിൻ പോയിന്റ് വരുന്നത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഉണ്ട്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഉണ്ട്, ബേസ് സ്റ്റോക്ക് മെത്തേഡ് ഉണ്ട്, സ്പെസിഫിക് പ്രൈസ് മെത്തേഡ് ഉണ്ട്, ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഉണ്ട്, നെക്സ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ കോസ്റ്റ് പ്രൈസ് അല്ലെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് മെത്തേഡാണ്. രണ്ടാമത്തത് ആവറേജ് പ്രൈസ് അല്ലെങ്കിൽ കോസ്റ്റ് മെത്തേഡിൽ വരുന്നത് സിമ്പിൾ ആവറേജ് ഉണ്ട്, വെയ്റ്റഡ് ആവറേജ് ഉണ്ട്, പീരിയോഡിക് സിമ്പിൾ ആവറേജ് ഉണ്ട്, പീരിയോഡിക് വെയ്റ്റഡ് ആവറേജ് ഉണ്ട്, മൂവിങ് സിമ്പിൾ ആവറേജ് ഉണ്ട്, മൂവിങ് വെയ്റ്റഡ് ആവറേജ് ഉണ്ട്. ഓക്കെ. ഇനി തേർഡ് വൺ നോഷണൽ പ്രൈസ് മെത്തേഡ്സ് ആണ്. അതിൽ വരുന്നത് സ്റ്റാൻഡേർഡ് പ്രൈസ്, ഇൻഫ്ലേറ്റഡ് പ്രൈസ്, മാർക്കറ്റ് പ്രൈസ്, റീ യൂസ് പ്രൈസ്. ഓക്കെ. നോഷണൽ പ്രൈസ് മെത്തേഡ്സിൽ സ്റ്റാൻഡേർഡ്, ഇൻഫ്ലേറ്റഡ്, മാർക്കറ്റ്, റീ യൂസ് പ്രൈസ് ആണ്. അപ്പോൾ അതിൽ നമ്മളാകെ നോക്കുന്നത് ഫിഫോ, ലിഫോ, സിമ്പിൾ ആവറേജ് ആൻഡ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ്സ് മാത്രമാണ്. ഒരുപാട് മെത്തേഡ്സ് ഉണ്ട്. അതിനാകെ നമ്മൾ ഈ 4 മെത്തേഡ്സേ നോക്കുന്നുള്ളൂ. അപ്പോൾ ആദ്യമായിട്ട് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഫിഫോ മെത്തേഡാണ് നോക്കുന്നത്. ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അണ്ടർ ദിസ് മെത്തേഡ് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് ഇൻ ഓർഡർ ഇൻ വിച്ച് ദേ ആർ റിസീവ്ഡ് ഇൻ സ്റ്റോർ. അതായത് ആദ്യം വന്ന മെറ്റീരിയൽ ആദ്യം ഇഷ്യൂ ചെയ്യാന്നുള്ള ഒരു രീതിക്കാണ് നമ്മളിവിടെ മെറ്റീരിയൽ എന്ത് ചെയ്യുന്നത്, ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ വില അങ്ങനെ നോക്കിയാൽ മതി. ആദ്യം വന്ന മെറ്റീരിയലാണ് ആദ്യം ഇഷ്യൂ ചെയ്യുന്നത്, അപ്പോൾ അതിൻ്റെ വില എടുത്താൽ മതി. അപ്പോൾ മെറ്റീരിയലിൻ്റെ വില എന്താണ്, മിക്സായി പോയിട്ട് എന്താണ്, അത് മാറില്ല. ഓക്കെ. ഇപ്പോൾ നമ്മളൊരു ലിറ്റർ പെട്രോൾ, അപ്പോൾ ആദ്യം വന്നത് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ വില കൊടുക്കുക, പിന്നെ വന്നതാണെങ്കിൽ പിന്നത്തെ തന്നെ വില കൊടുക്കുക. ഓക്കെ. This means that materials received first are issued first. After completion of the first lot, the second lot is issued and so on. അപ്പോൾ ഫസ്റ്റ് ലോട്ട് കഴിഞ്ഞ് അടുത്ത, അപ്പോൾ ഓരോ ബാച്ചായിട്ട് വന്നത് അതിൻ്റെ ഓർഡർ തന്നെ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. അതിന് മറ്റൊരു പേരുണ്ട് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഓക്കെ. അപ്പോൾ അതിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. അഡ്വാൻറ്റേജസ് ഓഫ് ഫിഫോ മെത്തേഡ്. ഫിഫോ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് പറഞ്ഞത് ഫസ്റ്റ് പറയുന്നത് അത് സിമ്പിളാണ്, ഈസി ടു ഓപ്പറേറ്റ് ആണ്. ഇതിൽ പറഞ്ഞത് മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ് ആണ്. നമ്മൾ കണ്ടതാണ് ആക്ച്വൽ കോസ്റ്റ് മെത്തേഡ് അണ്ടറിൽ വരുന്നതാണ് ഫിഫോ മെത്തേഡ്. അപ്പോൾ ആക്ച്വൽ കോസ്റ്റാണ് മെറ്റീരിയലിലൂടെ നമ്മൾ പരിഗണിക്കുന്നത്. ഹെൻസ് ദർ ഇസ് നോ അൺറിയലൈസ്ഡ് പ്രോഫിറ്റ് ഓർ ലോസ്. അപ്പോൾ അൺറിയലൈസ്ഡ് പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ വരില്ല. മൂന്നാമത്തെ പോയിന്റ് ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് വാല്യൂഡ് അറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് പ്രൈസിലാണ് വാല്യൂ ചെയ്യുക. ഹെൻസ് വാല്യൂ ഓഫ് സ്റ്റോക്ക് ഈസ് റിയലിസ്റ്റിക്. അപ്പോൾ സ്റ്റോക്കിൻ്റെ വില റിയലിസ്റ്റിക് ആയിരിക്കും. ഇൻ കണ്ടീഷൻസ് ഓഫ് ഫോളിംഗ് പ്രൈസസ് ദ മെത്തേഡ് ഗിവ്സ് ബെറ്റർ റിസൾട്ട്. വില കുറഞ്ഞു വരികയാണെങ്കിൽ ഈ മെത്തേഡാണ് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് നോക്കാം. ഫിഫോ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ്. അതിൽ ഫസ്റ്റ് പോയിന്റ് ദിസ് മെത്തേഡ് ഇൻക്രീസസ് ദ പോസിബിലിറ്റി ഓഫ് ക്ലറിക്കൽ എറേഴ്സ്. അപ്പോൾ ക്ലറിക്കലായിട്ടുള്ള സാധനങ്ങൾ ഏതുമ്പോൾ വിട്ടുപോകുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ സെക്കൻഡ് പോയിന്റ് ഇഷ്യൂ പ്രൈസ് ഡസ് നോട്ട് റിഫ്ലക്ട് കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ. എപ്പോഴും ഇഷ്യൂ പ്രൈസ് കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷനല്ല റിഫ്ലക്ട് ചെയ്യുന്നത്, അത് പാസ്റ്റ് മാർക്കറ്റ് കണ്ടീഷനാണ്. കാരണം ആദ്യം കിട്ടിയ പ്രൊഡക്റ്റാണ് അല്ലെങ്കിൽ സ്റ്റോക്കാണ് നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ചിലപ്പോൾ നമ്മളൊരു കൊല്ലം മുന്നേ കിട്ടിയ സ്റ്റോക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ ക്ലിയർ ചെയ്യുക. അപ്പോൾ നിലവിലുള്ള സ്റ്റോക്ക് പ്രൈസ് തന്നെയല്ല അത് റിഫ്ലക്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ പോയിന്റ് കമ്പാരിസൺ ഓഫ് ഡിഫറെൻറ്റ് ജോബ്സ് യൂസിങ് ദ സെയിം മെറ്റീരിയൽ ബിക്കംസ് സംടൈംസ് ഡിഫിക്കൽട്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു കമ്പാരിസണൊക്കെ ഡിഫിക്കൽട്ട് വരാൻ ചാൻസ് ഉണ്ട്. നാലാമത്തെ പോയിന്റ് ദിസ് മെത്തേഡ് ഈസ് അൺസൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിങ് പ്രൈസസ്. വില കൂടി വരികയാണെങ്കിൽ ഈ ഒരു മെത്തേഡ് നല്ലതല്ല, വില കുറയുമ്പോഴാണ് ഈ ഒരു മെത്തേഡ് നല്ലത്. നമുക്കൊരു ചോദ്യത്തിലേക്ക് കടക്കാം. എക്സാമ്പിൾ 5 ഫിഫോ മെത്തേഡിനെ പറ്റിയുള്ളൊരു ക്വസ്റ്റ്യനാണ്. പ്രിപ്പയർ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ട് ഫിഫോ മെത്തേഡ്. അതായത് സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ഉണ്ടാക്കാനാണ് പറഞ്ഞത്. ഏത് മെത്തേഡ് പ്രകാരം? ഫിഫോ മെത്തേഡ് പ്രകാരം. അപ്പോൾ 2021 ജാനുവരിയിൽ കുറച്ച് ഡേറ്റ്സ് കൊടുത്തിട്ടുണ്ട്. 1, 2, 3 1, 3, 5, 7, 10, 12, 15, 16, 25, 31 ഈ ഡേറ്റുകളിൽ 1-ാം തീയതി ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട് മെറ്റീരിയലിൽ. അത് 250 യൂണിറ്റാണ് സ്റ്റോക്കിൽ കിടക്കുന്നത്. അതിൻ്റെ വില 1 രൂപയായിരുന്നു. പിന്നെ പർച്ചേസ് ചെയ്ത് നമ്മൾ 3-ാം തീയതി അത് 100 യൂണിറ്റ് കൂടി പർച്ചേസ് ചെയ്തു. അതിൻ്റെ വില 1.5 ആണ്, റുപ്പീസ് 1.5, 1 രൂപ 5 പൈസയും. 5-ാം തീയതി പർച്ചേസ് ചെയ്തു 200 യൂണിറ്റാണ്, അതിൻ്റെ വിലയും 1 രൂപ 5 പൈസ. പിന്നെ 7-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്തു, കിട്ടിയ സ്റ്റോക്ക് ഇഷ്യൂ ചെയ്തു, 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിന് വില സ്പെസിഫൈ ചെയ്യേണ്ട. ഇതെങ്ങനെയാണ് ഈ ഒരു ഫസ്റ്റ് കിട്ടിയത് ആദ്യം കൊടുത്ത് പിന്നെയാണ് കൊടുക്കുക. അപ്പോൾ അതിനൊരു വില നിശ്ചയിക്കേണ്ട, അത് ഫിഫോ മെത്തേഡ് പ്രകാരം കണ്ടെത്തേണ്ടതാണ്. പിന്നെ 10-ാം തീയതി വീണ്ടും പർച്ചേസ് ചെയ്തു 400 യൂണിറ്റ്, അതിൻ്റെ വില 1.2 ആണ്, 1 രൂപയും 20 പൈസയും. പിന്നെ 2 ഡേറ്റ് 12-നും 15-നും ഇഷ്യൂ ചെയ്തു 150 യൂണിറ്റും 100 യൂണിറ്റും. 16-ാം തീയതി ഇത് പർച്ചേസ് ചെയ്തു 100 യൂണിറ്റ്, അതിൻ്റെ വില 1 രൂപ. 25-ാം തീയതി പർച്ചേസ് ചെയ്തു 200 യൂണിറ്റ്, വില വരുന്നത് 1 രൂപ 25 പൈസ. 31-ാം തീയതി ഇഷ്യൂ ചെയ്യുക ചെയ്തത് 300 യൂണിറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഡേറ്റിലേക്ക് കടക്കാം. ആദ്യത്തെ ഡേറ്റ് 1-ാം തീയതി ഓപ്പണിംഗ് സ്റ്റോക്കാണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്റ്റോഴ്സ് ലെഡ്ജറാണ് വരയ്ക്കേണ്ടത്.
സ്റ്റോഴ്സ് ലെഡ്ജർ ഇങ്ങനെ വരയ്ക്കുക. സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട്, അതിൻ്റെ ബ്രാക്കറ്റിൽ ഇപ്പോൾ ഏത് മെത്തേഡാണ്, ഇപ്പോൾ ഫിഫോ ആണെങ്കിൽ ഫിഫോ എന്ന് എഴുതുക, ലിഫോ ആണെങ്കിൽ അവിടെ ലിഫോ എന്ന് എഴുതുക, വെയ്റ്റഡ് ആവറേജ് ആണെങ്കിൽ അങ്ങനെ എഴുതുക, സിമ്പിൾ വെയ്റ്റഡ് ആണെങ്കിൽ അങ്ങനെ എഴുതുക. അപ്പോൾ അത് ബ്രാക്കറ്റിലാണ്. ഓക്കെ, അപ്പോൾ ആ മെത്തേഡ് നിങ്ങളിവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഡേറ്റ് കോളം വരയ്ക്കുക. 3 മെയിൻ കോളം വരുന്നുണ്ട്, റെസീറ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. ഈ 3 മെയിൻ കോളത്തിനും സബ് കോളമായിട്ട് 3 വരുന്നുണ്ട്. സെയിം ഹെഡിങ് ഓരോന്നിനും വരുന്നത് ക്വാണ്ടിറ്റി, റേറ്റ്, അതേപോലെ എമൗണ്ട്. ഈ 3 സബ് കോളം വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഡേറ്റ് 2021 ജാനുവരി 1. അപ്പോൾ ആദ്യം ബാലൻസാണ്, ഓപ്പണിംഗ് ബാലൻസാണ് കൊടുത്തിരിക്കുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കാണ് കൊടുത്തിരിക്കുന്നത്. 250 യൂണിറ്റാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. 1 രൂപയായിരുന്നു നിരക്ക്. അപ്പോൾ 250 തന്നെ, 250 ഇൻറ്റു 1 250. പിന്നെ അടുത്ത ഡേറ്റ് 3-ാം തീയതി ആയിരുന്നു. 3-ാം തീയതി ഡേറ്റ് വരുന്നത് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ശ്രദ്ധിക്കുക, നിങ്ങൾ 3-ാം തീയതി പർച്ചേസ് ചെയ്തു, 5-ാം തീയതി പർച്ചേസ് ചെയ്തു. 3-ാം തീയതി 100 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. ഒരേ വിലയാണ്, 5ഉം 3ഉം 1 രൂപയും 5 പൈസയും. 5-ാം തീയതി 200 യൂണിറ്റാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇത് രണ്ടൊന്ന് ഓർത്ത് വെക്കുക. ഇത് 100, ഇത് 200. ഇവിടെ സെയിം റേറ്റ് ആണ്. ശ്രദ്ധിക്കുക നിങ്ങൾ, 3-ാം തീയതി 5-ാം തീയതി. അപ്പോൾ എത്ര പർച്ചേസ് ചെയ്തത്? 100 200. റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 105 വരും, ഇവിടെ 210 വരും. അപ്പോൾ ഇവിടെ ബാലൻസിലേക്ക് എത്ര വരും നോക്കാം ഇത് കഴിഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ 250ൻ്റെ വില 1 രൂപയായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം അത് നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് ഒക്കെ എഴുതി. പിന്നെ ഈ ഒരു ഡേറ്റിന് വരുമ്പോൾ ഈ 250 ഓൾറെഡി ഇവിടെ ഉണ്ട്, ഇഷ്യൂ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് അതേപോലെ എഴുതി വെക്കുക. പിന്നെ ഒരു 100 യൂണിറ്റ് ഇവിടെ വന്നു. ഓക്കെ, അതിൻ്റെ വില 1.5 ആണ്. ഇനി 5-ാം തീയതി വരുമ്പോൾ ഒരു 200 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനും ഒരേ വിലയാണ്. ഓക്കെ, ഇതിനും ഒരേ വിലയാണ്. അതുകൊണ്ട് ഈ 100ൻ്റെ കൂടെ ആഡ് ചെയ്യാം. ഈ 200 300 വന്നു, സെയിം റേറ്റ് ആയതുകൊണ്ട് അങ്ങനെ എഴുതുക. അപ്പോൾ 315 വന്നു. ഈ 250 അതേപോലെ വീണ്ടും ഇവിടെ തന്നെ എഴുതി. ഈ ഡേറ്റിൻ്റെ ബാലൻസ് ആയിട്ട് 250 എഴുതി. ഇനി 7-ാം തീയതി ക്വസ്റ്റ്യനിൽ പറയുന്നത്, ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇഷ്യൂഡ് 400 യൂണിറ്റ് ആണ്. 400 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് ശരിക്കും പറയുകയാണെങ്കിൽ 250ഉം 300ഉം ഒരു 550 യൂണിറ്റ് അവിടെ ഉണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ ആദ്യം നമ്മൾ ഇതാണ് എടുക്കുക ഫുള്ളായിട്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളത് ഇത് രണ്ടും എടുക്കും. ഓക്കെ, അപ്പോൾ 7-ാം തീയതി നമ്മൾ ഇഷ്യൂ ചെയ്തു 250ഉം ഫുള്ളായിട്ട്. നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ഫുള്ളായിട്ട് ഈ ഒരു സ്റ്റോക്കിൽ നിന്ന് 3 ഡേറ്റിൽ എഴുതി വെച്ചയക്കുന്നതാണ് ഈ ബാലൻസ്. അത് ഫുള്ളായിട്ട് എടുത്തു. ബാക്കി വരുന്നത് 150 ആണ്. അപ്പോൾ 400ലേക്ക് എത്തണമെങ്കിൽ 400 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ 400ലേക്ക് എത്തണമെങ്കിൽ 150. ഇതിന് വില 1 രൂപയായിരുന്നു. അത് ഫുള്ളായിട്ട് എടുത്തു. ബാക്കി ഇതിന് എത്രയാണ്? 1.05 ആണ്. അപ്പോൾ അത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി ബാലൻസ് ഉള്ളത്, അപ്പോൾ ഇത് ഫുള്ളായിട്ട് തീർന്നു. ഓക്കെ, ഈ 250 ഫുള്ളായിട്ട് തീർന്നു. ബാക്കി ഈ 350 ഇനി 300 ഇനി ഈ 150 പോയപ്പോൾ 150 ബാലൻസ് ഉണ്ട്. അതിൻ്റെ റേറ്റ് ഇവിടെ എഴുതി വെക്കുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് 157.50. പിന്നെ അത് കഴിഞ്ഞിട്ട് 10-ാം തീയതി ക്വസ്റ്റ്യനിൽ പറയുന്നത് 400 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ വില 1.2 ആണ്. 12ഉം 15ഉം ഇഷ്യൂ ചെയ്യാണ്. 150 യൂണിറ്റും 100 യൂണിറ്റും. ഓക്കെ, ശ്രദ്ധിക്കുക നിങ്ങൾ. അപ്പോൾ 10-ാം തീയതി 400 യൂണിറ്റ് പർച്ചേസ് ചെയ്തു. അതിൻ്റെ വില 1.2 ആണ്. അപ്പോൾ റേറ്റ് ഇവിടെ എമൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ചെയ്ത്, അപ്പോൾ ഈ ആദ്യം കിട്ടിയ ഇതിന്ന് നമ്മൾ 150 എടുത്തു. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആദ്യം എഴുതി വെക്കുക. അതിൻ്റെ വില 1.5 ആയിരുന്നു, അതിവിടെ എഴുതി. പിന്നെ ഇപ്പോൾ വാങ്ങിയ എമൗണ്ട്. ഓക്കെ, അപ്പോൾ അത് ശ്രദ്ധിക്കുക നിങ്ങൾ, അത് ഇവിടെയാണ് എഴുതുന്നത് ബാലൻസിൽ. ഈ 7-ാം തീയതിൻ്റെതാണ് ഇത്രയും പോർഷൻ വരുന്നത്, 7-ാം തീയതിയാണ്. 10-ാം തീയതിൻ്റെതാണ് ഇത്രയും പോർഷൻ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ഈ 150 എടുത്ത് ബാലൻസ് ആയിട്ട് ഇവിടെ എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഈ 400ൻ്റെത് 400 ഇൻറ്റു ഇതേ എമൗണ്ടുകൾ എടുത്തിട്ട് 1.2 ചെയ്ത് ആ ബാലൻസ് ഇവിടെ എഴുതി. ഓക്കെ, ഇനി 12ഉം 15ഉം അപ്പോൾ 150ഉം 100ഉം ഇഷ്യൂ ചെയ്യുന്നതായിട്ടാണ് പറയുന്നത്. അപ്പോൾ 150 ആദ്യം ഇതൊന്നും അങ്ങ് എടുക്കുക. കാര്യം ഇതാണ് പിന്നെ ഫസ്റ്റ് വന്ന ബാലൻസ്. അതെടുത്തു, അതിൻ്റെ റേറ്റ് ചെയ്ത എമൗണ്ട് ഇവിടേക്ക് ചെയ്താൽ. ഓക്കെ, അപ്പോൾ അത് കഴിയുമ്പോൾ ഇത് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരെ ബാലൻസ് ഉള്ള ഈ 400ൻ്റെ, അതായത് ഇത് ഫുള്ളായിട്ട് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ 400ൻ്റെ ബാലൻസേ ഉള്ളൂ. അപ്പോൾ അത് എന്ത് ചെയ്തു, ഈ 12-ാം തീയതി വന്ന ഡേറ്റിന് നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതാണ് റോ വരുന്നത്, 400 ബാലൻസ് വന്നു. പിന്നെ 15-ാം തീയതി 100 ഇഷ്യൂ ചെയ്യാന്ന് പറയുമ്പോൾ പിന്നെ ഈ 400 നമ്മൾ എടുക്കുക. 1.2 ആണ് അതിൻ്റെ റേറ്റ്. എമൗണ്ട് 120. പിന്നെ ഈ 400 100 എടുത്തു കഴിഞ്ഞാൽ 300 ബാലൻസ് ഉള്ളൂ. അപ്പോൾ അത് 1.2 റേറ്റ് വെച്ചിട്ട് ഇവിടെ എത്ര വന്നു? 360 വന്നു. പിന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. പിന്നെ വരുന്ന 16-ന് പർച്ചേസ് ചെയ്താണ് 100 യൂണിറ്റ്, അതിൻ്റെ വില 1 രൂപയാണ്. 25-ന് വീണ്ടും പർച്ചേസ് ചെയ്തു 200 യൂണിറ്റ്, അതിൻ്റെ വില 1.25 ആണ്, 1 രൂപ 25 പൈസ.
31 ഇഷ്യൂ ചെയ്തു 300 യൂണിറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി ബാലൻസ് കൂടി ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ 16-ാം തീയതി 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിന് പർച്ചേസ് ചെയ്തു. അതിന് വില വരുന്നത് 1 രൂപയാണ്. 100 വരിക. 100 × 1 100. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആദ്യം നമ്മൾ നേരത്തെ 400 100 കഴിച്ചതിൻ്റെ ബാലൻസ് 300 ഉണ്ട്. അതിങ്ങോട്ട് വീണ്ടും എഴുതുക. 1.2 ആണ് 360 എഴുതി. അപ്പോൾ ഇവിടെ വാങ്ങിയ സാധനം കൂടി ബാലൻസിലേക്ക് ഇവിടെ എഴുതുക. ഓക്കെ, അത് കഴിഞ്ഞ് 25-ാം തീയതി വീണ്ടും വാങ്ങി 200 യൂണിറ്റ്. അതിൻ്റെ വില 125, 250 അപ്പോൾ ഈ 300-ൻ്റെ ബാലൻസ് ഇവിടെ ഉണ്ട്. ഈ 100-ൻ്റെ ബാലൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ 200-ൻ്റെ ബാലൻസ് ഇതേ എമൗണ്ട് എടുത്ത് കൊണ്ട് എഴുതാം. 31-ാം തീയതി 300 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ അത് ആദ്യം എടുക്കുക. ഈ ഒരു ഐറ്റമാണ്, കാര്യം അതാണ് ആദ്യമുള്ള ബാലൻസ്. അപ്പോൾ അതിന് 1.2 എടുത്തു, 360 കിട്ടി. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഈ 100-ഉം ഈ 200-ഉം നമ്മുടെ കയ്യിൽ തന്നെ ക്ലോസിംഗ് ബാലൻസ് ആണ്, അതിവിടെ എടുത്ത് എഴുതി. അപ്പോൾ ഇവിടെ അതിൻ്റെ ക്ലോസിംഗ് ബാലൻസിൻ്റെ സ്റ്റോക്ക് എത്ര വരും? 100 × 1 100, 200 × 1.25 250. അപ്പോൾ 300 യൂണിറ്റ്സ് ക്ലോസിംഗ് ബാലൻസ് ഉണ്ട്. അതിൻ്റെ വില 350. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഫിഫോ മെത്തേഡ് പ്രകാരം ചെയ്യേണ്ടത്. അടുത്ത പോയിന്റ് നോക്കാം. പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു സ്റ്റോഴ്സ് അണ്ടർ ഫിഫോ. അതായത് സ്റ്റോറിലേക്ക് ഈ മെറ്റീരിയൽ വീണ്ടും റിട്ടേൺ വരികയാണെങ്കിൽ എന്താ ഫിഫോയിൽ ചെയ്യേണ്ടതെന്നാണ്. മെറ്റീരിയൽ വൺസ് ഇഷ്യൂഡ് മേ ബി റിട്ടേൺ ഫ്രം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു സ്റ്റോഴ്സ് ഫോർ വേരിയസ് റീസൺസ് സച്ച് ആസ് സർപ്ലസ്, ഡിഫക്റ്റീവ് എക്സെട്ര. മെറ്റീരിയൽസ് റിട്ടേൺ ടു സ്റ്റോർ ഈസ് റെക്കോർഡഡ് ഇൻ ദ റെസീറ്റ് കോളം. അതായത് സ്റ്റോറിലേക്ക് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ, സ്റ്റോറിലേക്ക് മെറ്റീരിയൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് റെസീറ്റ് കോളത്തിലാണ് കാണിക്കുക. അറ്റ് ദ പ്രൈസ് അറ്റ് വിച്ച് ദേ ആർ ഒറിജിനലി ഇഷ്യൂഡ്. അപ്പോൾ ഒറിജിനലായിട്ട് ഇഷ്യൂ ചെയ്ത പ്രൈസിൻ്റെ അടിസ്ഥാനത്തിൽ റെസീറ്റ് കോളത്തിലാണ് അത് കാണിക്കുക. ഓക്കെ, ദീസ് ആർ ഇഷ്യൂഡ് അക്കോർഡിംഗ് ടു ദ മെത്തേഡ് ഓഫ് പ്രൈസിങ് യൂസ്ഡ് ഹിയർ അക്കോർഡിംഗ് ടു ഫിഫോ. ദസ് റിട്ടേൺസ് ആർ ട്രീറ്റഡ് ആസ് ന്യൂ പർച്ചേസ്. അപ്പോൾ റിട്ടേൺ വരികയാണെങ്കിൽ അത് പുതിയ പർച്ചേസ് ആയിട്ടാണ് പരിഗണിക്കേണ്ടത്. ഓക്കെ, അത് റെസീറ്റിൻ്റെ കോളത്തിലാണ് എഴുതേണ്ടത്. ഇനി പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു വെൻഡർ അണ്ടർ ഫിഫോ. അപ്പോൾ വെൻഡറിൻ്റെ കേസ് വെൻഡർക്ക് റിട്ടേൺ ചെയ്യണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് എന്നാണ്. ഓക്കെ, അത് ഇഷ്യൂ കോളത്തിലാണ് കാണിക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് വെൻഡർക്ക് അത് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ബി ആഡഡ് ടു ദ ഓർ ഇറ്റ് ഷുഡ് ബി റൈറ്റ് ഡൗൺ ഇൻ ദ ഇഷ്യൂ കോളം. ഓക്കെ, these are recorded at the price of the oldest material in stock on the date of return. Okay, if the price or date of purchase is not given, അതായത് ഡേറ്റ് കൊടുത്തിട്ടില്ലെങ്കിൽ ഓൾഡസ്റ്റ് സ്റ്റോക്കിൻ്റെ ഫസ്റ്റ് വന്ന സ്റ്റോക്കിൻ്റെ എന്ത് ചെയ്യുക, എമൗണ്ട് വെച്ചിട്ട് റിട്ടേൺ കൊടുക്കുക ഇഷ്യൂ കോളത്തിൽ. ഓക്കെ, ഇനി ട്രീറ്റ്മെൻറ്റ് ഓഫ് ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽസ് അണ്ടർ ഫിഫോ. ഫിഫോ അടിസ്ഥാനത്തിൽ ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ വരികയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നാണ്. അറ്റ് ദ ടൈം ഓഫ് വെരിഫിക്കേഷൻ ഓഫ് സ്റ്റോക്ക്, some shortages may be found in materials. Such shortage should be recorded in the issue column at the price of the oldest consignment. അപ്പോൾ ചിലപ്പോൾ എന്താണ് വെരിഫിക്കേഷൻ നേരത്തെ ചിലപ്പോൾ ഷോർട്ടേജ് വരാൻ ചാൻസ് ഉണ്ട്. അത് ഓൾഡസ്റ്റ് കൺസൈൻമെൻറ്റ് ഓഫ് സ്റ്റോക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് കാണിക്കേണ്ടത്. ഇഫ് ദർ ഇസ് എ സർപ്ലസ് ഇറ്റ് ഷുഡ് ബി റെക്കോർഡഡ് ഇൻ ദ റെസീറ്റ് കോളം. ഓക്കെ, അത് സർപ്ലസ് ഉണ്ടെങ്കിൽ അത് റെസീറ്റ് കോളത്തിൽ കാണിക്കുക, ഷോർട്ടേജ് ഉണ്ടെങ്കിൽ അത് ഇഷ്യൂ കോളത്തിൽ കാണിക്കുക. രണ്ടും ഓൾഡസ്റ്റ് പ്രൈസാണ് കാണിക്കേണ്ടത്. It may also be noted that if receipt and issue are given on the same date, the time of receipt and issue is not given, it is preferable to record receipt first. റെസീറ്റും ഇഷ്യൂവും ആദ്യം അല്ലെങ്കിൽ ഒരേ ഡേറ്റിനാണ് വന്നിരിക്കുന്നതെങ്കിൽ റെസീറ്റിനാണ് ആദ്യം പ്രിഫറൻസ് കൊടുക്കേണ്ടത്, അതാണ് ആദ്യം നോട്ട് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അടുത്തൊരു പ്രോബ്ലം ജസ്റ്റ് ഒന്ന് നോക്കാം നമുക്ക്. എക്സാമ്പിൾ 6 അപ്പോൾ അതിൽ ഒരു ചെറിയ കണക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. അപ്പോൾ ഇത് നേരത്തെ ചെയ്ത അതേപോലെ തന്നെയാണ്. ഇതിൽ നമ്മൾ ഈ പറഞ്ഞ കുറച്ച് അഡീഷൻസ് അതിൽ വരുന്നുണ്ട്, അതിനെക്കുറിച്ച് മാത്രം നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ചില ഡേറ്റ്സ്, അപ്പോൾ ഈ ഡേറ്റ് ഇങ്ങനത്തെ ഇത്തരം എന്താണ് ഇഷ്യൂസൊക്കെ അല്ലെങ്കിൽ ഇത്തരം പർച്ചേസസൊക്കെ നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഫിഫോ മെത്തേഡിൽ നമ്മുടെ സ്റ്റോഴ്സ് ലെഡ്ജർ ഷീറ്റിൽ എങ്ങനെ എഴുതേണ്ടത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് കുറച്ച് ഐറ്റംസ്, അതായത് ഈ 15-ാം തീയതി വന്നിരിക്കുന്ന റിട്ടേൺ ടു സ്റ്റോർസ് 15 യൂണിറ്റ്, അതേപോലെ തന്നെ റിട്ടേൺ ടു വെൻഡർ 50 യൂണിറ്റ്സ് പർച്ചേസ്ഡ് ഓൺ 24th June, അതേപോലെ സ്റ്റോക്ക് ഓഡിറ്റ് ഷോഡ് എ ഷോർട്ടേജ് ഓഫ് 10 യൂണിറ്റ്. ഈ 3 ഐറ്റംസ് എങ്ങനെയാണ് ഫിഫോ പ്രകാരം സ്റ്റോഴ്സ് ലെഡ്ജറിൽ വന്നതെന്ന് നോക്കാം. ഓക്കെ, 15th റെസീറ്റ് കോളത്തിലാണ് റിട്ടേൺ ടു സ്റ്റോർ വന്നിരിക്കുന്നത്. ഓക്കെ, അതിൻ്റെ ബാലൻസ് പിന്നെന്താണ് ഇവിടെ ബാലൻസ് കോളത്തിൽ വന്നിട്ടുണ്ട്.
ശ്രദ്ധിക്കുകയാണെങ്കിൽ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഓക്കെ റിട്ടേൺ ടു വെൻഡർ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെയൊക്കെ ബാലൻസ് ഇത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന 320 ഈ ഡേറ്റിന് വാങ്ങിയ സാധനം ആയിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതവിടെ കുറച്ച് കാണിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താണ് ഷോർട്ടേജ് വന്നതും എന്താണ് ഇഷ്യൂ കോളത്തിലാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ 190 ഇത് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്നാണ് ബാലൻസ് പോയിരിക്കുന്നത്. ഏറ്റവും ഓൾഡസ്റ്റ് നിന്നാണ് ബാലൻസ് പോയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. മറ്റേതൊക്കെ നമ്മൾ ഫിഫോയിൽ ചെയ്ത അതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ആ പ്രോബ്ലം വല്ലാണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തത്. അപ്പോൾ ഈ ഐറ്റംസ് വരുമ്പോൾ എങ്ങനെയാണ് ഇത് എഴുതേണ്ടത് എന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. ഓക്കെ, നെക്സ്റ്റ് മെത്തേഡ് ഈസ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് മെത്തേഡ് ഓർ ലിഫോ മെത്തേഡ്. ദിസ് മെത്തേഡ് ഈസ് ജസ്റ്റ് റിവേഴ്സ് ഓഫ് ഫിഫോ മെത്തേഡ്. ഈ മെത്തേഡ് ഫിഫോ മെത്തേഡായിട്ട് നേരെ വിപരീതമായിട്ടുള്ള മെത്തേഡാണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് വന്നതാണ് ആദ്യം എടുത്ത് ഇഷ്യൂ ചെയ്യുക. അണ്ടർ ലിഫോ മെത്തേഡ് മെറ്റീരിയൽസ് റിസീവ്ഡ് ലാസ്റ്റ് ആർ ഇഷ്യൂഡ് ഫസ്റ്റ്. അത് ലേറ്റസ്റ്റ് വന്ന മെറ്റീരിയൽ, ലാസ്റ്റ് വന്ന മെറ്റീരിയലാണ് ആദ്യം തന്നെ ഇഷ്യൂ ചെയ്തിട്ട് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുക. ഓക്കെ, ആഫ്റ്റർ the latest consignment is exhausted, the price of the previous batch is used and so on. Thus, materials are issued at the latest consignment prices. So, closing stock is valued at the oldest consignment price. അപ്പോൾ നമ്മൾ ഫിഫോയിൽ ഈ ക്ലോസിംഗ് ബാലൻസ് എപ്പോഴും ന്യൂവസ്റ്റ് കൺസൈൻമെൻറ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാവുക. ഏറ്റവും ലേറ്റസ്റ്റ് വാങ്ങിയതായിരിക്കും ഫിഫോയിൽ ലാസ്റ്റ് നിൽക്കുക. കാരണം ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ഇല്ല, ഫസ്റ്റ് വന്നതാണ് ആദ്യം എടുത്ത് പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുക. ഇവിടെ ലിഫോയിൽ ലാസ്റ്റ് വന്നത് ആദ്യം പ്രൊഡക്ഷനിലേക്ക് കൊടുക്കുക. അതുകൊണ്ട് ഓൾഡസ്റ്റ് ആയിട്ടുള്ള സാധനമായിരിക്കും ക്ലോസിംഗ് സ്റ്റോക്കിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ടാക്സ് ലയബിലിറ്റി കുറയ്ക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, ദസ് മെറ്റീരിയൽ കോസ്റ്റ് വിൽ ബി ഹൈ. മെറ്റീരിയൽ കോസ്റ്റ് ഇവിടെ കൂടുതലായിട്ട് കാണിക്കുക, അത് പ്രോഫിറ്റ് കുറവായിരിക്കും ഇത് വരിക. ഓക്കെ, പിന്നെ പറഞ്ഞത് പ്രൊഡക്ഷൻ ഈസ് ചാർജ്ഡ് അറ്റ് ദ പ്രൈസസ് ഓഫ് ലേറ്റസ്റ്റ് പർച്ചേസസ് വിച്ച് ആർ സെയിം ആസ് ഓർ ക്ലോസ് ടു കറൻറ്റ് മാർക്കറ്റ് പ്രൈസ്. അപ്പോൾ എപ്പോഴും പ്രൊഡക്ഷൻ ചാർജ് കറൻറ്റ് മാർക്കറ്റ് പ്രൈസിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഫിഫോ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. ഫിഫോ മെത്തേഡിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഇഷ്യൂ പ്രൈസ് വിൽ റിഫ്ലക്റ്റ് ദ കറൻറ്റ് പ്രൈസ്. ഇഷ്യൂ പ്രൈസ് കറൻറ്റ് പ്രൈസ് റിഫ്ലക്റ്റ് ചെയ്യും. സെക്കൻഡ്, ദിസ് മെത്തേഡ് ഈസ് മോർ സൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് റൈസിംഗ് പ്രൈസ്. പ്രൈസ് കൂടുമ്പോൾ എന്താണ് ഈ മെത്തേഡാണ് നല്ലത്. മൂന്നാമത്തെ പോയിന്റ്, ദിസ് മെത്തേഡ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ഇത് വളരെ സിമ്പിളാണ്, ഈസി ടു ഓപ്പറേറ്റ് ആണ്. നാലാമത്തെ പോയിന്റ്, മെറ്റീരിയൽസ് ആർ ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ പ്രൈസ്. മെറ്റീരിയൽ ആക്ച്വൽ പ്രൈസിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ലിഫോ മെത്തേഡിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. ലിഫോ മെത്തേഡ് സഫേഴ്സ് ഫ്രം ഫോളോയിങ് ലിമിറ്റേഷൻസ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ദിസ് മെത്തേഡ് ഇൻവോൾവ് കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ക്ലറിക്കൽ വർക്ക്. അപ്പോൾ ഇതിൽ ഒരുപാട് ക്ലറിക്കൽ വർക്കിൻ്റെ ആവശ്യമുണ്ട് ലിഫോ മെത്തേഡിന്. ഓക്കെ, ഇനി സെക്കൻഡ് പോയിന്റ്, ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട് ടു കമ്പയർ ദ കോസ്റ്റ് ഓഫ് ജോബ്സ് ബിക്കോസ് ഡിഫറെൻറ്റ് ജോബ്സ് ബെയർ ഡിഫറെൻറ്റ് ചാർജസ് ഫോർ മെറ്റീരിയൽ. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ, കോസ്റ്റ് കമ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ. കാരണം ഓരോ ജോബിനും എന്താണ് ഓരോ ചാർജ് ആയിരിക്കും വരിക. ദ വാല്യൂ ഓഫ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡസ് നോട്ട് റിഫ്ലക്റ്റ് ദ കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ. ക്ലോസിംഗ് സ്റ്റോക്ക് ഓൾഡസ്റ്റ് സ്റ്റോക്ക് ആയിരിക്കും, അതുകൊണ്ട് കറൻറ്റ് മാർക്കറ്റ് കണ്ടീഷൻ അത് റിഫ്ലക്റ്റ് ചെയ്യില്ല. നാലാമത്തെ പോയിന്റ്, ഇൻ ടൈംസ് ഓഫ് ഫോളിംഗ് പ്രൈസസ് ദിസ് മെത്തേഡ് ഈസ് നോട്ട് സൂട്ടബിൾ. വില കുറയുന്ന നേരത്ത് ഈ മെത്തേഡ് നല്ലതല്ല. ഓക്കെ, വില കുറയുന്ന നേരത്ത് നല്ലത് നമ്മുടെ ഫിഫോ മെത്തേഡാണ്. വില കൂടുമ്പോൾ ഈ മെത്തേഡ് നല്ലതുമാണ്. ഓക്കെ, ഇനി ഏഴാമത്തെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എക്സാമ്പിൾ 7, പ്രിപ്പയർ എ സ്റ്റോഴ്സ് ലെഡ്ജർ അക്കൗണ്ട് ബൈ യൂസിങ് ലിഫോ മെത്തേഡ്. അപ്പോൾ അതിൽ 2021 മാർച്ച് 1 മുതൽ 1, 6, 8, 10, 16, 19, 26 ഈ ഡേറ്റുകളിൽ വന്ന ഓരോ ട്രാൻസാക്ഷൻസ് പറയുന്നുണ്ട്. അപ്പോൾ 1-ാം തീയതി ഓപ്പണിംഗ് ബാലൻസ് ആണ്, ഓപ്പണിംഗ് സ്റ്റോക്കാണ് 220 യൂണിറ്റ്, അതിൻ്റെ വില 9 രൂപ. 6-ാം തീയതി പർച്ചേസാണ് 540 യൂണിറ്റ്, അതിൻ്റെ വില 9.1. 8-ാം തീയതി ഇഷ്യൂ ആണ്, അത് 280 ആണ്. 10-ാം തീയതി പർച്ചേസാണ് 180 യൂണിറ്റ് ആണ്, 8.9. 16 ഇഷ്യൂ ആണ് 160 യൂണിറ്റ്. 19 പർച്ചേസാണ് 340 യൂണിറ്റ്, 10.2. 26 ഇഷ്യൂ ആണ് 200 യൂണിറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ലിഫോ മെത്തേഡ് പ്രകാരം സ്റ്റോർസ് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ കൊടുത്തിരിക്കുന്നത് സ്റ്റോർസ് ലെഡ്ജർ ലിഫോ മെത്തേഡ് പ്രകാരം ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ലിഫോ ആണെങ്കിൽ ഫിഫോ ആണെങ്കിലൊക്കെ ഫോർമാറ്റ് സെയിം ആണ്, റെസീറ്റ്, ഇഷ്യൂ ആൻഡ് ബാലൻസ്. അപ്പോൾ ഈ മെയിൻ കോളത്തിൽ ഓരോന്നിനും സബ് കോളായിട്ട് ക്വാണ്ടിറ്റി റേറ്റ് എമൗണ്ട് 3 വരുന്നുണ്ട്. ഇവിടെ ഡേറ്റ് കോളം. അപ്പോൾ 2021 മാർച്ച് 1 ഓപ്പണിംഗ് ബാലൻസ് ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്.
220, അതിൻ്റെ വില 9 ആണ്. അപ്പോൾ 1980. 6-ാം തീയതി റെസീറ്റാണ്, നമ്മൾ പർച്ചേസ് ചെയ്യുന്നതാണ്. 540 യൂണിറ്റ് പർച്ചേസ് ചെയ്യുന്ന വില 9.10. അപ്പോൾ അതിന് ഇൻറ്റു ചെയ്യുമ്പോൾ 4914 വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ 220ൻ്റെ കൂടെ ഇതും കൂടി ഇവിടെ ബാലൻസ് വരുന്നുണ്ട്. 8-ാം തീയതി ഇഷ്യൂ ആണ് ചെയ്യുന്നത്. 280 യൂണിറ്റ്, വില 9.1 എടുക്കുക. കാര്യം നമ്മളെപ്പോഴും ലേറ്റസ്റ്റ് ആണ് ലിഫോ മെത്തേഡിൽ എടുക്കുക. ഓക്കെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇന്നാണ് എടുക്കുക. ലാസ്റ്റ് വന്നത് ഇതാണ്. അപ്പോൾ അതിൽ നിന്നാണ് 280 എടുത്തിരിക്കുന്നത്. അപ്പോൾ 220 മാറുന്നില്ല, അത് ഇവിടെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ 9 രൂപേൻ്റെ സാധനം അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ഇനി 540 250 പോയി. ഇനി ബാക്കി അതിൽ 260 യൂണിറ്റ് ഉള്ളൂ. അതിൻ്റെ വില 9.10 ആണ്. എമൗണ്ട് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി 10-ാം തീയതി 150 യൂണിറ്റ് വീണ്ടും വാങ്ങുന്നു. 8.9 ആണ് അതിൻ്റെ വില. ഇതാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ ആദ്യം വന്ന സ്റ്റോക്ക്, അതിൻ്റെ കൂടെ രണ്ടാമത്തതിൻ്റെ ബാലൻസ്, ഇനി മൂന്നാമത്തെ വന്നുകൂടി നമ്മളിവിടെ എഴുതിയിരിക്കുന്നു. അതിൻ്റെ ഓരോന്നിൻ്റെ എമൗണ്ട് എഴുതിയിട്ടുണ്ട്, റേറ്റ് എഴുതിയിട്ടുണ്ട്, അതിൻ്റെ എമൗണ്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് 16-ാം തീയതി ഇഷ്യൂ ചെയ്യുന്നു 160. അപ്പോൾ അത് ഈ 180 ഇഷ്യൂ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വില 8.9 ആണ്, അതിവിടെ എഴുതിയിരിക്കുന്നു. എമൗണ്ട് എഴുതുന്നു 8.9 ഇൻറ്റു 160 വിച്ച് ഈസ് ഈക്വൽ ടു 1424. അപ്പോൾ അത് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്തതാണ്. 220 ഓൾറെഡി ഉള്ളതാണ്, അതുവരെ തൊട്ടിട്ടില്ല. കാര്യം ലിഫോ മെത്തേഡ് ആയതുകൊണ്ട് ആദ്യം ലാസ്റ്റ് വന്നതാണ് ആദ്യം എടുക്കുക. അപ്പോൾ ആദ്യം എടുക്കേണ്ട അവസരം വന്നിട്ടില്ല, അത് അതേപടി ബാലൻസ് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് 260 ആണ് നമ്മുടെ 540ൻ്റെ ബാക്കി വന്ന ബാലൻസ്, അതവിടെ എഴുതി. പിന്നെ നമ്മൾ ഈ 180 എന്താണ് 20 പിന്നെ ബാലൻസ് ഉള്ളത്, അത് എഴുതി. ഓക്കെ, ഇനി 19-ാം തീയതി വാങ്ങുന്നു 340. അപ്പോൾ നമുക്ക് ആദ്യം ഉള്ളത് അവിടെ ഉണ്ട്, രണ്ടാമത്തതിൻ്റെ ബാലൻസ് ഉണ്ട്, മൂന്നാമത്തതിൻ്റെ ബാലൻസ് ഉണ്ട്, ലാസ്റ്റ് വാങ്ങിയ ഇതിൻ്റെ ബാലൻസും ഇവിടെ എഴുതി. ഓരോന്നിനും ഓരോ റേറ്റ് ആണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എമൗണ്ടുകൾ ഇവിടെ എഴുതി. പിന്നീട് വരുന്നത് 26-ാം തീയതിയാണ്. അപ്പോൾ അന്ന് ഇഷ്യൂ ആണ് ചെയ്യുന്നത് 200 യൂണിറ്റ്. അപ്പോൾ ലാസ്റ്റ് വന്ന 340 നിന്ന് 200 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുന്നു. അപ്പോൾ ഓരോന്നിൻ്റെയും ബാലൻസ്, അപ്പോൾ ഫസ്റ്റത്തെ തൊട്ടിട്ടില്ല, സെക്കൻഡത്തെ പിന്നെ എടുത്ത് അതിനുശേഷം വന്നതാണ് പിന്നെ എടുത്തത്, അതിൻ്റെ ബാലൻസ് ഉണ്ട്. പിന്നെ ലാസ്റ്റ് വന്ന 340 ആണ് ഇവിടെ 200 യൂണിറ്റ് കൊടുത്തത്, അതിൻ്റെ വില 10.2 ആണ്. എമൗണ്ട് ഇവിടെ എഴുതുന്നു. ഇതിൻ്റെയൊക്കെ എന്താണ് ഓരോന്നും റേറ്റുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എമൗണ്ടുകൾ എഴുതി വെക്കുന്നു. ക്ലോസിംഗ് ബാലൻസ് എത്ര വരുമെന്ന് വെച്ചാൽ ഇത് ഓരോന്നും എന്ത് ചെയ്യുക, ആഡ് ചെയ്ത് വെക്കുക. ഇത് 4 കൂടി, ഇത് 4 കൂടെ ആഡ് ചെയ്താൽ 220, 260, 20, 140. അപ്പോൾ 640 യൂണിറ്റ് ഉണ്ട്. അപ്പോൾ ഓരോന്നിനും റേറ്റ് 9, 9.10, 8.9, 10.2. അപ്പോൾ ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് 5952. ഓക്കെ, അപ്പോൾ ഇതാണ് ബേസിക് ആയിട്ടുള്ള ലിഫോ മെത്തേഡിൽ വരുന്ന ഒരു പ്രോബ്ലം. അത് കഴിഞ്ഞിട്ട് പ്രൈസിങ് ഓഫ് റിട്ടേൺസ് ടു സ്റ്റോഴ്സ് അണ്ടർ ലിഫോ. അപ്പോൾ ലിഫോയിൽ സ്റ്റോറിലേക്ക് റിട്ടേൺ ചെയ്താൽ എങ്ങനെ എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് റെസീറ്റ് കോളത്തിലാണ് എഴുതുക, അത് നമ്മൾ നേരത്തെ ലിഫോയിൽ ചെയ്ത പോലെ തന്നെ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് ഇതിനെ ന്യൂ പർച്ചേസ് ആയിട്ട് തന്നെയാണ് പരിഗണിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസിങ് അധികം ലേറ്റസ്റ്റ് പ്രൈസിങ് തന്നെ ആയിരിക്കും നമ്മൾ എടുക്കാൻ ചാൻസ്. ഇനി പ്രൈസിങ്ങിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ആ പ്രൈസ് ഏത് സാധനമാണ് റിട്ടേൺ വന്നതെന്ന് കൃത്യമായിട്ട് ക്വസ്റ്റ്യനിൽ പറയും. ഇനി വെൻഡർക്ക് തിരിച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഇഷ്യൂ കോളത്തിലാണ് വരിക. ഓക്കെ, അത് ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റിൻ്റെ പ്രൈസാണ് എടുക്കുക. പ്രൈസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലേറ്റസ്റ്റ് കൺസൈൻമെൻറ്റിൻ്റെ പ്രൈസാണ് എടുക്കുക, കാര്യം ലിഫോ മെത്തേഡാണല്ലോ. ഇനി ഷോർട്ടേജ് ഓഫ് മെറ്റീരിയൽ ഉണ്ടെങ്കിൽ ലിഫോയിലാണെങ്കിൽ അതെങ്ങോട്ട് എഴുതാമെന്ന് വെച്ചാൽ ഇഷ്യൂ കോളത്തിൽ എഴുതുക, ലേറ്റസ്റ്റ് കൺസൈൻമെൻ്റ് ആണ് പ്രൈസായിട്ട് എടുക്കുക. ഇനി അടുത്തതായിട്ട് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡാണ്. ഓക്കെ, അണ്ടർ വെയ്റ്റഡ് ആവറേജ് method, issue price is calculated by dividing the value of material in stock by the quantity of material in stock. വളരെ സിമ്പിളാണ്. നമുക്ക് എത്ര ബാലൻസ് കിടക്കുന്നുണ്ട് സ്റ്റോക്ക്, അതിൻ്റെ നമ്പർ ഓഫ് യൂണിറ്റ് നോക്കുക, അതിൻ്റെ എമൗണ്ട് നോക്കുക, അത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, റേറ്റ് കണ്ടെത്തുക. അതാണ് വെയ്റ്റഡ് ആവറേജ് മെത്തേഡിൽ. Thus, this method takes into account both the quantity and price of materials in stock. അതായത് ഈ മെത്തേഡിൽ എത്ര ബാക്കി ക്വാണ്ടിറ്റി ഉണ്ട്, അതേമാതിരി എത്ര വില അതിന് ടോട്ടലായിട്ട് വന്നിട്ടുണ്ട്, അത് ഇവിടെ കൺസിഡർ ചെയ്യും. The same issue price is applied to all issues until a new consignment is received. പുതിയ കൺസൈൻമെൻറ്റ് വരുന്നവരെ ഒരേ ഇഷ്യൂ പ്രൈസ് ആയിരിക്കും എല്ലാത്തിലും വരിക. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ദിസ് മെത്തേഡ് ഈസ് സൂട്ടബിൾ വെൻ ദർ ആർ വൈഡ് ഫ്ലക്ച്വേഷൻ ഇൻ പ്രൈസസ് ഓഫ് മെറ്റീരിയൽ. പ്രൈസിന് വളരെ ഫ്ലക്ച്വേഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വളരെ ഉപകാരമാണ്. ഓക്കെ, അപ്പോൾ അതിന് കുറേ പോയിൻറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാനുള്ളത്.
അഡ്വാൻറ്റേജസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്, അതേപോലെ ഡിസഡ്വാൻറ്റേജസ് ഓഫ് വെയ്റ്റഡ് ആവറേജ് പ്രൈസ് മെത്തേഡ്. അപ്പോൾ അഡ്വാൻറ്റേജസിൽ എന്താണ്, ഇതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. ഇറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തേഡ് വെൻ പ്രൈസസ് ഫ്ലക്ച്വേറ്റ് വൈഡ്ലി. ഓക്കെ, അതായത് ഇത് നല്ല സയൻറ്റിഫിക് മെത്തേഡാണ്. ഇനി പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുമ്പോൾ നല്ല മെത്തേഡാണ്. അപ്പോൾ കുറച്ച് ക്ലറിക്കൽ വർക്ക് ഇതിന് വരുന്നുള്ളൂ. ഇറ്റ് ഡസ് നോട്ട് ഇൻവോൾവ് ടീഡിയസ് കാൽക്കുലേഷൻ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടുള്ള കാൽക്കുലേഷൻസ് ഒന്നും ഇതിൽ വരുന്നില്ല. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് റിക്വയർഡ് ടു കാൽക്കുലേറ്റ് ന്യൂ ഇഷ്യൂ പ്രൈസ് ഓൺലി വെൻ ന്യൂ കൺസൈൻമെൻറ്റ് ഈസ് റിസീവ്ഡ്. അപ്പോൾ പുതിയ ഇഷ്യൂ പ്രൈസ്, പുതിയ കൺസൈൻമെൻറ്റ് കിട്ടുമ്പോൾ മാത്രം നോക്കിയാൽ മതി. ദ ഇഷ്യൂ പ്രൈസ് ഇസ് ജനറലി ക്ലോസ് ടു മാർക്കറ്റ് പ്രൈസ്. ഇഷ്യൂ പ്രൈസ് എപ്പോഴും മാർക്കറ്റ് പ്രൈസിൻ്റെ അടുത്ത് കിടക്കുന്ന സാധനമായിരിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഇറ്റ് ഈസ് സിമ്പിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഈസി ടു ഓപ്പറേറ്റ്. ഇത് വളരെ സിമ്പിളാണ്, ഈസി ടു ഓപ്പറേറ്റ് ആണ്. അപ്പോൾ ഇതിന് ചില ഡിസഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. ഇതെന്താണ്, മെറ്റീരിയൽസ് ആർ നോട്ട് ഇഷ്യൂഡ് അറ്റ് ആക്ച്വൽ കോസ്റ്റ്. അപ്പോൾ മെറ്റീരിയൽ ആക്ച്വൽ കോസ്റ്റിലല്ല ഇഷ്യൂ ചെയ്യുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ ഇഷ്യൂ പ്രൈസ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ് ഈച്ച് ടൈം എ ന്യൂ പർച്ചേസ് ഇസ് മെയ്ഡ്. അപ്പോൾ ഇപ്പോൾ ഒരു പുതിയ പർച്ചേസ് വരുമ്പോൾ ഇഷ്യൂ പ്രൈസ് എന്താണ്, വീണ്ടും വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യണം. മറ്റേതാകുമ്പോൾ ഫിഫോയിലൊക്കെ എന്താണ്, കാൽക്കുലേറ്റ് അല്ലെങ്കിൽ നമുക്ക് അറിയുന്ന പ്രൈസ് എടുത്ത് അങ്ങ് കൊടുത്താൽ മതി. ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ്, ലാസ്റ്റ് ആണെങ്കിൽ ലാസ്റ്റ്. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യണം എപ്പോഴും. പിന്നെ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് മെനി കാൽക്കുലേഷൻസ് വെയർ പർച്ചേസസ് ആർ മെയ്ഡ് ഫ്രീക്വൻ്റ്ലി. അപ്പോൾ പർച്ചേസ് എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുപാട് കാൽക്കുലേഷൻ വരും. നാലാമത്തെ പോയിന്റ്, ദർ ആർ മോർ ചാൻസസ് ഓഫ് ക്ലറിക്കൽ എറേഴ്സ്. അപ്പോൾ ഒരുപാട് ക്ലറിക്കൽ എറേഴ്സ് വരാൻ ചാൻസ് ഉണ്ട്. ലാസ്റ്റ് പോയിന്റ്, ക്ലോസിംഗ് സ്റ്റോക്ക് ഇസ് നോട്ട് വാല്യൂഡ് അറ്റ് കറണ്ട് കോസ്റ്റ്. അപ്പോൾ നിലവിലെ ചിലവനുസരിച്ച് ക്ലോസിംഗ് സ്റ്റോക്ക് വാല്യൂ ചെയ്യില്ല. ഓക്കെ, ഇനി എക്സാമ്പിൾ 10, റെസീറ്റ്സ് ആൻഡ് ഇഷ്യൂ ഇൻ എ ഫാക്ടറി ഡ്യൂറിങ് എ വീക്ക് ഓൺ മാർച്ച് 2021 വെയർ ആസ് ഫോളോസ്. ഓക്കെ, അപ്പോൾ ഒരു ഫാക്ടറിയിൽ വന്ന റെസീറ്റ് ആൻഡ് ഇഷ്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മാർച്ച് 2 ഓപ്പണിംഗ് ബാലൻസ് 200 ടണ്ണാണ്. അതിൻ്റെ വില 50 ഒരു ടണ്ണിൻ്റെ വില. 3-ാം തീയതി അത് ഇഷ്യൂ ചെയ്തിട്ടുണ്ട് 120 ടണ്ണ്. അത് കഴിഞ്ഞിട്ട് 4-ാം തീയതി പർച്ചേസ് ചെയ്തിട്ടുണ്ട് 240 ടണ്ണ്. അപ്പം 50.50 ടണ്ണിന് വരുന്നത്. 5-ാം തീയതി 100 ടണ്ണ് ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സ്റ്റോക്ക് വെരിഫിക്കേഷൻ റിവീൽസ് എന്താണ്, അത് 2 ടണ്ണാണ്, ലോസായിട്ട് വന്നിട്ടുണ്ട്. 100 ടൺ ഇഷ്യൂ ചെയ്തപ്പോൾ സ്റ്റോക്ക് വെരിഫിക്കേഷനിൽ മനസ്സിലായത് 2 ടണ്ണിന് നഷ്ടം വന്നിട്ടുണ്ട്. 6-ാം തീയതി റിസീവ്ഡ് ബാക്ക് ഫ്രം കംപ്ലീറ്റ് വർക്ക് ഓർഡർ 40 ടൺ. അപ്പോൾ 40 ടണ്ണിൻ്റെ കംപ്ലീറ്റ് റിസീവ് ബാക്ക് വന്നിട്ടുണ്ട്. അത് എന്താണ്, അത് 50.25 ടണ്ണിൻ്റെ വില. ഇനി 7-ാം തീയതി 160 ടണ്ണ് വീണ്ടും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റോക്ക് ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാനാണ് പറഞ്ഞത് വെയ്റ്റഡ് ആവറേജ് മെത്തേഡ് പ്രകാരം. ഓക്കെ, നോക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ലിഫോ മെത്തേഡൊക്കെ പോലെ തന്നെ ഡേറ്റ്, റെസീറ്റ്, ഇഷ്യൂ, ബാലൻസ്. അപ്പോൾ റെസീറ്റിനും ഇഷ്യൂവിനും 3 സബ് കോളം വരുന്നുണ്ട്. ബാലൻസിനാകെ 2 സബ് കോളത്തിൻ്റെ ആവശ്യം ഇവിടെ വരുന്നുള്ളൂ. 2021 മാർച്ച് 2 ഓപ്പണിംഗ് ബാലൻസാണ് കൊടുത്തിരിക്കുന്നത്. 200 ക്വാണ്ടിറ്റി 200 യൂണിറ്റ് ഉള്ളത്. അതിൻ്റെ വില നമ്മുടെ 10,000 ആണ്. ഇനി 3-ാം തീയതി 120 യൂണിറ്റ് ഇഷ്യൂ ചെയ്യുമെന്ന് പറയുന്നു. അപ്പോൾ ഈ പ്രൈസ് കൊടുത്തിട്ടില്ല ഈ സ്റ്റോക്കിൻ്റെ. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 10,000-നെ 200 ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 10,000 ഷുഡ് ബി ഡിവൈഡ് ബൈ 200 വിച്ച് ഈസ് 50. അതാണ് ഇതിൻ്റെ വില. അപ്പോൾ 120 × 50 6000 വന്നു. ബാക്കി ബാലൻസ് ഇവിടെ എഴുതി വെക്കുക. അപ്പോൾ 80 എഴുതുക. അപ്പോൾ 50 യൂണിറ്റ് റേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ 80 × 50 4000 വരും. ഓക്കെ, ഇനി 4-ാം തീയതി നമ്മൾ വാങ്ങിയിരിക്കുകയാണ്, റെസീറ്റാണ്. അപ്പോൾ അതിൽ 240 റേറ്റ് കൊടുത്തിരിക്കുന്നത് 50.50. അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 12,120. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് 240-ൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 80 ആഡ് ചെയ്തിട്ട് 320 കൂടെ എഴുതുക. ഓക്കെ, അതായത് 240 വാങ്ങിയതും പിന്നെ 80 കൂടി ആഡ് ചെയ്തിട്ട് 320 കൂടെ എഴുതുക. അത് കഴിഞ്ഞ് 4000-ൻ്റെ കൂടെ 12,120 കൂടി ആഡ് ചെയ്തിട്ട് 16,120 കൂടെ എഴുതുക. ഓക്കെ, ഇനി ലോസ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് 2 യൂണിറ്റ് ലോസ് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഇവിടെ ലോസ് എന്ന് ചെയ്ത ഇഷ്യൂ. അപ്പോൾ അതിന് വിലയൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. അത് ഈ 320-ന്ന് എന്ത് ചെയ്യുക, അത് കുറയ്ക്കുക. അപ്പോൾ 318 വരും. സെയിം എമൗണ്ട് തന്നെ കൊടുക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് 5-ാം തീയതി തന്നെ 100 യൂണിറ്റ് ഇഷ്യൂ ചെയ്തു. അപ്പോൾ അതിന് വിലയായിട്ട് നമ്മൾ കണക്കാക്കുന്നത് അതിന് മുൻപുണ്ടായിരുന്ന ബാലൻസ് 16,120 എമൗണ്ടും 318 ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന 50.69 അതിൻ്റെ റേറ്റായിട്ട് വരുന്നത്. അപ്പോൾ ഈ 50.69 ×
100 which is equal to 5069. ഓക്കെ, പിന്നീട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ 318 ഈ 100 മൈനസ് ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക 218. അത് കഴിഞ്ഞിട്ട് ഈ 16 120 നിന്നും 5069 മൈനസ് ചെയ്തിട്ട് 1151 ഇവിടെ എഴുതി വെക്കുക. 6-ാം തീയതി വാങ്ങിയിരിക്കുകയാണ്, പർച്ചേസ് ചെയ്തിരിക്കുകയാണ്, 40 യൂണിറ്റാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വില 50.25 അപ്പോൾ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇവിടെ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ 218 ലാസ്റ്റ് ബാലൻസിൻ്റെ കൂടെ ഈ 40 ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക 258. ഈ എമൗണ്ടിൻ്റെ ബാലൻസ് 1151 കൂടെ 2010 ആഡ് ചെയ്തിട്ട് ഇവിടെ എഴുതുക 1361. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, നിങ്ങൾ 7-ാം തീയതി 160 യൂണിറ്റാണ് ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എമൗണ്ട് എത്ര കിട്ടുമെന്ന് വെച്ചാൽ 1361 13,061 ഡിവൈഡ് ബൈ 258 ചെയ്താൽ നമുക്ക് അതിൻ്റെ റേറ്റ് കിട്ടും. അപ്പോൾ 50.62. അപ്പോൾ ഈ റേറ്റ് കിട്ടലാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് കാര്യം. വെയ്റ്റഡ് ആവറേജിൽ ആ റേറ്റ്, പ്രത്യേകിച്ച് ഇഷ്യൂവിൻ്റെ റേറ്റ് കൃത്യമായിട്ട് നമ്മൾ അറിയണം. അതിന് വേണ്ടി അത് ചെയ്യുന്നത്. അപ്പോൾ 50.62 വന്ന് അത് രണ്ടും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. 160 × 50 62. അപ്പോൾ 8,099 കിട്ടുന്നു. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഫൈനൽ ട്രാൻസാക്ഷൻ 7-ാം തീയതി. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എന്ത് ചെയ്യുക, വന്നിരിക്കുന്ന ബാലൻസ്, അതായത് ഈ 98, അതായത് ഇവിടെ 258 നിന്ന് 160 മൈനസ് ചെയ്താൽ 98, അതിൻ്റെ ബാലൻസ് 13,061 നിന്നും 8,099 4,962 ബാലൻസ് വന്നു. അപ്പോൾ ഇതാണ് ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വെയ്റ്റഡ് ആവറേജ് ടെക്നിക്കിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ മെറ്റീരിയൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഇതോടുകൂടി അവസാനിക്കുകയാണ്. വളരെ വലിയ ചാപ്റ്ററാണ്, വളരെ ലെങ്തി ആയിട്ടുള്ള വീഡിയോ ആയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഓരോ കാര്യങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഒരു 2 ഭാഗങ്ങളായിട്ട്, അല്ലെങ്കിൽ എന്താണ്, ഒരു 2 ഷിഫ്റ്റിൽ നിങ്ങൾക്ക് കണ്ടു തീർക്കാൻ പറ്റുന്ന ലെങ്ത് തന്നെ വരുന്നുള്ളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ആവശ്യമുള്ള നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഈ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്യുക.